കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദപാഠകൂട്ടങ്ങളുടെ രണ്ടാം രാത്രി യോഗത്തിനായി ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. ഈ രാത്രിയിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ദൈവസന്നിധിയിലാഗതരായിരിക്കുന്ന എല്ലാ മാന്യസ്നേഹിതർക്കും ശബ്ദപരിധിയിൽ ദൂരെയും ചാരയുമായി നിന്ന് ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ മാന്യസ്നേഹിതർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. പ്രാർത്ഥനയോടുകൂടെ ഈ മീറ്റിംഗ് ഇവിടെ ആരംഭിച്ച സമയം തുടങ്ങി പരിശുദ്ധാത്മാവ് വിവിധ രൂപത്തിൽ നമ്മോട് ഇടപെട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. പ്രത്യാശ നിർഭരമായ പാട്ടുകൾ പാടി നമ്മുടെ ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഈ രാത്രിയിലും സ്വർഗ്ഗം നമ്മെ സഹായിച്ചതോർത്ത് ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുകയാണ്. ആവശ്യത്തോടും ആഗ്രഹത്തോടും ദാഹത്തോടും കൂടെ തിരുസന്നിധിയിലായിരിക്കുന്ന ദൈവഭക്തന്മാരുടെ ആത്മീക ദാഹത്തെ ശമിപ്പിക്കുവാൻ തക്കവണ്ണം ഈ രാത്രിവേളയിലും ജീവന്റെ ഉറവയായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ മധ്യയുള്ളതുകൊണ്ട് സർവശക്തനായ ദൈവത്തെ ഞാൻ നന്ദിയോടുകൂടെ സ്തുതിക്കുകയാണ്. അല്പസമയത്തെ നമ്മുടെ ധ്യാനത്തിനായി പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യവും 2 തീമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യവും നമുക്ക് വായിക്കാം. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളോട് ഇടപെടേണ്ടതിനു വേണ്ടി കൂടപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണമേ എന്ന് കർത്തൃനാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. നാം ആയിരിക്കുന്ന ഈ കാലം ഒരു അന്ത്യകാലമെന്ന് ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളിൽ കൂടെ ഒരു കൊച്ചുകുട്ടിക്ക് പോലും വ്യക്തമായി മനസ്സിലാകത്തക്ക നിലവാരത്തിൽ ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് ശീഘ്രപ്രയാണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ ഓരോന്നും വളരെ വ്യക്തമായി നമ്മെ അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിലും ലോക സംഭവങ്ങളിലൂടെയും നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. പ്രാരംഭമായി നാം ഇപ്പോൾ ഇവിടെ വായിച്ചു കേട്ട വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നാം കൊണ്ടുവരുമ്പോൾ പത്രോസ്ലീഹ ഈ ലോകത്തിന്റെ അന്തിമ സമയത്ത് നടക്കുവാൻ പോകുന്ന മർമ്മപ്രാധാന്യമേറിയ ഒരു വിഷയത്തെക്കുറിച്ച് പറയുന്നതായി നമുക്കിവിടെ കാണുവാൻ സാധിക്കും. തീമോഥെയോസിന് പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതിയപ്പോൾ 2 തീമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അന്ത്യകാലത്തിലേക്ക് ലോകം വരുമ്പോൾ ദുർഘട സമയങ്ങൾ മനുഷ്യർ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതിനും പ്രതീക്ഷിക്കുന്നതിനുമൊക്കെ വിഭിന്നമായി ദുർഘട കാലയളവ് ലോകത്തിലുണ്ടാകും എന്ന് ആത്മാവിൽ പൗലോസ്ലീഹ പറഞ്ഞതുമായ 2 വേദഭാഗങ്ങളെയാണ് ഇന്ന് രാത്രിയിൽ നമ്മുടെ ധ്യാനത്തിനായി നാം വായിച്ച് കേൾപ്പാൻ ഇടയായി തീർന്നു. കഴിഞ്ഞ രാത്രിയിലും ഈ വചനങ്ങളിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ചില സത്യങ്ങൾ ഓർപ്പിക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. പത്രോസ് അപ്പോസ്തലന്റെ ലേഖനത്തിൽ നാം വായിച്ചു കേട്ടത് അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ. വിശുദ്ധ വേദപുസ്തകത്തെ നാം പഠിച്ചു നോക്കുമ്പോൾ നാം ആയിരിക്കുന്ന ഈ കാലം അവസാന നാളുകൾ, കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ അവസാന കാലത്തിന്റെ, അവസാന ദിവസത്തിന്റെ, അവസാന മണിക്കൂറുകളുടെ അവസാന നിമിഷങ്ങളിലേക്ക് നാം എത്തിയിരിക്കുന്നുവെന്ന് ലോകത്തിലെ സംഭവങ്ങളിലൂടെ ലോകം നമ്മെ അറിയിക്കുന്നു. ബൈബിളും നമ്മെ വ്യക്തമായി അത് പഠിപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പത്രോസ് അപ്പോസ്തലന്റെ വാക്കുകളിൽ അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ പോകുന്ന ഒരു രക്ഷയെക്കുറിച്ച് പത്രോസ് ഓർപ്പിക്കും. ഈ ലോകത്തിന്റെ അന്ത്യത്തിൽ മനുഷ്യന്റെ മുൻപാകെ വരുവാൻ പോകുന്ന 2 അനുഭവങ്ങൾ, നിത്യമായ ഒരു രക്ഷയും നിത്യമായ ഒരു ശിക്ഷയും. ഇത് 2 വിഷയങ്ങളും മനുഷ്യജീവിതത്തിന്റെ മുൻപാകെ കടന്നു വരുമ്പോൾ തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം ദൈവം മനുഷ്യന്റെ മുൻപാകെ വയ്ക്കുകയാണ്. മനുഷ്യജീവിതത്തിൽ രക്ഷ എന്ന യാഥാർത്ഥ്യം പത്രോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ നാം ഇപ്പോൾ വായിച്ചു കേട്ട വേദഭാഗത്തിൽ അപ്പോസ്തലനായി പത്രോസ് ഓർപ്പിക്കുന്ന
അന്തിമകാലത്തിൽ വെളിപ്പെടുവാൻ പോകുന്ന ആ രക്ഷ എന്ന് പറയുമ്പോൾ, ഈ രക്ഷ ഒരുവൻ പ്രാപിപ്പാൻ കഴിയണമെങ്കിൽ ക്രിസ്തു നാഥൻ ഈ ലോകത്തിൽ വന്ന് മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ലോകത്തിൽ വന്ന് താൻ സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുത്ത തന്റെ ജീവിതത്തിലൂടെ മാനവജാതിയുടെ മുൻപാകെ തുറക്കപ്പെട്ടതായ ആ രക്ഷയുടെ അനുഭവം ആര് പ്രാപിക്കുന്നുവോ അവർക്ക് മാത്രമേ ഈ അന്ത്യകാല രക്ഷ എന്ന് പറയുന്ന ആ നിത്യതയെ പ്രാപിപ്പാൻ കഴിയൂ എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ പോകുന്ന രക്ഷ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ പുനരാഗമനം ആണ് എന്ന് കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. നിത്യമായ ഒരു രക്ഷ മനുഷ്യന്റെ മുൻപാകെ വെളിപ്പെട്ടു വരുവാൻ പോകുന്നു. ഒപ്പം ഒരു നിത്യമായ ശിക്ഷാവധിയും മനുഷ്യ മുൻപാകെ വെളിപ്പെടുവാൻ പോകും. ദൈവത്തിന് സ്തോത്രം. രക്ഷ എന്ന നിത്യതയെ ഒരുവൻ പ്രാപിപ്പാൻ കഴിഞ്ഞില്ല എങ്കിൽ ശിക്ഷ എന്ന നിത്യതയെ അവർ ഏറ്റുകൊള്ളേണ്ടതായി വരും എന്നുള്ള യാഥാർത്ഥ്യവും ലോകം അറിയണമെന്നും ദൈവവചനത്തിലൂടെ ഞങ്ങൾ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ രാത്രിയിൽ അന്ത്യകാലത്തെ രക്ഷ എന്നുള്ള വിഷയത്തിൽ നിന്നുകൊണ്ട് അത് ഒന്നാമത് ക്രിസ്തുയേശുവിന്റെ പുനരാഗമനം ആണ് എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അതെന്ത് എന്നുള്ളത് വ്യക്തമാകുവാൻ ഗ്രീക്ക് ഭാഷയിൽ ക്രിസ്തുവിന്റെ പുനരാഗമനത്തിന് പറഞ്ഞിരിക്കുന്ന പ്രധാനമായ 4 പദങ്ങളും അതിന്റെ അർത്ഥങ്ങളും നാം ചിന്തിക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ആ അനുഭവങ്ങളിലൂടെ ക്രിസ്തുനാഥന്റെ വരവ് അപ്രതീക്ഷിതമായിരിക്കുമെന്നും അത് മറനീക്കുന്ന ഒരവസ്ഥയാകുന്നുവെന്നും അവന്റെ സാന്നിധ്യമാകുന്നുവെന്നും അവന്റെ പ്രത്യക്ഷതയും അവന്റെ വെളിപ്പെടുന്ന ഉദിച്ചു വരുന്ന അവസ്ഥകളാകുന്നുവെന്നും നാം ദൈവവചനത്തിലൂടെ ചിന്തിപ്പാൻ ഇടയായിത്തീർന്നു. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തെക്കുറിച്ച് നാം മുൻകാലങ്ങളിലൂടെയൊക്കെ ചിന്തിച്ചാൽ ആദിമസഭ അത് പ്രതീക്ഷിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാനായി സാധിക്കും. ചരിത്രം നാം പഠിക്കുമ്പോൾ ആദിമസഭ യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തെ ആകാംക്ഷയോടെ പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്നു എന്ന് ദൈവവചനത്തിലൂടെയും അതുപോലെ ലോക ചരിത്രത്തിലൂടെയും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, പുരാതന കാലത്ത് ജീവിച്ചിരുന്ന ഭക്തന്മാരും വിശുദ്ധന്മാരും ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് എന്നുള്ള വിഷയത്തിൽ പ്രത്യാശ വെച്ചിരുന്നവരായിരുന്നു എന്നും അതുപോലെ ഈ നൂറ്റാണ്ടിൽ ഇന്ന് ലോകത്തിൽ ഉണ്ടായിരിക്കുന്ന ദൈവത്തിന്റെ സഭ ആ ക്രിസ്തുവിന്റെ പുനരാഗമനം എന്ന യാഥാർത്ഥ്യത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എന്നും ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. മാത്രമല്ല, യേശുക്രിസ്തുവിന്റെ പുനരാഗമനം എന്നുള്ളത് ദൈവവചനത്തിലെ അടിസ്ഥാന സത്യങ്ങളിൽ ആർക്കും മാറ്റുവാൻ കഴിയാത്ത ഒരു സത്യത്തിൽ ഒന്നാകുന്നു എന്ന് നാം വചനത്തിലൂടെ ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആദിമസഭ ഇതിനെ പ്രതീക്ഷിച്ചു. ആദികാല വിശുദ്ധന്മാർ അതിൽ പ്രത്യാശ വെച്ചു. വേദപുസ്തകത്തിലെ അടിസ്ഥാന സത്യങ്ങളിൽ ഒന്നാണ് യേശുക്രിസ്തുവിന്റെ പുനരാഗമനം എന്ന് ദൈവവചനത്തിലൂടെ നാം ചിന്തിക്കുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ ഈ അന്ത്യകാല രക്ഷ എന്ന് പറയുന്ന ക്രിസ്തുവിന്റെ പുനരാഗമനം ആർക്കാണ് പ്രയോജനപ്രദമാകുന്നത് എന്നും നാം ചിന്തിച്ചു. ദൈവത്തിന് സ്തോത്രം. ആർക്കാണ് അതിന്റെ നേട്ടമുണ്ടാകുന്നത്? തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന, പാപം കൂടാതെ തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവർ ക്രിസ്തുനാഥന്റെ പുനരാഗമനത്തെ അവർ പ്രാപിക്കുകയും അതിനെ അനുഭവമാക്കുകയും ചെയ്യുന്നു എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയുണ്ടായി. അതുമാത്രമല്ല, ഈ ക്രിസ്തുവിന്റെ പുനരാഗമനത്തെ അനുഭവമാക്കുവാൻ പോകുന്നവർ മറ്റൊരു നിലയിൽ നാം ചിന്തിച്ചത് ക്രിസ്തുവിൽ മരിച്ചവർ അവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ആരാണ് ക്രിസ്തുവിൽ മരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് വചനാടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുകയുണ്ടായി. മാത്രമല്ല, ഈ അന്ത്യകാലത്തിന്റേതായ ലക്ഷണങ്ങളായി ബൈബിൾ പറഞ്ഞതും യേശു പറഞ്ഞിരിക്കുന്നതുമായ ചില സത്യങ്ങൾ കൂടെ ഓർപ്പിച്ചാണ് കഴിഞ്ഞ രാത്രിയിൽ ദൈവവചന ധ്യാനം നാം അവസാനിപ്പിച്ചത്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നാം ദൈവവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തെക്കുറിച്ച് അഥവാ പത്രോസിന്റെ ഭാഷയിലെ അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ പോകുന്ന രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ ചില മുന്നറിയിപ്പുകൾ ബൈബിൾ സഭകൾക്ക് അല്ലെങ്കിൽ അതിനെ പ്രതീക്ഷിക്കുന്നവർക്ക് കൊടുക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതിലൂടെ നമ്മുടെ ചിന്ത അല്പസമയം നമുക്കൊന്ന് മുൻപോട്ട് കൊണ്ടുപോകാം. അതിനാധാരമായി ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 34-ാമത് വാക്യം. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളു. ഒരു മുന്നറിയിപ്പിന്റെ സന്ദേശമാണ് ഇപ്പോൾ നാം ഇവിടെ വായിച്ചു കേട്ടത്. ആ ദിവസം നിങ്ങൾക്ക് കണി പോലെ വരാതിരിപ്പാൻ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളേ. ലോകത്തിൽ നാം നോക്കുകയാണെങ്കിലും
അനേകം മുന്നറിയിപ്പുകൾ, വാണിംഗ് ബോർഡുകൾ ഒരുപാട് നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് കാണാം. റോഡിൽ കൂടെ നാം യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില നിർദ്ദേശങ്ങൾ മുന്നറിയിപ്പുകളായി കാണാറുണ്ട്. അപകട സാധ്യതയുള്ള സ്ഥലം, സ്പീഡ് കുറച്ചു പോവുക. ചില സ്ഥലത്ത് എഴുതി വെച്ചിരിക്കുന്നത് കാണാം, റോഡ് മുങ്ങിപ്പോകുവാൻ സാധ്യതയുണ്ട്, ദൈവത്തിന് സ്തോത്രം, നല്ല വളവുകളുള്ള സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞ് മുന്നറിയിപ്പുകളെ പലയിടങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഈ മുന്നറിയിപ്പുകൾ ആര് എവിടെ അവഗണിക്കുന്നുവോ അവിടെ വലിയ അപകടം അവരെ കാത്തിരിക്കുന്നു എന്ന് നമുക്ക് അറിയുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാമല്ലോ, ലോകത്തിലെ തന്നെ ഒന്നാം കിട കപ്പൽ അറിയപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ഒരു വിധത്തിലും ആർക്കും തകർത്തു കളയുവാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പുറത്തിറക്കിയ ടൈറ്റാനിക് എന്ന് പറയുന്ന ആ മഹാൻ നൗക, ദൈവത്തിന് സ്തോത്രം, സഞ്ചരിക്കുന്ന രാജകൊട്ടാരം എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തിറക്കിയ ആ കപ്പൽ ഒരിക്കലും ഒരു വിധത്തിലും ഛേദം വരികയില്ല എന്ന് പറഞ്ഞ് ആരംഭിച്ച ആ കപ്പലിന്റെ കന്യാത്രയിൽ തന്നെ അത് സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് മുങ്ങിപ്പോയതായി കാണുവാൻ കഴിയും. എന്താണ് അതിന്റെ കാരണമെന്ന് പഠിച്ചാൽ, ദൈവത്തിന് സ്തോത്രം, നിർദ്ദേശങ്ങളെ അവഗണിച്ചതാകുന്നു. ആ കപ്പലിലേക്ക് ലഭിച്ച ചില റേഡിയോ സന്ദേശങ്ങൾ അവർ അവഗണിച്ചപ്പോൾ വലിയ കൂറ്റൻ മഞ്ഞുമലയിൽ ഇടിച്ച് ആ കപ്പൽ നടുവെ പിളർന്ന് സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് താണു. ലോകത്തിന്റെ മുൻപാകെ ദുഃഖത്തിന്റെയും വേദനയുടെയും ചിത്രമായി ഇന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ലോകത്തിന്റെ ഏത് കോണിലേക്ക് നമ്മുടെ ദൃഷ്ടികൾ നാം പതിപ്പിച്ചാലും, ആര് എവിടെ, രാജ്യങ്ങളാകട്ടെ, സമൂഹങ്ങളാകട്ടെ, സംഘടനകളാകട്ടെ, വ്യക്തികളാകട്ടെ, എവിടെയായിരുന്നാലും മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നവരാരുണ്ടോ അവരൊക്കെ ഭയാനകമായ വിപത്തിൽ കുപ്പുകുത്തുന്നതായി നാം കഴിഞ്ഞകാല ലോകത്തെ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെയും യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തോടുള്ള ബന്ധത്തിൽ ഒരു മുന്നറിയിപ്പാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഇപ്രകാരം കുടുങ്ങിപ്പോയാൽ ആ ദിവസം നിങ്ങൾക്ക് കണി പോലെ വരുവാൻ ഇടയായിത്തീരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? യേശുനാഥൻ തിരുവായ്മൊഴിഞ്ഞ് പറഞ്ഞതായ ഒരു സന്ദേശമാണ്. ദൈവത്തിന് സ്തോത്രം. മലയാളം ബൈബിളിൽ മദ്യപാനമെന്നും ഉപജീവന ചിന്തകളെന്നും അതിഭക്ഷണമെന്നും ഒക്കെ പറയുമ്പോൾ മലയാളത്തിന്റെ തന്നെ ശരിയായ പരിഭാഷയെ നാം വായിച്ചു നോക്കിയാൽ അവിടെ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾ സുഖലോലുപതയിലും മദ്യാസക്തിയിലും ജീവിത വ്യഗ്രതയിലും യാത്ര ചെയ്ത് മുൻപോട്ട് പോയാൽ അന്ന് ആ ദിനം അവർക്ക് കണി പോലെ, ഒരു വലിയ വിപത്ത് പോലെ വന്ന് ഭവിക്കും എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ആധുനിക ലോകത്തിന്റെ അവസ്ഥയെ നാം ഒന്ന് പഠിച്ചാൽ എവിടെയും സുഖലോലുപതയെ തേടുന്ന സമൂഹങ്ങൾ, എല്ലാ മനുഷ്യരും ഇന്ന് ലോകത്തിന്റെ സൗഭാഗ്യങ്ങൾ തേടി ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും കാണുവാൻ കഴിയുന്ന അവസ്ഥ അത് തന്നെയാണ്. ദുഃഖകരമെന്ന് പറയട്ടെ, ആധ്യാത്മിക ഗോളത്തിൽ പോലും ഇങ്ങനെയുള്ളതായ കാഴ്ചകൾ കാണുമ്പോൾ ഹൃദയം തെല്ലി വേദനിക്കുന്നു എന്ന് പറയാതിരിക്കാൻ തരമില്ല. ഇന്നത്തെ ലോകത്തിലെ മനുഷ്യന്റെ അവസ്ഥ അല്ല, ആത്മീയ ഗോളത്തിലേക്ക് നോക്കിയാൽ അവരുടെ അവസ്ഥ സുഖലോലുപതയാൽ ലോകത്തിന്റെ സൗഭാഗ്യങ്ങളെ ആർത്തിയോടെ വിഴുങ്ങുവാൻ ഓടി മുൻപോട്ട് പോകുന്ന സമൂഹങ്ങളെ നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുവാൻ സാധിക്കുകയാണ്. ബൈബിൾ വ്യക്തമായി പറയും, ഈശോ മശിഹ ലോകത്തിൽ വന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞതാണ്, ആ ദിവസം കണി പോലെ വന്ന് ഭവിക്കാതിരിക്കാൻ നിങ്ങൾ കരുതിക്കൊള്ളണം. ആർക്കാണ് ആ ദിവസം കണിയായി ഭവിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു മടങ്ങി വരും എന്നുള്ള സന്ദേശം വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് മാറ്റമില്ലാത്ത സത്യമായി ലോകത്തോട് ശക്തമായും വ്യക്തമായും വിളിച്ചു പറയുമ്പോൾ അവരുടെ ഹൃദയം ദൈവിക സത്യങ്ങളുടെ യാഥാർത്ഥ്യങ്ങളെ വിട്ട് അകന്ന് ഓടി മാറിപ്പോയിട്ട് ദൈവത്തിന് സ്തോത്രം സുഖലോലുപരായി, ദൈവത്തിന് സ്തോത്രം മദ്യാസക്തിയെ തേടിക്കൊണ്ട് ഉപജീവന ചിന്തകളാലുള്ള യാത്രയാണോ സ്നേഹിത? യേശുവിന്റെ വരവ് നിനക്കൊരു കണിയായിരിക്കും. ഇന്ന് രാത്രിയിൽ പുറത്തുള്ളവരോട് പറയുന്നതിനേക്കാൾ ഉപരി ദൈവസഭയിലുള്ള രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട് ഞാൻ പറയുകയാണ്, യേശു ക്രിസ്തുവിന്റെ വരവ് എന്നുള്ളത് ഒരു കെട്ടുകഥയല്ല. ദൈവത്തിന് സ്തോത്രം. ഏതെങ്കിലും കഥപുസ്തകത്തിൽ എഴുതി വെച്ച ഒരു മുത്തശ്ശിക്കഥ എന്ന് പറഞ്ഞ് തള്ളുവാൻ നമുക്ക് സാധ്യമല്ല. അതിവേഗത്തിൽ അത് സംഭവിപ്പാൻ പോകും. അപ്പോസ്തലനായ പത്രോസ് പറയുന്നത് അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ പോകുന്ന രക്ഷ എന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുക. ആ രക്ഷ കണിയായി നമുക്ക് ഭവിക്കാതിരിക്കാൻ ദൈവത്തിന് സ്തോത്രം. ദൈവവചനപ്രകാരം ജീവിതത്തെ മുൻപോട്ട് നയിച്ച് ലോകത്തിന്റെ സൗഭാഗ്യങ്ങളെ വിട്ട് ദൈവഭക്തിയെ മുറുകെ പിടിച്ച് നാം യാത്ര ചെയ്യണം എന്ന് ബൈബിൾ നമ്മെ ഓർപ്പിക്കുകയാണ്. ഇന്നത്തെ ആത്മീയഗോളത്തിലേക്ക് നമ്മുടെ ദൃഷ്ടി നാം പതിപ്പിച്ചാൽ ആത്മീകമായ കാഴ്ചപ്പാടുകളെ ഒക്കെ പുറങ്കാലിനടിച്ച്
ദൈവിക സത്യത്തിന്റെ മുൻപാകെ മുഖം തിരിച്ച് പുറം കാട്ടി പോകുന്ന ആധുനിക ആത്മീക ലോകത്തെ നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് വേർപാടോ ദൈവവചനത്തിന്റെ വ്യവസ്ഥകളോ പാലിപ്പാൻ ഇഷ്ടമില്ലാതെ അവരുടെ മനസ്സിന്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് അവരുടെ ചുവടുകളെ ചലിപ്പിച്ച് എവിടേക്കോ യാത്ര ചെയ്തു പോകുന്ന ഒരു രൂപമായി ഇന്നത്തെ മനുഷ്യർ മാറിക്കൊണ്ടിരിക്കുകയാണ്. വരുവാൻ പോകുന്ന വിപത്ത്, അതിന്റെ ആഴം, അതിന്റെ അവസ്ഥ എന്തെന്ന് മനുഷ്യന് ഗ്രഹിപ്പാൻ കഴിയാത്തതുകൊണ്ടാകുന്നു ആധുനിക ലോകത്തെ മനുഷ്യൻ ഇപ്രകാരം മുൻപോട്ട് പോകുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. എന്താണ് വചനം പറയുന്നത്? ദൈവത്തിന് സ്തോത്രം. അതിഭക്ഷണത്താൽ അല്ലെങ്കിൽ സുഖലോലുപതയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ലോകത്തിന്റെ സൗഭാഗ്യങ്ങളെല്ലാം ഒന്നിച്ച് വെട്ടിവിഴുങ്ങുവാൻ ആഗ്രഹിച്ചു പോകുന്ന തലമുറകൾ, സമൂഹങ്ങൾ മുൻപിലേക്ക് വരികയാണ്. പുരാതന കാലത്ത് പെന്തിക്കോസിന്റെ മാർഗമെന്ന് പറഞ്ഞാൽ ഭക്തിയും വേർപാടും വിശുദ്ധിയും സ്തോത്രവും പ്രാർത്ഥനയും ആത്മനിറവും ഹല്ലേലൂയായും ഈ അവസ്ഥകൾ കൊണ്ട് നിറഞ്ഞു നിന്ന ആത്മീക അന്തരീക്ഷം ഇതെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞുകൊണ്ട് ഇന്നത്തെ ആത്മീയഗോളത്തിലേക്ക് നമ്മുടെ ദൃഷ്ടി പതിപ്പിച്ചാൽ എന്തൊക്കെയോ ചില വേഷങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന അവസ്ഥയെ നമുക്ക് കാണുവാൻ സാധിക്കും. തീമോഥെയോസിന് പൗലോസ് എഴുതിയ ലേഖന ഭാഗത്തേക്ക് നാം വരുമ്പോൾ ഇപ്രകാരം പറയുന്നു: അന്ത്യകാലത്ത് ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിച്ച് കളയുന്ന ഒരു സമൂഹം വളർന്നു വരും. ആത്മീയ ഗോളത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഇന്നത്തെ ചിത്രം എന്ന് പറയുന്നത് അതാകുന്നു നമുക്ക് കാണുവാൻ കഴിയും. മാത്രമല്ല മദ്യാസക്തി, രണ്ടാമത് പറയുക മദ്യാസക്തി. ഇന്ന് എവിടെ നോക്കിയാലും മദ്യപാനം എന്ന് പറയുന്ന അവസ്ഥ ഒരു സദാചാരമായി മാറിയിരിക്കുന്ന അവസ്ഥയിലാണ്, കാലത്താണ് നാം ജീവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ലോകത്തിന്റെ മുഖത്തെ നാം ഒന്ന് പരിശോധിച്ചാൽ പാപത്തിന് പുതിയ പുതിയ മേൽവിലാസങ്ങൾ എഴുതി ചേർത്ത് ലോകം മുൻപോട്ട് പോകുക. ഇന്ന് മദ്യമില്ലാത്ത വീടുകൾ ഇല്ല എന്ന് വേണം പറയുവാൻ. ഈ അടുത്ത സമയത്ത് എന്റെ ഹൃദയത്തെ വല്ലാതെ ഭാരപ്പെടുത്തിയ, മുറിപ്പെടുത്തിയ ഒരു സംഭവം, പെന്തിക്കോസുകാരനായ ഒരു നല്ല സമ്പന്നനായ മനുഷ്യൻ തന്റെ ഏക മകന്റെ വിവാഹം നടക്കുമ്പോൾ വിവാഹ ശുശ്രൂഷയും അതിന്റെ റിസപ്ഷനും ഒരു ഹാളിൽ വെച്ച് നടത്തുവാനിടയായി തീർന്നു. അതിന്റെ ഒരു ഭാഗത്ത് വിവാഹ ശുശ്രൂഷ വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്നു, മറുഭാഗത്ത് അതിന്റെ റിസപ്ഷൻ ഹാൾ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് പോയി ഗവൺമെന്റിൽ നിന്ന് പ്രത്യേക അനുവാദം വാങ്ങിച്ച് ദൈവത്തിന് സ്തോത്രം ആ റിസപ്ഷൻ ഹാൾ ഒരു മദ്യശാലയാക്കി മാറ്റി. അദ്ദേഹത്തോട് മറ്റുള്ളവർ കാര്യം തിരക്കിയപ്പോൾ പറഞ്ഞത്, ഞാൻ പെന്തിക്കോസുകാരനാണെങ്കിലും സമൂഹത്തിൽ ഉന്നത നിലയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നെ അറിയാവുന്ന സമൂഹത്തിലെ സമ്പന്നന്മാരും മഹാന്മാരും ഒക്കെ വരുമ്പോൾ മദ്യം വിളമ്പിക്കൊടുത്തില്ലെങ്കിൽ അതൊരു പോരായ്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെന്തിക്കോസുകാരനായ സഹോദരന്റെ മകന്റെ വിവാഹം ദൈവവചന പ്രകാരം നടത്തിയെന്ന് പറഞ്ഞ് റിസപ്ഷൻ ഹാൾ മദ്യശാലയാക്കിയെന്ന് ഒരു അക്രൈസ്തവനായ സഹോദരൻ വന്ന് എന്നോട് പറഞ്ഞപ്പോൾ എന്റെ ഹൃദയം തെല്ലൊന്ന് ഇടറുവാനിടയായി തീർന്നു. നിങ്ങൾ നോക്കണം, ആത്മീക ലോകത്തിൽ ഇന്ന് കാണുന്ന കാഴ്ചകൾ എത്ര ഭീകരമായ അവസ്ഥയാകുന്നു കാണുന്നത്. വചനാടിസ്ഥാനത്തിൽ ജീവിക്കുന്നു എന്ന് പറയുകയും വചനത്തിന്റെ പാതകളെ വിട്ടു തള്ളിക്കൊണ്ട് പാപത്തിന്റെ എല്ലാ ഭോഗങ്ങളെയും ആർത്തിയോടെ വിഴുങ്ങുവാൻ ആഗ്രഹിക്കുന്ന സമൂഹം വളർന്നു വരുമ്പോൾ ഓർത്തുകൊള്ളണം. അതുകൊണ്ട് ഞാൻ ദൈവമക്കളോട് പറയുക, ലോകത്തിൽ നിങ്ങൾ തികച്ചും ഒരു വേർപാടിൻ ജീവിതം ചെയ്തുകൊള്ളണം. ഈ അടുത്ത സമയത്ത് ഞാനായിരുന്ന സഭയിൽ ഒരു സഹോദരന്റെ വിവാഹം നടന്നപ്പോൾ അദ്ദേഹം എന്നോട് ഇപ്രകാരം പറഞ്ഞു, മറ്റൊരു സ്റ്റേറ്റിൽ നിന്ന് എന്റെ സുഹൃത്തുക്കളായി ചിലർ വരുന്നുണ്ട്, അവർക്ക് ഹോട്ടലിലാണ് റൂം അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ ചോദിച്ചു എന്താണ് കാര്യം? വീട്ടിൽ വന്നാൽ അസൗകര്യമാണ്, മാത്രമല്ല അവർക്ക് അല്പം മദ്യമൊക്കെ വേണം, അതുകൊണ്ട് അവരുടെ റൂമിൽ ആ ക്രമീകരണങ്ങളൊക്കെ ചെയ്തിരിക്കുക. ഞാൻ പറഞ്ഞു അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് അടുത്ത ആഴ്ച മുതൽ വേറെ സഭ നോക്കിക്കോളാൻ പറഞ്ഞു, ഇവിടെ കയറിയേക്കരുത് പറഞ്ഞു. ആ സഹോദരൻ ഭയപ്പെട്ടു, മാതാപിതാക്കളോടൊക്കെ ചെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ വന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് പറഞ്ഞാലും ശരി, ഇങ്ങനെയുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്താൽ അടുത്ത ആഴ്ച പുതിയ കോൺഗ്രിഗേഷൻ നോക്കിക്കോണം, കണ്ടുപോയേക്കരുത് പറഞ്ഞു. എന്നാൽ കൃപയാൽ ആ സഹോദരൻ ആ അവസ്ഥയിൽ നിന്ന് പിന്മാറി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. പെന്തിക്കോസ് ലോകമേ, തികഞ്ഞൊരു വേർപാടിൻ ജീവിതം നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണം. ആത്മീക ലോകം പോലും ഇന്ന് കാലിടറിപ്പോകുന്ന യാത്രയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. മദ്യപാനം എന്ന് പറഞ്ഞാൽ സാർവത്രികമായിരിക്കുകയാണ്. കല്യാണം കഴിച്ചാൽ മദ്യപാനം, കുട്ടിയുണ്ടായാൽ മദ്യപാനം, അതിന് പേരിടുന്ന സമയത്ത് മദ്യപാനം, ഇനി അതിന് മറ്റൊരു കാര്യമാണെങ്കിൽ അതിന് മദ്യപാനം, വീട് പ്രതിഷ്ഠയാണെങ്കിൽ വെഞ്ചരിപ്പാണെങ്കിൽ അതിന് മദ്യപാനം എന്ന് വേണ്ട, എവിടെ നോക്കിയാലും മദ്യപാനം. ഈ അടുത്ത സമയത്ത് മദ്യപാനത്തിന്റെ നിലകളൊക്കെ അങ്ങ് മാറി. ഏതെല്ലാം തരത്തിലുള്ള മദ്യമാണെന്നറിയാമോ? പുതിയ പുതിയ പേരുകളോടുകൂടെ ഏതെല്ലാം തരത്തിലുള്ളത്. ഈ അടുത്ത സമയത്ത് ഒരാൾ ഇപ്രകാരം പറഞ്ഞപ്പോൾ പുതിയ പുതിയ മദ്യങ്ങളുടെ ചില പേരുകളൊക്കെ പറഞ്ഞു. കേട്ടപ്പോൾ എനിക്കും അല്പം ചിരിയൊക്കെ വരുവാനിടയായി തീർന്നു. ഒരു പുതിയ മദ്യത്തിന്റെ പേരാണ് മഷിഹ.
എന്ന് പറഞ്ഞാൽ ഇത് അടിച്ചു കഴിഞ്ഞാൽ യേശു 3-ാം ദിവസം ഉയർത്തുപോലെ ഒറ്റ പെഗടിച്ചു കഴിഞ്ഞാൽ പിന്നെ 3-ാം ദിവസം ഇവൻ തലപൊക്കുകയുള്ളൂ. അതാണ് മിശിഹ എന്ന് പറയുന്നത്. പിന്നെ ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ സഹോദരന്മാർക്ക് മാത്രം ചേർന്ന് അടിക്കാൻ പറ്റുന്ന മറ്റൊരിടപാട്. അതിന്റെ പുറകെ ഓടുന്ന ആളുകൾ. ദൈവത്തിന് സ്തോത്രം. പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചു എന്താണ് ഈ പോസ്റ്റ്മാൻ? അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഈ പോസ്റ്റ്മാൻ എന്ന് പറയുന്ന സാധനം 2 പഗ് അകത്തോട്ട് പോയി കഴിഞ്ഞാൽ പോസ്റ്റ്മാൻ എടുത്തു കൊടുപ്പാൻ വീട്ടിൽ കയറുന്ന പോലെ എല്ലാ വീട്ടിലും കയറും, സ്വന്തം വീട് മാത്രം തിരിച്ചറിയത്തില്ല. പിന്നെ വേറൊരു സാധനത്തിന്റെ പേരാണ് ഓടേ മറിയ. ഞാൻ വിചാരിച്ചത് എന്തിനു മറിയ, പല മറിയെ കുറിച്ചും കേട്ടിട്ടുണ്ട്. ഓടേ മറിയ എന്ന് പറഞ്ഞാൽ ഇത് 2 അടിച്ചാൽ കൃത്യം 25 മിനിറ്റിനുള്ളിൽ എവൻ പോയി ഏതെങ്കിലും ഓടയിൽ മറിഞ്ഞു വീഴും. അതിന്റെ പേരാണ് ഓടേ മറിയ എന്ന് പറയുന്നത്. മറ്റൊരെണ്ണമുണ്ട് മണവാട്ടി. അത് ഭയങ്കരമാ. ദൈവത്തിന് സ്തോത്രം. ഈ മണവാട്ടി എന്ന് പറഞ്ഞ മണവാട്ടിയെ കണ്ടിട്ടില്ലേ? പുത്തൻ ദിവസങ്ങൾ മണവാട്ടി ഒരു ഭയങ്കര നാണമായിരിക്കും. ഇത് 2 പഗ് അകത്തോട്ട് ചെന്നാൽ പിന്നെ ഭയങ്കര നാണം. ആരുടെയും മുമ്പിൽ നിൽക്കത്തില്ല. ഇങ്ങനെ മൂക്കൊക്കെ പൊത്തി ഇങ്ങനെ നിന്നോളൂ. ഈ പരുവത്തിലുള്ള പലതും അടിച്ചുകൊണ്ട് മദ്യപാനം സദാചാരമെന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് മുൻപോട്ട് പോകുന്ന ആളുകളെ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന വാത്സല്യ സ്നേഹിതരെ, നാം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായി പുറപ്പെട്ടു പോകരുത്. അടുത്ത സമയത്ത് മിലിറ്ററിയിൽ നിന്ന് പെൻഷനായ ഒരു സഹോദരൻ എന്റെ അടുക്കൽ വന്ന് തന്റെ അവസ്ഥകളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, കോട്ടയൊക്കെ കിട്ടാറുണ്ടോ? റമ്മ് 3x റമ്മൊക്കെ കിട്ടാറുണ്ടോ? പറഞ്ഞു കിട്ടാറുണ്ടോ ചാ, 10-12 വർഷമായിട്ട് കിട്ടാറുണ്ട്. ഞാൻ ചോദിച്ചു എന്ത്? ഞാൻ കുടിക്കത്തില്ല, വാങ്ങിച്ച് വല്ലവർക്കും കൊടുക്കൂ. ഞാൻ അദ്ദേഹത്തെ മുറിക്കകത്ത് വിളിച്ചുകൊണ്ടുപോയി തിരുത്തി വചനം പറഞ്ഞു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ ഇത്ര കാലം തെറ്റ് ചെയ്തു പോയല്ലോ, കുടിക്കത്തില്ല, പക്ഷെ വാങ്ങിച്ച് മറ്റുള്ളവർക്ക് കൊടുത്ത് അതിന്റെ കാശ് വാങ്ങി. ഞാൻ പറഞ്ഞു അതിന്റെ കാശ് ഇനി അടുത്ത മാസം തൊട്ട് വേണ്ട, അത്രയും പൈസ ഞാനങ്ങ് തന്നേക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള ബന്ധിക്കോസുകാരായ ആളുകളുണ്ട്. കുടിക്കത്തില്ല, പക്ഷേ കിട്ടുന്ന കോട്ട കളയാൻ പറ്റുമോ? അത് വാങ്ങി വല്ലവർക്കും കൊടുക്കുന്നവർ, അതിന്റെ പൈസ. പ്രിയമുള്ളവരെ, അതുണ്ടെങ്കിൽ അതും നമുക്ക് വേണ്ട. ദൈവത്തിന് സ്തോത്രം. ബൈബിൾ പറയുന്നു, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും, അടുത്തത് ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട്. ദൈവത്തിന് സ്തോത്രം. ഉപജീവന ചിന്തകളാൽ ഇന്നത്തെ ലോകത്തിലെ മനുഷ്യനെ തളർത്തിക്കളയുന്ന ഒരു ചിന്താഗതിയാണ് ഉപജീവന ചിന്ത. നാളെ എങ്ങനെ പോകും? എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ എങ്ങനെ പഠിപ്പിക്കൂ? എന്റെ വീടിന്റെ അവസ്ഥ നാളെ എങ്ങനെ മുൻപോട്ട് പോകും? ഈ ചിന്ത ഇങ്ങനെ മനസ്സിൽ വന്ന് അവൻ ഭാരപ്പെട്ട് ആത്മീക ജീവിതത്തിലും ഭൗമിക ജീവിതത്തിലും ഒരുപോലെ തളർന്ന് ടെൻഷൻ കൂടി അവസാനം ഡിപ്രഷൻ ഉണ്ടായി മുൻപോട്ട് പോവുകയാണ്. ഇങ്ങനെ പോകുന്ന എത്രയോ പേരുണ്ട്. യേശു തമ്പുരാൻ ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞു, ആകാശത്തിലെ പറവകളെ നോക്കുവീൻ, അവ കൊയ്യുന്നില്ല, വിതയ്ക്കുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നില്ല, പക്ഷേ അവയുടെ ദൈവം അവയെ പോറ്റുന്നു. നിങ്ങൾ അവയേക്കാൾ എത്ര വിലയുള്ളവരാകുന്നു. ദൈവത്തിന് സ്തോത്രം. ആകാശത്തിൽ ചിറകടിച്ചുയർന്നു പോകുന്ന പറവകൾ അവ എങ്ങും കൊണ്ട് വിതയ്ക്കുന്നില്ല. TUDO 5816 എന്നൊക്കെ പറയുന്ന വിത്തുകളൊന്നും പാടമുഴുതു മറിച്ച് കാറ്റുമ്പോൾ സുവതറി അതിനകത്തുകൊണ്ട് വിതച്ച് കൊയ്ത് പത്തായത്തിൽ കൂട്ടുവാൻ ഒരു പറവകളും പോകുന്നില്ല. പക്ഷേ പട്ടിണി കൊണ്ട് ഒരു പറവകളും മരിച്ചതായി ഇന്ന് വരെ ലോകത്തിൽ റിപ്പോർട്ടില്ല. മനുഷ്യൻ ചത്തതായിട്ടുണ്ട് പട്ടിണി കൊണ്ട്. ലോകത്തിന്റെ ഇന്നത്തെ കണക്കെടുത്താൽ ഏതാണ്ട് 160 കോടിയോളം ജനങ്ങൾ ലോകത്തിൽ മുഴുവൻ പട്ടിണിയിലാണ്. എന്നാൽ ഒരു പറവകളും പട്ടിണി കൊണ്ട് മരിച്ചതായി പറയുന്നില്ല. എന്തേ കാരണം? അവയെ പോറ്റുന്നൊരു ദൈവമുണ്ട്. ഉപജീവന ചിന്തകളാൽ ഭാരപ്പെട്ട് ജീവിതം മുൻപോട്ട് നയിച്ചാൽ യേശു പറയുന്നു, ആ ദിവസം കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. ആ ദിവസം കണി പോലെ ഉപജീവന ചിന്തകൾ. ഇന്ന് മനുഷ്യനെ വല്ലാത്ത ചിന്തകൾ അങ്ങ് അലട്ടിക്കൊണ്ടുപോകുക. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ എന്തും ചെയ്യുന്നവർ, മുൻപോട്ട് എങ്ങനെ പോകുമെന്നറിയാതെ ഭാരപ്പെട്ട് വ്യാകുലപ്പെട്ടു പോകുന്ന ജീവിതങ്ങൾ എത്രയോ ദാരുണമായ അവസ്ഥയാ. ഒരിക്കലൊരു മനുഷ്യന്റെ കഥ ഞാൻ ഇപ്രകാരം കേട്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രായമുള്ള ഒരു മനുഷ്യൻ കയ്യിലൊരു കാലം കൊടയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു മുൻപോട്ട് പോകുന്ന വഴിയിൽ ഒരു പുഴയുടെ കരയിലേക്ക് താൻ വന്നുപോലും. പുഴയുടെ കരയിൽ വന്നിട്ട് താൻ നോക്കിയപ്പോൾ ആ പുഴയുടെ അങ്ങേക്കരയിൽ ഒരു വീട്ടിലൊരു പട്ടിയെ കെട്ടിയിട്ടിരിക്കുന്നു തൊടലില്. ആ പട്ടി ഇങ്ങനെ തൊടലിൽ കിടന്ന് കെട്ടിയിട്ടിരിക്കുകയാണെങ്കിലും അത് ഇളകി മറിഞ്ഞ് കുരയ്ക്കുകയാണ്. അദ്ദേഹം കുറെ നേരം നോക്കി എന്നിട്ട് കയ്യിലിരുന്ന 450 രൂപയുടെ പോപ്പിക്കൂടെ ഒറ്റയടിക്കാൻ ഓടിച്ചു തറയില്. എന്നിട്ട് നെഞ്ചത്തൊടി തുടങ്ങി അയ്യോ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ആളുകളെല്ലാം ഓടിക്കൂടി എന്ത് പറ്റിയപ്പച്ചാന്ന് ചോദിച്ചപ്പോൾ പറയുക, പിന്നെ ഇടിച്ചുകൊണ്ട് കരയുക, എന്ത് പറ്റി പറ. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, അയ്യോ ആ പട്ടിയുടെ തുടലങ്ങ് അറ്റുംപോയി, ഈ പുഴയിലെ വെള്ളം അങ്ങ് വറ്റിയും പോയാൽ എന്റെ അവസ്ഥ എന്തായാലും. ഇത് രണ്ടും സംഭവിക്കാൻ പോകുന്നതല്ല, പക്ഷെ വ്യാകുല ചിന്തയാൽ നെഞ്ചത്തടിച്ച് നെഞ്ചിനകത്ത് നീർക്കെട്ടുണ്ടായത് മിച്ചം. ഇന്ന് പലരും ഇങ്ങനെ ആ വ്യാകുല ചിന്ത എന്തൊക്കെയോ സംഭവിക്കും എന്നോർത്ത് ഇങ്ങനെ വ്യാകുല ചിന്തയിൽ പോവുക. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇത് ശത്രുവിന്റെ വലിയൊരു ആയുധമാണെന്ന് പഠിച്ചു കൊള്ളണം. ഉപജീവന ചിന്തകളാൽ മനസ്സ് ഭാരപ്പെട്ട് തളർന്ന് ശത്രു നമ്മെ തളർത്തി വലിച്ചു കളയാതിരിപ്പാൻ യേശു പറയുന്നു, ആ ദിവസം കണി പോലെ വരാതിരിപ്പാൻ
ചിന്തിപ്പാൻ മദ്യപാനവും അതിഭക്ഷണവും ഉപജീവന ചിന്തകളാലും നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വന്നാട്ടെ. 22 വാക്യം വായിക്കുമ്പോൾ അവിടെ ദൈവവചനം ഒരു കാര്യം ഓർപ്പിക്കുന്നു. 22 അധ്യായം യേശു പറഞ്ഞ ഒരു ഉപമയുടെ അർത്ഥമാണ്. ഒന്ന് വായിച്ചാട്ടെ. മത്തായിയുടെ സുവിശേഷം 13 അധ്യായം 22 വാക്യത്തിൽ ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് മതി. ഈ ലോകത്തിന്റെ ചിന്ത, ധനത്തിന്റെ വഞ്ചന, ഇത് വചനത്തെ ഞെരുക്കിക്കളയും. ഈ ലോകത്തിന്റെ ചിന്തയിലാണെന്ന് പലരുടെയും മുൻപോട്ടുള്ള പോക്ക്. ആധുനിക ലോകത്തിലെ മനുഷ്യൻ എപ്പോഴും ചിന്തിക്കുക. എന്തിനാൽ ആധുനിക ലോകത്തുള്ളവരോട് പറയുന്നത് പെന്തിക്കോസുകാരായ ദൈവമക്കൾക്ക് പോലും എപ്പോഴും ചിന്ത ലോകത്തെക്കുറിച്ചാണ്. ദൈവത്തിന് സ്തോത്രം. ആത്മീകമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിപ്പാൻ സമയമില്ല. ആത്മീയ കുടിവരകളെ കുറിച്ച് ചിന്തിപ്പാൻ സമയമില്ല. ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയുമായി മുൻപോട്ട് പോകുന്ന സമൂഹം. ഇന്ന് രാത്രി വേളയിൽ ഞാൻ ദൈവമക്കളോട് പറയുക, നമ്മുടെ ചിന്ത ഈ ലോകത്തിന്റേത് മാത്രമാകരുത്. ആത്മീകമായ ചിന്താഗതികളോടുകൂടെ വേണം നാം മുൻപോട്ട് യാത്ര ചെയ്യുവാൻ. ധനത്തിന്റെ വഞ്ചന ഇന്ന് പലർക്കും അതാണ്. സാമ്പത്തികമായ വിഷയങ്ങളെ കുറിച്ചുള്ള വലിയ ചിന്തയാണ്. വല്ലാത്ത ചിന്താഭാരത്തിൽ മുൻപോട്ട് പോവുകയാണ്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടെയാണ് കൂട്ടേണ്ടത്, എവിടെയാണ് വസ്തു കൂട്ടേണ്ടത്, ഏത് ബാങ്കിലാണ് ഇടേണ്ടത്, പലിശ എവിടെയാണ് കൂടുതൽ. ദൈവത്തിന് സ്തോത്രം. ഇത് പറ്റിയില്ലെങ്കിൽ ഏത് ഷെയറിലാണ് പോയി പങ്കെടുക്കേണ്ടത് എന്ന് വിചാരിച്ച് ഷെയർ ഹോൾഡർ ആകുവാൻ ശ്രമിക്കുന്നവർ. ഒരിക്കലും ഒരു മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്താണെന്നറിയാം പ്രാർത്ഥന? ഒരു പ്രത്യേക ദിവസം താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, അടുത്ത വർഷം ഈ സമയത്തുള്ള പത്രം എന്നെ ഒന്ന് കാണിക്കണം. ദൈവം ചോദിച്ചു എന്തിനാ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞു, ഒരു വർഷത്തെ മുൻകൂട്ടിയുള്ള പത്രം ഒന്നും കാണിക്കാൻ പറ്റുകയില്ല. ഇവൻ വീണ്ടും പറഞ്ഞപ്പോൾ ദൈവം ചോദിച്ചു, എന്താ കാര്യം? ഞാനൊരു 7 ഷെയർ കൂടിയിട്ടുണ്ട്, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ അത് എടുക്കേണ്ടതാ. ആ പത്രത്തിൽ നോക്കിയാൽ ഒന്ന് അറിയാൻ പറ്റുമല്ലോ. ഇവന്റെ കിണഞ്ഞുള്ള അപേക്ഷ കേട്ടിട്ട് ദൈവം തമ്പുരാൻ അടുത്ത വർഷം ആ സമയത്തുള്ള പത്രം ഇവനെ ഒന്ന് കാണിച്ചു പോലും. ഇവൻ പത്രമൊക്കെ എടുത്ത് താഞ്ഞു പിടിച്ച് ഷെയറിന്റെ പേജൊക്കെ എടുത്തപ്പോൾ ആ ഷെയർ ഏതാണ്ട് 7 മടങ്ങ് വർദ്ധിച്ചു കിടക്കുക. 2 കൈ ഉയർത്തി പത്രം കാണിച്ച് ദൈവത്തെ സ്തുതിച്ചു. കാരണം സമ്പത്ത് വർദ്ധിച്ചതിലുള്ള സന്തോഷം. ഏതായാലും പേപ്പർ കിട്ടിയതല്ലേ എന്ന് വിചാരിച്ച് പത്രത്തിന്റെ താളുകൾ ഓരോന്നോരോന്ന് മറിച്ചു നോക്കിയപ്പോൾ പരിചയമുള്ള ഒരു നല്ല പടം കാണുന്നു. നോക്കിയപ്പോൾ തന്റെ പടമാണ് അവിടെ കാണുന്നത്. മേളിലുള്ള വാർത്ത നോക്കിയപ്പോൾ 41ാം ചരമദിനം എന്ന് എഴുതി വെച്ചേക്കുകയാണ്. ഷെയർ ഹോൾഡർ ഷെയർ 7 മടങ്ങായിട്ട് വർദ്ധിച്ചെങ്കിലും 7 മടങ്ങ് വർദ്ധിച്ചപ്പോൾ പുള്ളി ചത്തിട്ട് 41 ദിവസമായി. എന്നെ കേൾക്കുന്ന പ്രിയരെ, സമ്പത്തിനെ കുറിച്ച് ആകുല ചിന്തയോടുകൂടെ മുൻപോട്ട് പോയാൽ ഇതൊന്നും നമുക്ക് അനുഭവിക്കാൻ കഴിയുമോ എന്ന് ആർക്കറിയാം. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകം പറയുന്നു, കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളണം. അതുകൊണ്ട് ഈ ലോകത്തിലേക്കുള്ള ചിന്തയൊക്കെ അവസാനിപ്പിച്ച് അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലൻ പറയുന്നു, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. വായിച്ചാട്ട് 2-ാമത്തെ വാക്യം. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിക്കണം. ഇന്ന് രാത്രി വേളയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്നു, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് നാം ചിന്തിക്കണം. ഇന്ന് പലപ്പോഴും പലർക്കും ഉയരത്തിലുള്ളതിനെ കുറിച്ച് ചിന്തിപ്പാൻ സാധ്യത എപ്പോഴും ഭൗമികമായ കാര്യങ്ങളെ കുറിച്ചാണ്. എന്റെ ബിസിനസ് എങ്ങനെ നന്നാക്കാം, എന്റെ കുടുംബത്തെ എങ്ങനെ വർദ്ധിപ്പിക്കുക, ഇപ്പോഴുള്ള ബാങ്ക് ബാലൻസ് അല്പം കൂടെ എങ്ങനെ കൂട്ടാം, എന്റെ ജോലിയിൽ എനിക്ക് എങ്ങനെ പുരോഗതി ഉണ്ടാകാം. ഉയരത്തിലുള്ളതൊന്നും ചിന്തിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഭൗമികമായ കാര്യം. ഒരു മൃഗമുണ്ട്, ആ ജന്തുവാണെങ്കിൽ ആയുസിൽ മേലോട്ട് നോക്കത്തില്ല, ഒരു പ്രാവശ്യം മാത്രമേ മേലോട്ട് നോക്കൂ എന്നാ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും തറയിൽ നോക്കിയാ പോകുന്നത്. എന്താണെന്നൊന്നും ഇപ്പൊ ഞാൻ വ്യക്തമായി പറയുന്നില്ല. പന്നി എന്നാണ് ആ മൃഗത്തിന്റെ പേര്. എപ്പോഴും തറയിൽ ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കൂ. അതിനു വേണ്ട മാലിന്യങ്ങൾ എവിടെങ്കിലും ഉണ്ടോ? ഇങ്ങനെ നോക്കി 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 പോകുമ്പോൾ ഒടുവിൽ ഒരു ദിവസം ഇവനെ കൊല്ലാനായിട്ട് ആളുകൾ പിടിച്ചിട്ട് കൈകാലുകൾ, മുൻകാലും പിൻകാലുകളും കൂട്ടിക്കെട്ടി ഇതിനിടയിൽ കൂടെ ഒരു ഉളക്കയിട്ട് ആളുകൾ ചേർന്ന് തോളിൽ ദേഹത്തെ മലത്തി അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ അന്നായി ആകാശം ആദ്യമായിട്ട് കാണും. അന്നാ ചിന്തിക്കുന്ന, ആഹാ, പുതിയ യെരൂശലേം ഉണ്ടല്ലോ, സിയോൻ ഉണ്ടല്ലോ, പുതിയ ആകാശം ഉണ്ടല്ലോ, സ്വർഗമുണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന അന്നാ. പിന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കാനും നേരമില്ല. അധികം താമസിക്കുന്നതിന് മുമ്പ് നല്ല കൂടം വന്ന് നെറ്റിക്ക് വീഴും, വാവളർന്ന് ചത്തുപോകും. ഇന്ന് രാത്രി ദൈവമക്കളോട് ഞാൻ പറയുക, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുക, ഭൗമികമായ ജീവിതം അല്പകാലമാണ്.
അതുകൊണ്ടാണ് ഒരു ഭക്തൻ ഇപ്രകാരം പാടിയത്, അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, അല്പകാലമേ ഉള്ളൂ. 70 സംവത്സരം, ഏറിയാൽ 80 നോക്കിയാ. അത് മോശ പറഞ്ഞതാ. ഇന്നത്തെ അവസ്ഥ നോക്കിയാൽ 40, ഏറിയാൽ 50. ഒന്നുകിൽ അതിനിടെ തീരും, ഇല്ലെങ്കിൽ ഒരു 4 കൂട്ടം രോഗമെങ്കിലും നടക്കാൻ പറ്റാത്ത പരുവത്തിൽ കയറി പിടിക്കും. ഇതാ ഇന്നത്തെ മനുഷ്യന്റെ അവസ്ഥ. ഇതെല്ലാം കൂടെ ചുമന്നുകൊണ്ട് പോകാൻ വയ്യാത്ത അവസ്ഥയിൽ മനുഷ്യവർഗം ഇങ്ങനെ കിതച്ചു പിടിച്ച് മുൻപോട്ട് യാത്ര ചെയ്യുക. എന്നെ കേൾക്കുന്ന വാത്സല്യ സ്നേഹിത, ഉയരത്തിലേക്കൊരു നോട്ടമുണ്ടായിരിക്കണം. ഭൂമിയിലുള്ളതല്ല നീ ചിന്തിക്കേണ്ടത്. ലോകം നിന്നെ കൈവിടുന്ന ഒരു ദിവസമുണ്ട്. ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച മഹാന്മാർ ലോകത്തുനിന്ന് വിടുകയരായി പോയിട്ടുള്ള കാഴ്ച കണ്ടിട്ടില്ലേ? ആ ദൈവത്തിന് സ്തോത്രം. ഗ്രീക്ക് സാമ്രാജ്യത്തെ കുറിച്ച് പഠിച്ചാൽ അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറയുന്ന മഹാനായ ചക്രവർത്തി ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച് മഹാസമുദ്രത്തെ നോക്കി പറഞ്ഞു, മഹാസമുദ്രമേ, നീ ഒരു കരയായിരുന്നെങ്കിൽ എന്റെ കുതിരയുടെ കുളമ്പുകൾ നിന്നെ മണ്ണിനെയും കീഴടക്കുമായിരുന്നു. എല്ലാം പറഞ്ഞ് ലോകം മുഴുവൻ കീഴടക്കിയ അലക്സാണ്ടർ ചക്രവർത്തി ഒരു ജ്വരം ബാധിച്ച് പനി പിടിച്ച് കട്ടിലേൽ ചുരുണ്ട് കിടന്ന് അവസാനം കാറ്റുപോയി. അപ്പോൾ തന്റെ സൈന്യാധിപനായ സെലൂക്കസിനെ വിളിച്ചിട്ട് പറഞ്ഞു, സെലൂക്കസേ, ഞാൻ ചാകുമ്പോൾ ചത്തുകഴിഞ്ഞ എന്റെ ശവം എന്നെ കൊണ്ടുപോകുന്ന സമയത്ത് കൈ രണ്ടും എടുത്ത് പെട്ടിക്ക് വെളിയിലേക്ക് ഇട്ടേക്കണം. ആളുകൾ ചോദിക്കുകയാണെങ്കിൽ പറയണം, ലോകം മുഴുവൻ പിടിച്ചടക്കി അലക്സാണ്ടർ വിടുകയ്യനായി പോകുന്നതിൽ ലോകം കാണട്ടെ. ലോകം കൈവിടും സ്നേഹിത. 10 ഏക്കർ ഭൂമി ഉണ്ടെങ്കിലും ഈ ലോകം കൈവിടും. അടുക്കി പിടിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല. 50 കോടി രൂപ ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ മരിച്ചു പോയി കഴിഞ്ഞാൽ, മരണമെന്ന് പറയുന്ന നിത്യ ദൈവത്തിന്റെ തത്വം നമ്മുടെ കണ്ണ് തപ്പി മൂടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകുവാൻ സാധ്യമല്ല. എവിടെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൻ സമ്പാദിച്ചുണ്ടാക്കി 50 ലക്ഷം രൂപ ഫെഡറൽ ബാങ്കിൽ കിടക്കുന്നു, പിന്നെ ഒരു 40 ലക്ഷം രൂപ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ കിടക്കുന്നു. അപ്പൻ മരിച്ചുപോയി. മൂത്ത മോൻ വന്നിട്ട് പറയുക, ഇത്രയും 10-90 ലക്ഷം രൂപ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലേ, അപ്പച്ചന് ആവശ്യം വരികയാണെങ്കിൽ കടുങ്കാപ്പി കുടിക്കാൻ 1 ലക്ഷം രൂപ പെട്ടിയുടെ സൈഡിൽ ഇരുന്നോട്ടെ എന്നും പറഞ്ഞ് ആരെങ്കിലും കൊണ്ട് കുഴിച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ല. ഇനി അഥവാ വെച്ചാൽ തന്നെ രാത്രി ഇളയമോൻ പോയത് തുറന്നുകൊണ്ട് പോക്കളയും. അതാണ് ലോകം. ഒരു പൈസ പോലും തന്നുവിടില്ലെന്ന് പഠിക്ക്. ഈ ലോകം നമുക്കൊന്നും തരികയില്ല. വെറും കയ്യോടെ, ദൈവത്തിന് സ്തോത്രം, ഇവിടെ നിന്ന് പോകേണ്ടതായിട്ട് വരും. സമ്പാദ്യങ്ങളൊക്കെ ഇവിടെ ആർക്കെങ്കിലും ആരനുഭവിക്കുന്നു ആർക്കറിയാം. ആർക്കെങ്കിലും ഒക്കെ വിട്ടിട്ട് ഇവിടം വിട്ട് ഒരു ദിവസം യാത്ര പറഞ്ഞു പോകേണ്ടതായിട്ട് വരും. ലോകം നമുക്ക് സുരക്ഷിതമായ സ്ഥാനമല്ല. ഈ ലോകം നമുക്ക് നിലനിൽപ്പിനുള്ള സ്ഥലമല്ല. ദൈവത്തിന് സ്തോത്രം. ഒന്നും നേടുവാൻ സാധ്യമല്ല. അതുകൊണ്ട് പറയുകയാ, ഉയരത്തിലുള്ളത് ചിന്തിക്കണം. ഉയരത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഒരു ചിന്തയുണ്ടായിരിക്കണം. ഒരു നിത്യമായ സ്വർഗമുണ്ട്. ഈ ലോകത്തിലെ താൽക്കാലികമായ വാസം കഴിഞ്ഞാൽ ഒരു നിത്യമായ സ്വർഗം മനുഷ്യ ജീവിതത്തിലുണ്ട് എന്ന് ദൈവം പറയുന്നു. അതാണ് നിത്യത. ഭക്തനായ ജോബ്, മനസാക്ഷിയുഗത്തിൽ ജീവിച്ച ജോബ് ഇപ്രകാരം ചോദിച്ചു, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെയാകും, എവിടെ പോകും? ദൈവത്തിന് സ്തോത്രം. എവിടെ പോകും എന്നുള്ളതിനെ കുറിച്ച് ഒരു അറിവുണ്ടായിരിക്കണം. എങ്ങോട്ട് പോകും? ഈ ലോകത്തെ വിട്ട് യാത്ര പറഞ്ഞാൽ എവിടേക്ക് പോകും? ദൈവത്തിന് സ്തോത്രം. പറയുന്നത് കേട്ടിട്ടില്ലേ? മനുഷ്യന്റെ അവസാനത്തെ കുറിച്ച് പറഞ്ഞാൽ ആളുകൾ പറയും മരിച്ചു പോയി. എവിടെ പോയി? അതറിയത്തില്ല, ഏതായാലും പോയി. ദൈവത്തിന് സ്തോത്രം. ചിലർക്ക് സന്തോഷം, പോയി കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിലാ പലരുടെയും പോക്ക്. പോകും, ഇവിടം വിട്ട് ഒരു ദിവസം പോകും. ദൈവത്തിന് സ്തോത്രം. ജ്ഞാനിയായ ശലോമോൻ ദൈവം തനിക്ക് കൊടുത്ത ജ്ഞാനത്താൽ ഇപ്രകാരം പറയുവാനിടയായി തീർന്നു, പൊടി പണ്ട് ആയിരുന്നത് പോലെ പൊടിയിലേക്ക് ചേരും. ആത്മാവോ അതിനെ അയച്ച ദൈവത്തിന്റെ അടുക്കലേക്ക് പോകും. അത് ഉയരത്തിലേക്ക് യാത്ര ചെയ്യും. ഇന്ന് രാത്രി വേളയിൽ എന്നെ കേൾക്കുന്ന വാത്സല്യ സുഹൃത്തേ, ഈ ലോകത്തിൽ ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നിനക്ക് ആയുസ്സ് തന്നു, ജീവിത സുഖങ്ങൾ നൽകി, എല്ലാ സൗഭാഗ്യങ്ങളും നിന്റെ മുൻപാകെ നൽകിയപ്പോൾ ഉയരത്തിലെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം യാത്ര ചെയ്ത് മുൻപോട്ട് പോയാൽ ഒരു ദിവസം സത്തുപോകും. അന്ന് എവിടേക്കാണ് പോകുന്നതെന്നുള്ള ഉറപ്പ് ജീവിതത്തിൽ ഉണ്ടായിരിക്കില്ല. നമുക്കറിയാമല്ലോ, ഫിലോസഫി, ഫാദർ ഓഫ് ഫിലോസഫി എന്ന് പറയുന്നത് സോക്രട്ടീസ് ആണ്. തത്വചിന്തകളുടെ പിതാവ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അദ്ദേഹം തന്റെ തത്വചിന്തകളൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ തന്റെ ശിഷ്യന്മാരിൽ ഒരാൾ വന്ന് ഇപ്രകാരം പറയുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഗുരു സോക്രട്ടീസിനോട് ചോദിച്ചു, ഗുരു, ഈ ലോകത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരാകുന്നു? ദൈവത്തിന് സ്തോത്രം. അപ്പോൾ സോക്രട്ടീസ് പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാ, മനുഷ്യൻ മരിക്കുന്നതിന് മുൻപ് അവന്റെ ആത്മാവ് പോയി വിശ്രമിപ്പാൻ ജീവനോടിരിക്കുമ്പോ അതിന് ഇടം കണ്ടുപിടിച്ച മനുഷ്യനാരോ അവനാണ് ഭാഗ്യവാൻ. തത്വചിന്തകളിൽ ഒന്നും അത് പറഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹം പറയുകയാണ്, ഈ ലോകത്തിൽ ജീവനോടെ ഒരുവൻ പാർക്കുമ്പോൾ മരണ
മരണശേഷം അവന്റെ ആത്മാവ് വിശ്രമിപ്പാനുള്ള ഇടം ആര് കണ്ടുപിടിക്കുന്നുവോ അവനാണ് ഭാഗ്യവാൻ. ഇന്ന് രാത്രിവേളയിൽ ആ നിലയിലുള്ള ഭാഗ്യശാലികൾ ഇവിടെ ഉണ്ടോ? നിങ്ങൾ മരിച്ചാൽ, ഈ ലോകത്തോട് യാത്ര പറഞ്ഞാൽ, എന്റെ ആത്മാവ് സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ വിശ്രമിക്കൂ. ഉറപ്പുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആ ഉറപ്പോടുകൂടെ നാം മുൻപോട്ട് പോകണം. എപ്പോഴാണെന്ന് പറയാൻ സാധിക്കില്ല, എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. എപ്പോഴാണെങ്കിലും ആ ഉറപ്പോടുകൂടെ നമ്മുടെ ചുവടുകൾ എടുത്തു വയ്ക്കണം. ആകയാൽ ഉയരത്തിലുള്ളത് ചിന്തിക്കണം. കണി പോലെ ആ ദിവസം നമുക്ക് വരരുത്. അടുത്തതായി നാം നോക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ പുനരാഗമനം എന്ന് പറയുന്ന അന്ത്യകാല രക്ഷയിൽ ദൈവത്തിന് സ്തോത്രം എന്താണ് സംഭവിപ്പാൻ പോകുന്നത് എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. വായിച്ചട്ടെ, റോമാലേഖനം 8-ാം അധ്യായം 18-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 18-ാമത്തെ വാക്യം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ നമ്മിൽ എണ്ണുന്നു. വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല. ദൈവത്തിന് സ്തോത്രം. വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല. പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ റോമാസഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതിയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, യേശു ക്രിസ്തുവിന്റെ പുനരാഗമനം എന്നുള്ളത് വെളിപ്പെട്ടു വരുവാൻ പോകുന്ന തേജസ്സാകും. ഒരു മനുഷ്യനിലെ തേജസ് അവനെ അണിയിക്കുന്ന ഒരു പ്രത്യേക അനുഭവമാണ് ഈ അന്ത്യകാല രക്ഷ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യനിലേക്ക് തേജസ് വരുന്നെന്ന് പറയുന്നത്? ആദിമ ഏതെല്ലാം നാം നോക്കിയാൽ മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയപ്പോൾ തേജസ് ഉള്ളവനായി അവനെ സൃഷ്ടിച്ചു വന്ന, എന്നാൽ ഇന്നത്തെ ലോകത്തിലെ മനുഷ്യർക്ക് ആർക്കും ഈ തേജസ് ഇല്ല. ആദ്യമായി തേജസ്സോടുകൂടെ സൃഷ്ടിക്കപ്പെട്ടത് ആദാമായിരുന്നു. ഹവ്വ സൃഷ്ടിക്കപ്പെട്ടപ്പോഴും ഉണ്ടായി. പിന്നെ ഒരൊറ്റ മനുഷ്യനും തേജസ് ഉള്ളവനായി ലോകത്തിൽ വന്നില്ല. എന്തേ കാരണം? ദൈവത്തിന്റെ മകനായിരുന്ന ആദാമിനെ ദൈവം സ്വന്തം കൈകളാൽ ഭൗമോപരിതലത്തിലെ പൊടിയെടുത്ത് ഒരു രൂപമുണ്ടാക്കി ദൈവത്തിന്റെ ജീവാംശം അവന്റെ ശരീരത്തിന്മേൽ ഉൾക്കൊള്ളിച്ച് അവനെ ജീവനുള്ള ദേഹിയാക്കി തീർത്തപ്പോൾ അവൻ തേജസ് ഉള്ളവനായിരുന്നു. സൃഷ്ടിയുടെ ആരംഭത്തില് മനുഷ്യൻ തേജസ് ഉള്ളവനായി. എന്നാൽ ഇന്ന് മനുഷ്യന് തേജസ് ഇല്ല. എന്താ കാരണം? ആദിമ ഏദനിൽ ദൈവത്തിന്റെ മനുഷ്യനായ ആദാം പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി. പൗലോസ് പിൽക്കാലത്ത് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു ദൈവത്തിന്റെ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. പാപം മനുഷ്യനെ വാണപ്പോൾ അവൻ ദൈവ തേജസ് ഇല്ലാത്തവനായി പോയി. എന്നാൽ ദൈവം സ്നേഹവാനാകട്ടോ, സ്നേഹവാനായ ദൈവം തന്റെ സൃഷ്ടിയായ മനുഷ്യനെ വീണ്ടും ആ തേജസ്സിന്റെ മകുടം അണിയിക്കുവാൻ തന്റെ പുത്രനായ യേശുവിനെ ലോകത്തിലേക്ക് അയച്ചു. ഏകജാതനായവൻ ലോകത്തിൽ വന്നപ്പോൾ ദൈവവചനം വിളിച്ചു പറയുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി നൽകി തന്നവൻ അതോടുകൂടെ സകലവും തരാതിരിക്കുമോ? ആദരിക്കാതെ ലോകത്തിലേക്ക് യേശുവിനെ ദൈവം അയച്ചു എന്ന് ബൈബിൾ പറയുക. എന്തിനാണ് അയച്ചത്? പാപം നിമിത്തം മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടുവോ അതെല്ലാം മടക്കി കിട്ടുവാൻ ദൈവം അവന് കൊടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ അത്. മനുഷ്യന് ഈ നിലയിൽ വല്ലാതെ ഭാരപ്പെട്ടു പോവുകയാണ്. എന്ത് ചെയ്യണമെന്നറിയുകയില്ല. ചിലരാണെങ്കിൽ പഠിക്കും. ഒരിക്കല് ഒരു മനുഷ്യൻ ഇങ്ങനെ പറമ്പിൽ പണിയെടുക്കുകയാണ്. നിത്യേന ജോലിയെടുത്ത് കൂലി വാങ്ങിച്ച് വീട് പുലർത്തുന്ന ഒരു മനുഷ്യൻ പറമ്പിൽ പണിയെടുക്കുക, തൂമ്പായിക്ക് പണിയെടുത്ത് പറമ്പിൽ പണിയെടുക്കുമ്പോൾ ഒരു മിഷണറി ആ വഴിയിൽ കൂടെ യാത്ര ചെയ്തു വരികയാണ്. വന്ന് ഈ മനുഷ്യന്റെ കഷ്ടപ്പാട്, ഒരു തോർത്തുമുണ്ടൊക്കെ ഉടുത്ത് ആഞ്ഞു പിടിച്ച് കളച്ച് തല മുതൽ പാദം വരെ വേർത്തൊഴുകുകയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുക, ഹോ എന്തൊരു കഷ്ടമെന്ന് നോക്കണേ, ആദിമകാലത്തിൽ ആ അപ്പൂപ്പനുണ്ടാക്കി വെച്ച കുഴപ്പം കൊണ്ട് ഞങ്ങൾ കിടന്ന് വേർത്തൊഴുകുക. അപ്പൊ ഈ മിഷണറി ചോദിച്ചു, എന്താ കാര്യം? അന്ന് ദൈവം ആദാമിനോട് പറഞ്ഞില്ലേ, നീ വിയർപ്പോടെ അപ്പം ഭക്ഷിക്കും, നിന്റെ സന്തതി വിയർപ്പോടെ അപ്പം ഭക്ഷിക്കും. അന്ന് ഈ ആദാം വലിപ്പനുണ്ടാക്കി കുഴപ്പം കൊണ്ട് ഇന്ന് തലമുറകളായി ഞങ്ങൾ അനുഭവിക്കുന്ന പാടേ. അപ്പോ മിഷണറി ചോദിച്ചു, ഓഹോ അങ്ങനെയാണോ? എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഇദ്ദേഹം ഇന്ന് മുതൽ നിങ്ങളെ ഞാൻ മറ്റൊരവസ്ഥയിലാക്കാൻ പോകുകയോ. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് മിഷണറി ഒരു പ്രധാനപ്പെട്ട വീട്ടിലേക്ക് പോയി. ഒരു കൊട്ടാരത്തിൽ കൊണ്ടുപോയി ഇവനെ നല്ല ലൈബോയ് പ്ലസിന്റെ സോപ്പൊക്കെ ഇട്ട് സർവീസ് സ്റ്റേഷനിൽ കയറ്റി അടിച്ച് കുളിപ്പിച്ച് നല്ല ഒന്നാന്തരം വസ്ത്രമൊക്കെ ഇടിപ്പിച്ച്, ദൈവത്തിന് സ്തോത്രം, അദ്ദേഹത്തിന് എങ്ങനെയൊക്കെ ഇവനെ ഒരുക്കാമോ ആ പരുവത്തിൽ ഒരുക്കി. ഇവൻ ഈ ഒരുക്കമൊക്കെ കഴിഞ്ഞപ്പോഴത്തെ ക്ഷീണിതനായി. ദൈവത്തിന് സ്തോത്രം. ക്ഷീണിതനായി ഇങ്ങനെ നിൽക്കുന്നവൻ നല്ല കോട്ടും ഷൂട്ടും ടൈയും ഒക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുകയാ. നിൽക്കുന്ന ഇവൻ പരവേശം കൊണ്ട് നിൽക്കുമ്പോ മിഷണറി അവനെ വിളിച്ചിട്ട് പറഞ്ഞു, ദാ താഴെ ഒരു ഡൈനിങ് ഹാൾ ഉണ്ട്, അതിലൊരു ഡൈനിങ് ടേബിൾ ഉണ്ട്, നല്ല ഡിലീഷ്യസ് ഫുഡ് അതിലുണ്ട്, റോയൽ ഫുഡുകളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്, വേണ്ടത് മൊത്തം എടുത്തോണം. പക്ഷെ അതിന്റെ നടുക്ക് ഒരു ചെറിയ പാത്രം ഇരിപ്പുണ്ട്, അത് മാത്രം എടുക്കരുത്, ബാക്കിയെല്ലാം എടുത്തോളാൻ പറഞ്ഞു. ഇങ്ങനെ അവിടെ നിന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങോട്ട് തുറന്നു നോക്കിയപ്പോൾ ഒന്നാമത്തെ കാസറോളിൽ മട്ടൻ ബിരിയാണി, അടുത്ത കാസറോളിൽ ചിക്കൻ ബിരിയാണി, അടുത്തതിനകത്ത്
പുലാവ്, വെജിറ്റബിൾ പുലാവ് വെച്ചിരിക്കുകയാണ്, പിന്നെ ഒരിടത്ത് നാടനൂണ്, പിന്നെ ഒരിടത്ത് ചൈനീസ്, അടുത്തൊരു ഭാഗത്ത് യൂറോപ്യൻ. തപ്പി നോക്കിയപ്പോൾ ആദ്യമായിട്ട് കിട്ടുക പഴയ കപ്പയും കഞ്ഞിയും ഒക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. ഇതെല്ലാം ഒരു സൈഡിൽ നിന്ന് പതിയെ പതിയെ അടിച്ച് അകത്താക്കി കഴുത്ത് വരെ, നല്ല നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഈ കഴുത്ത് വരെ അങ്ങ് ഫില്ലാക്കി കഴിഞ്ഞിട്ട് ഏമ്പൊക്കവും വിട്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു ചിന്ത, എന്തായിരിക്കും ഈ നടുക്കിരിക്കുന്ന പാത്രത്തിൽ? ഇത്രയും നിന്ന് ഏമ്പക്കം വിട്ടൊന്നും പോരാ, എന്തായിരിക്കും ഈ നടുക്കിരിക്കുന്ന പാത്രത്തിൽ? അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു എന്തായാലും തുറന്നു നോക്കാനായിട്ട് അടുത്തോട്ട് കൈ അങ്ങോട്ട് പിടിക്കാൻ മിഷണറി പറഞ്ഞു, അത് മാത്രം തുടരുത്. പതിയെ കസേരയിലിരുന്നു. വീണ്ടും അങ്ങനെ ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ പിന്നെ ഒരു ചിന്ത, എന്തായിരിക്കും സമാധാനം? ചിലർക്ക് അങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഒന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവസ്ഥ അറിയാതെ ഉറക്കം വരത്തില്ല. രാത്രി കിടന്നാൽ അവരിങ്ങനെ ഉരുണ്ട് മറിഞ്ഞ് കിടന്നുകൊണ്ടിരിക്കും, രാത്രി എഴുന്നേറ്റ് കടുങ്കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ ഇവന് സമാധാനം പോയി. അവസാനം പിന്നെ എടുക്കാൻ തുടങ്ങി. മിഷണറി പറഞ്ഞു ഓർത്തു, അവിടെ താഴെ ഇരുന്നു. എന്തായാലും 3-4 പ്രാവശ്യമൊക്കെ കഴിഞ്ഞപ്പോ രണ്ടും കൽപ്പിച്ച് ചാടി എഴുന്നേറ്റ് പാത്രം കയ്യിലെടുത്ത് ഇങ്ങനെ അങ്ങോട്ട് തുറന്നു നോക്കുമ്പോൾ അതിനകത്തൊരു ചെറിയ ചുണ്ടലിയായിരുന്നു. ഒരൊറ്റ ചാട്ടം ചുണ്ടലിയെടുത്ത് മേശപ്പുറത്തോട്ട് ചാടി. അയ്യോ, കയ്യിൽ നിന്ന് പോയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങോട്ടൊരു ചാട്ടം ചാടിയപ്പോൾ മട്ടൻ ബിരിയാണി തെറിച്ച് റോഡിൽ കൂടെ പോകുന്നു. പിന്നെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് ചാടി, അവിടെയാണ്ട് വെജിറ്റബിൾ പുലാവും പാത്രവും കൂടെ താഴോട്ട് വീഴുന്നു. ഇനി ഇങ്ങേ സൈഡിലോട്ട് ചാടിയപ്പോൾ നാടനൂണും പുളിശ്ശേരിയും കൂടെ താഴെ കിടക്കുന്നു. മൊത്തം കൂടെ മേശ മുഴുവൻ അടിച്ചു നിരത്തി ചുണ്ടലി ജെല്ലിക്കൂടെ എടുത്ത് വെളി ചാടി പോയി. നിരാശനായിട്ട് നിൽക്കുമ്പോൾ മേളത്തെ റൂഫിൽ നിന്ന് ഒരു കയ്യടിയുടെ ശബ്ദം കേട്ട് മേലോട്ട് നോക്കുമ്പോ മിഷണറി പറഞ്ഞു, ആദ്യമേ ഏതെങ്കിലും അപ്പൂപ്പന്റെ കുഴപ്പമല്ല, നിന്റെ കയ്യിൽ കൊണ്ട് കുഴപ്പം. ദൈവത്തിന് സ്തോത്രം. അപ്പൂപ്പനുണ്ടാക്കിയ കുഴപ്പം കൊണ്ടല്ല ചാ, നിന്റെ കയ്യിൽ കൊണ്ട് കുഴപ്പം. ആദാം പാപം ചെയ്തപ്പോൾ അവന്റെ പരമ്പര പാപത്തിന് അധീനമായ ശരീരത്തോടുകൂടെ ലോകത്തിൽ വന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നില്ലേ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, പാപത്തിന് അധീനമായ ശരീരത്തിൽ ഞാൻ ജീവിക്കുന്നു. നന്മ ചെയ്യുവാനാണ് ആഗ്രഹം, പക്ഷെ ചെയ്യുന്നത് മുഴുവൻ ഗുരുത്തക്കേടാ. ഇന്ന് പലരുടെയും ജീവിതത്തിൽ കണ്ടിട്ടില്ലേ, നന്മ ചെയ്യണമെന്ന് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, കർത്താവേ ഇന്ന് ആർക്കും ഒരു കുഴപ്പമുണ്ടാക്കാതെ ജീവിക്കണമേ. ഈ പ്രാർത്ഥനയോടെ തുടങ്ങുന്നത്. പക്ഷേ സന്ധ്യാനേരം ആകുന്നതിന് മുമ്പ് 10 പേരുടെയെങ്കിലും കാലെ പിടിച്ച് വലിച്ച് താഴെ ഇട്ടിട്ട് അദ്ദേഹത്തിന് ഉറക്കം വരൂ. ആഗ്രഹം നന്മ ചെയ്യാനാ, കുറ്റം നിന്റേതല്ല സ്നേഹിത. നിന്റെ ശരീരം പാപത്തിന് അധീനപ്പെട്ട ശരീരമാ. ഇതിനെ ക്രൂശിച്ചെങ്കിൽ മാത്രമേ കഴിയൂ. എപ്രകാരമെന്ന് ചോദിച്ചാൽ 2000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് സാക്ഷാൽ ദൈവമായിരുന്നവൻ താണലോകത്തിൽ ഇറങ്ങി വന്ന് കാൽവറി മലമടക്കിൽ അവൻ തകർന്നു വീണ് അവന്റെ രക്തമൊഴുക്കി തന്നപ്പോൾ ആ ക്രൂശിനെ നോക്കി, രക്തത്തെ നോക്കി, അവന്റെ നാമത്തെ നോക്കി അലറിക്കരഞ്ഞ്, അയ്യോ ഞാനൊരു ഭാവിയാണ് എന്ന് വിളിച്ചു പറഞ്ഞ് അനുദപിച്ചവർക്ക് മാത്രമേ ആ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ കഴിയൂ. സ്നേഹിത, ഒരിക്കലെങ്കിലും പാപത്തെ ഓർത്ത് നീ അനുദപിച്ചിട്ടുണ്ടോ? ഉയരത്തിലുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ആ ദിവസം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ തേജസ്സിന്റെ വെളിപ്പെടലായിരിക്കും. അതാണ് കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ചത്. യേശുവിന്റെ മഹത്വ പ്രത്യക്ഷത എന്ന് പറയുന്നത് അതൊരു യേശുവിന്റെ രഹസ്യ വരവെന്ന് പറയുന്നത് അത് അപ്പോകാലിപ്സിസ് ആണ് എന്ന് പറഞ്ഞാൽ അതൊരു വെളിപ്പാടാണ്. മറനീങ്ങി പുറത്തു വരുന്ന അനുഭവമാണ്. ഈ രാത്രി വേളയിൽ മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരദായകനായി ലോകത്തിൽ വന്ന് പാപത്തെ ചുമന്ന ദൈവ കുഞ്ഞാടായ യേശുവിനെ നോക്കി പാപങ്ങളെ ഏറ്റുപറഞ്ഞ് രക്ഷപ്പെടുന്നവർക്ക് മാത്രമേ ഈ തേജസ്സിന്റെ അനുഭവം പ്രാപിപ്പാൻ കഴിയുകയുള്ളൂ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവവചനം ഇപ്രകാരം പറയുന്നു, ഈ തേജസ് പ്രാപിപ്പാനുള്ള മാർഗമെന്ത്? എന്താണ് മാർഗം? വായിച്ചട്ട് 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ദൈവത്തിന് മഹത്വമുണ്ടാകും. ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. എന്താ അവിടെ പറഞ്ഞത്? ദൈവത്തിന് സ്തോത്രം. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം. ദൈവത്തിന് സ്തോത്രം. ഗ്ലോറിയസ് ഗോസ്പൽ. യേശുവിന്റെ തേജസ്സുള്ള സുവിശേഷം ഒരുവൻ ഏറ്റുകൊള്ളാതിരുന്നാൽ ഈ തേജസ്സിലേക്ക് അവന് മടങ്ങി വരുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ദൈവജനം നമ്മെ ഓർപ്പിച്ചത്, ആ തേജസ് പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നുവോ, യേശുവിന്റെ പുനരാഗമനത്തിങ്കിൽ ആ തേജസ് പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നുവോ, ദൈവവചനം പറയുന്നു, ഒന്നാമത് നാം സുവിശേഷത്തെ അനുസരിക്കണം. എന്നാൽ ഇന്നത്തെ ലോകത്തിൽ മനുഷ്യർക്ക് അത് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത നിലവാരത്തിൽ അവർ ദൈവത്തെ വിട്ട് അന്യപ്പെട്ടു പോകുന്നു. എന്തേ കാരണം? ഈ ലോകത്തിൽ ഒരു ദൈവം
ദൈവമുണ്ട്. അതാണ് ദുഷ്ടനായ പിശാച്. അവൻ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? മനുഷ്യന്റെ ഹൃദയ കണ്ണുകളെ കുരുടാക്കി. എന്തിന്? തേജസ്സുള്ള സുവിശേഷം ലോകത്തിലേക്ക് ദൈവം അയച്ചപ്പോൾ അതിനെ ഏറ്റുകൊള്ളുവാൻ കഴിയാതെ മുൻപോട്ട് പോകുന്ന അവസ്ഥ. യേശു തമ്പുരാൻ ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞില്ലേ, കാലം തികഞ്ഞിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. യേശു പറഞ്ഞതാ. ദൈവത്തിന് സ്തോത്രം. രക്ഷിതാവായ യേശുക്രിസ്തു പറഞ്ഞു, മാനസാന്തരപ്പെടണം, സുവിശേഷത്തിൽ വിശ്വസിക്കണം. ഈ തേജസ് പ്രാപിപ്പാൻ വേണ്ടി ദൈവവചനം പറയുന്നു, ഒന്നാമത് മാനസാന്തരപ്പെടണം, ദൈവത്തിന്റെ വചനത്തെ പൂർണ്ണമായി വിശ്വസിക്കണം. ദൈവത്തിന് സ്തോത്രം. എന്താണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ? പൗലോസ് പറയുക, ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചടക്കപ്പെട്ട് ഉയർത്ത യേശുവിനെ ഓർത്തുകൊള്ളി, അതാകുന്നു എന്റെ സുവിശേഷം. യേശു ജനിച്ചതെന്തിന്? ഓർത്തുകൊള്ളണം. യേശു മരിച്ചതെന്തിന്? ഓർത്തുകൊള്ളണം. അവൻ ഉയർത്തതെന്തിന്? ഓർത്തുകൊള്ളണം. അവൻ സ്വർഗാരോഹണം ചെയ്ത് ഇന്നവൻ ആരായിരിക്കുന്നു? ഇത് ഓർത്തുകൊള്ളണം. അതാണ് സുവിശേഷം എന്ന് പറയും. അതാ യഥാർത്ഥ സുവിശേഷം. അല്ല ഇന്നത്തെ ലോകത്ത് പലയിടങ്ങളിലും കാണുന്ന സുവിശേഷത്തിന്റെ അനുഭവങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ കുറ്റം പറയുകയല്ല, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചിന്തിച്ചു നോക്കണം. സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന് ഭൗതികമായ അനുഗ്രഹങ്ങളും നന്മകളും വാരിക്കോരി കൊടുക്കുന്ന സൂപ്പർ മാർക്കറ്റ് പോലെയാ ഇന്ന് പല സുവിശേഷങ്ങളും. ഇങ്ങോട്ട് വന്നാട്ട് എല്ലാം കൊണ്ട് പോയാട്ട്, ഒന്നുമില്ലാത്തവനെ വന്നാട്ട് എല്ലാം വാരിക്കൊണ്ട് പോയാട്ട്. ഒരു കാറേ ഉള്ളോ 2 കാറ് കിട്ടും, 1 ഏക്കറേ ഉള്ളോ 2 ഏക്കർ കിട്ടിക്കോളൂ. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. ഈ ലോകത്തിൽ ഈ കേൾക്കുന്ന കോലാഹലങ്ങളൊന്നുമല്ല സുവിശേഷം. യേശു ജനിച്ചത് എന്തിന്? നിന്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി യേശു ജനിച്ചു. അവൻ കാൽവറിയിൽ മരിച്ചത് സാത്താന്റെ തലയെ തകർക്കുവാൻ, നിനക്ക് ജയഭേരി മുഴക്കുവാൻ. അവൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയതെന്തിന്? ജീവനുള്ള പ്രത്യാശ നൽകി നിനക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ, മടങ്ങി വരുവാൻ അവൻ നിനക്ക് വേണ്ടി സ്വർഗാരോഹണം ചെയ്തു. ഇതൊക്കെ ഓർക്കണം, ഇതിനെ ചിന്തിക്കണം. അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അല്ലാതെ അനുഗ്രഹങ്ങൾ മാത്രം നേടുക എന്നുള്ളതല്ല. എന്താണ് നാം വായിച്ചത്? ആ തേജസ്സിന്റെ വെളിപ്പെടല എന്ന് പറഞ്ഞാൽ ആ മഹത്വം പ്രാപിക്കുക. തിരുവചനം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാൻ, അഥവാ ആ തേജസ് പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. മഹത്വം പ്രാപിപ്പാൻ കഴിയണമെങ്കിൽ, ആ തേജസ്സിന്റെ അനുഭവം പ്രാപിപ്പാൻ കഴിയണമെങ്കിൽ സുവിശേഷ ഘോഷണത്താലുള്ള രക്ഷ പ്രാപിക്കണം. സ്നേഹിത, പാപവഴികളെ വിട്ട് മാനസാന്തരപ്പെടണം, രക്ഷിക്കപ്പെടണം. ദൈവവചനം പറയുക. വീണ്ടും തിരുവെഴുത്തിലേക്ക് വരുമ്പോൾ 73-ാം സങ്കീർത്തനം 24-ാം വാക്യത്തിൽ ആ തേജസ്സിലേക്ക്, മഹത്വത്തിലേക്ക് എപ്രകാരം യാത്ര ചെയ്യുവാൻ കഴിയും? തിരുവചനം പറയുന്നത്, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തു, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് കൈക്കൊള്ളൂ. ദൈവാലോചന ഒരു മനുഷ്യനെ ദൈവമഹത്വത്തിൽ അഥവാ തേജസ്സിലേക്ക് കൊണ്ടുവരും. എന്താണ് ഈ ആലോചന എന്ന് പറയുന്നത്? ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം വായിക്കുമ്പോൾ യേശു പറഞ്ഞൊരു കാര്യം നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ആ വാക്യം ഒന്ന് വായിച്ചോട്ടെ. ലൂക്കോസ് 7-ാം അധ്യായം 30-ാമത്തെ വാക്യം. എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി കളഞ്ഞു. മഹത്വം. ദൈവാലോചന വൃഥാവാക്കി. ദൈവത്തിന് സ്തോത്രം. സ്നാനമേൽക്കാതെ ദൈവാലോചന വൃഥാവാക്കി. അതുകൊണ്ട് സ്നാനമെന്ന് പറയുന്നത് പെന്തിക്കോസ്തുകാരുടെ ഉപദേശമല്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നെങ്കിൽ അത് തെറ്റാണ്. ബൈബിൾ പറഞ്ഞതാണ്, യേശു സ്വീകരിച്ചതാണ്, അപ്പോസ്തലന്മാർക്ക് കൽപ്പന കൊടുത്ത, അധികാരം കൊടുത്തതാണ്, പുതിയ നിയമസഭയുടെ അടിസ്ഥാന തത്വങ്ങളിലൊന്നാണ്. അതുകൊണ്ട് സ്നാനപ്പെട്ടേ പറ്റുമോ എന്ന് ചോദിച്ചാൽ, ഒരിക്കൽ ഈ അടുത്ത സമയത്ത് ഒരു പുരോഹിതൻ ചോദിച്ചു, ഈ പോത്തും കാളയൊക്കെ കുളിക്കുന്ന ഈ കുളത്തിൽ പോയി മുങ്ങിയാലേ സ്വർഗത്തിൽ പോയി. ഞാൻ ചോദിക്കട്ടെ, പോത്തും കാളയും കുളിക്കാത്ത ഒത്തിരി കുളങ്ങളില്ലേ? അവിടെ ഇയാൾ പിന്നെന്തിനാ ഈ പോത്തും കാളയും മാത്രം കുളിക്കുന്നിടത്തേക്ക് സ്നാനപ്പെടാനായിട്ട് പോകുന്നത്? അദ്ദേഹത്തിന്റെ ചോദ്യം അതാ. പോത്തും കാളയും കുളിക്കുന്നിടത്ത്, പുള്ളിയുടെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് എന്തോ അറിഞ്ഞുകൂടാ, പോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. പോത്തും കാളയും കുളിക്കുന്ന എത്രയോ കുളങ്ങൾ, നല്ല 1-ാം ടൈൽസ് ഇട്ട് കരിങ്കല്ല് കെട്ടിയ നല്ല കുളം, നല്ല കുളങ്ങൾ എവിടെല്ലാം കെട്ടിയിട്ടേക്കുന്നു. ഇതെല്ലാം കളഞ്ഞിട്ടാണോ പോത്തിന്റെയും കാളയുടെയും പുറകെ പോകുന്നത്? ദൈവത്തിന് സ്തോത്രം. യേശു പറഞ്ഞതാ സ്നേഹിതരെ, ഇത് ഞങ്ങളുടെ അഭിപ്രായമായി പറയുന്നതല്ല. ഈശോ മശിഹ ലോകരക്ഷിതാവ്, മനുഷ്യന്റെ വീണ്ടെടുപ്പുകാരൻ താണലോകത്തിൽ വന്ന് മനുഷ്യനോട് കൽപ്പിച്ചതാണ് സ്നാനം. ദൈവത്തിന്റെ ആലോചനയാ, അതിനെ തള്ളിക്കളയുവാൻ പാടില്ല. ദൈവവചനത്തിൽ നാം വായിച്ചു, നിന്റെ ആലോചനയാൽ ആ മഹത്വത്തിലേക്ക് നടത്തു. സ്നാനം ദൈവത്തിന്റെ ആലോചനയാ. മാത്രമല്ല, നാം വീണ്ടും വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ദൈവം മഹത്വത്തോടെ, കർത്താവായ യേശു മഹത്വത്തോടെ ഇറങ്ങി വരുന്ന ഒരനുഭവം 102-ാം സങ്കീർത്തനം 15-ാം വാക്യം വായിക്കുമ്പോൾ തിരുവെഴുത്ത് അവിടെ പറയുന്നു, യഹോവ സിയോനെ പണിത് തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകും. When the Lord shall build up
of Zion, he shall appear in his glory. അവൻ മഹത്വത്തോടെ വെളിപ്പെടും. സിയോനെ പണിത് എന്ന് പറഞ്ഞാൽ ദൈവം ഒരുക്കുന്ന നിത്യതയുടെ സൗഭാഗ്യത്തെ യേശു പണിത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അവൻ അവിടെ ഒന്നും മടങ്ങി വരും. ദൈവത്തിന് സ്തോത്രം. മഹത്വത്തോടെ വരും. എന്താ സിയോനെ കുറിച്ച് പറഞ്ഞത്? തിരുവെഴുത്ത് പറയുന്നു, സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ യഹോവയുടെ വചനവും വരുന്നു. ദൈവത്തിന്റെ സത്യങ്ങൾ പുറപ്പെടുന്ന സ്ഥലം, അതാണ് സയൻ എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ആ സിയോൻ എന്ന് പറയുന്നത് ഇസ്രായേലിൽ പോയാൽ കാണാൻ പറ്റുന്ന സിയോന്റെ കുന്നല്ല കേട്ടോ. ചിലർ പറയാറുണ്ട്, ഈ ഭാഗമൊക്കെ പറയുമ്പോ ചിലർ പറയുന്ന, നിങ്ങൾ പറയുന്ന സിയോനില് ഞങ്ങൾ യെരൂശലേമിൽ ചെന്ന് അവിടെ നോക്കിയപ്പോ അവിടെ കുഞ്ഞാടുമില്ല, 144,000 ഇല്ല, അവിടെ പളുങ്ക് നദിയുമില്ല, അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. സ്നേഹിത, ആ പറയുന്ന സിയോൻ എന്ന് പറയുന്നത് ഇസ്രായേലിൽ കാണപ്പെടുന്ന സിയോൻ മലയല്ല. ആ സിയോൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വാസസ്ഥലം, അത് മഹാരാജാവിന്റെ നഗരം. ദൈവം എവിടെ വസിക്കുന്നുവോ അതാണ് സിയോൻ എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഉപദേശം വരുന്നത്. ആ ഉപദേശത്താൽ ജനം പൂർണ്ണതയിലേക്ക് നടത്തപ്പെടുമ്പോൾ ആ തേജസ്സിനെ പ്രാപിപ്പാൻ കഴിയൂ. സമയ ചുരുക്കത്താൽ ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നാം ദൈവവചനത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ മഹത്വം, അവന്റെ മടങ്ങിവരവിനെ കുറിച്ച് പറയുമ്പോൾ അതൊരു പ്രത്യക്ഷതയാണ് എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ഇവന്റെ ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പറയുമ്പോൾ ഗ്രീക്ക് ഭാഷയിൽ പറയുന്ന ഒരു പദം എപ്പിഫനയ എന്നാകുന്നു. അതിന്റെ അർത്ഥം ഉദിക്കുക, പ്രത്യക്ഷപ്പെട്ടു വരിക. എന്താണ് അവന്റെ പ്രത്യക്ഷത? പൗലോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞത് നമുക്കൊന്ന് വായിക്കാം. 2 തിമോത്തിയോസ് 4-ാം അധ്യായം 7-8 വാക്യങ്ങൾ ഒന്ന് വേഗം വായിച്ചോട്ടെ. 2 തിമോത്തിയോസ് 4-7-8 വാക്യങ്ങൾ. ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, ഇനിയുള്ള ശ്രദ്ധിക്കണേ, എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ, അവന്റെ എപ്പിഫനയിൽ പ്രിയം വച്ച ഏവർക്കും കൂടെ അത് ലഭിക്കുന്നു. നീതിയുള്ള ന്യായാധിപതി നീതിയുള്ള ഒരു കിരീടം തരുവാൻ പോകും. ആർക്കാണ് കിട്ടുന്നതെന്നറിയാമോ? അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചവരാരുണ്ടോ അവർക്കത് ലഭിക്കും. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ അതൊരു പ്രത്യക്ഷതയാണ്. ആ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചവർക്ക് അത് ലഭ്യമാകും. ആ നീതിയുടെ കിരീടം അത് ലഭിക്കുവാൻ സാധിക്കണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ പുനരാഗമനം എന്ന് പറയുന്നത് അവന്റെ പ്രത്യക്ഷതയാ. ആ പ്രത്യക്ഷതയിൽ എന്ത് കിട്ടുമെന്നറിയാമോ? നീതിയുള്ള ഒരു കിരീടം നമുക്ക് പ്രാപിപ്പാൻ കഴിയും. ആർക്കാ ഇത് കിട്ടുന്നത്? ക്രിസ്ത്യാനികൾക്കെല്ലാം കിട്ടുമോ? ഇല്ല. പെന്തിക്കോസുകാർക്കെല്ലാം കിട്ടുമോ? ഒട്ടും കിട്ടത്തില്ല. ദൈവത്തിന് സ്തോത്രം. പെന്തിക്കോസ് മിഷൻകാർക്കെല്ലാം കിട്ടുമോ? തീരെ കിട്ടത്തില്ല. പിന്നെ ആർക്ക് കിട്ടും? നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ചവരാരും. യേശുവിന്റെ വരവിൽ പ്രിയമുള്ളവരാരെങ്കിലും ഉണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഒരു ഭാര്യ തന്റെ ഭർത്താവ് 2 വർഷമായി വിദേശത്ത് ജോലി ചെയ്തു. ഭർത്താവ് വരുന്നു, ഞാൻ 2 ദിവസത്തിനുള്ളിൽ വരുന്നു എന്നൊരു ഫോൺ സന്ദേശം കിട്ടിയാൽ ആ ഭാര്യയുടെ ആകാംക്ഷ. ദൈവത്തിന് സ്തോത്രം. അതാണ് മണവാളിന് വേണ്ടി കാത്തിരിക്കുന്ന മണവാട്ടി. ഇന്ന് രാത്രി എത്ര പേർക്ക് ഇങ്ങനൊരു ആകാംക്ഷയുണ്ട്? യേശുവിന്റെ വരവെന്ന് കേൾക്കുമ്പോഴേ ചില താടിക്കുകയോ, എന്റെ ദൈവമേ ഇപ്പോഴെങ്ങാനും വന്നു കഴിഞ്ഞാൽ എന്റെ മോളെ കെട്ടിക്കാനും പറ്റുകയില്ല. പിന്നെ ഞാൻ ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും റബ്ബർ സ്ലോട്ടറിന് കൊടുത്തിരിക്കുക, അതിന്റെ അഡ്വാൻസ് 5 ലക്ഷമേ കിട്ടിയിട്ടുള്ളൂ, ബാക്കി ഇനിയും 13,50,000 കിട്ടാനുണ്ട്. അതൊക്കെ എവിടെ പോയി ചേരൂ? ഇതൊക്കെ പലരുടെയും ചിന്ത. ഇന്ന് രാത്രി ചോദിക്കട്ടെ, യേശുവിന്റെ വരവിനെ പ്രിയം വെക്കുന്നവരുണ്ടോ? കൈ ഉയർത്തിച്ച് ഒരു അല്ലേലിയ പറയണ്ട, ആഗ്രഹം കൊണ്ട് പറയിപ്പിച്ചാൽ ഞാൻ കറങ്ങിപ്പോകും. അതുകൊണ്ട് ഇപ്പൊ ഏതായാലും അത് പറയിപ്പിക്കാൻ നിൽക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും. ആരാണ് പ്രത്യക്ഷതയിൽ പ്രിയം വെക്കുന്നത്? 3 കാര്യങ്ങൾ. ഒന്ന്, നല്ല പോർ പൊരുതവർ. ദൈവത്തിന് സ്തോത്രം. ഈ വാക്യം അറിയാത്തവരായിട്ട് ക്രൈസ്തവ കോളത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എന്റെ ഒരു മറുപടി. കാരണം ചത്തുപോയി കഴിഞ്ഞാൽ പെട്ടിയുടെ സൈഡിൽ ആരാണേലും ഒട്ടിക്കും. ഏത് മാത്യു ആണേലും, ഏത് മാത്തച്ഛനാണെങ്കിലും പൊന്നച്ഛനാണെങ്കിലും പെട്ടിയുടെ സൈഡിൽ ഒട്ടിക്കും. നല്ലപോർ പൊരുതു, അപ്പുറത്ത് ഓട്ടം തികച്ചു, ഇപ്പുറത്ത് വിശ്വാസം കാത്തു, പിന്നെ മേളിൽ ക്രിസ്തുവിൽ മരിച്ചവർ ഭാഗ്യവാന്മാർ. എല്ലായിടത്തും ഇവിടെ ഇനി വേറെ സ്ഥലമില്ല, ഉണ്ടായിരുന്ന അടികൂടെ ഒട്ടിച്ചേനെ. ആരും കാണാത്തോണ്ടാ. പറ്റുമെങ്കിൽ അവിടെയും കയറി ഒട്ടിച്ചേനെ. ഒട്ടിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ ഈ സാധനം അങ്ങ് ഫിറ്റ് ചെയ്യുകയാ. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഈ പെട്ടി കിടക്കുന്ന ആളിനോട് ചോദിക്കണം, പുള്ളി ആരോടാ പോരാടിയെന്ന് ചോദിച്ചാൽ ജീവിച്ചിരുന്ന കാലത്ത് സർവത്ര പോരാട്ടമായി. അപ്പനോട് പോരാടി, അമ്മയോട് പോരാടി, ഭാര്യയോട് പോരാടി, ഭർത്താവിനോട് പോരാടി, മക്കളോട് പോരാടി, മാതാപിതാക്കളോട് പോരാടി, വിശ്വാസികൾ തമ്മിൽ പോരാടി. ഇനി അതിൽ അല്പം കൂടെ ക്രെഡിറ്റ് കൂട്ടി പറഞ്ഞാൽ, ഗ്രേഡ് കൂട്ടിയാൽ ചില വിശ്വാസികൾ പോരാടി ഇപ്പം കർത്താവിന്റെ വേലക്കാരോടും പോരാടി ഞങ്ങൾ ജയിച്ചെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ദൈവത്തിന് ഇങ്ങനെ പോരാടിയവരാണേലും പെട്ടി ഒരു ദിവസം പിടിച്ചിടും. സൈഡിൽ ഈ വാക്യം എഴുതി വെക്കും. നല്ല പിന്നെ സഹോദരിമാരുള്ളതുകൊണ്ട് പേടിക്കാനില്ല. അവർ പാട്ടും പാടും, നല്ല
പോർ പൊരുതു, ഓട്ടവും തികച്ചു. ബാക്കി ഇപ്പൊ പാടാൻ നേരമില്ല, ഉണ്ടായിരുന്നേ പാടായിരുന്നു. ഈ പാട്ടും കിട്ടുന്നത് കൊണ്ട് എല്ലാവരും ഒരു ദിവസം ഈ പാതയിലൂടെ പോകും. ഈ പാതയിലൂടെ പോയവരെല്ലാം നീതിയുടെ കിരീടം പ്രാപിക്കുമെന്ന് പറഞ്ഞാൽ ലോക ബ്ലണ്ടറാണത്. അത് നമുക്ക് പറയാൻ സാധ്യമല്ല. ആർക്കാണ് നീതിയുടെ കിരീടം? യേശു മടങ്ങി വരുമ്പോൾ ഒരു കൂട്ടം ഭക്തന്മാർ നീതിയുടെ കിരീടം പ്രാപിക്കും. ആരെന്ന് ചോദിച്ചാൽ നല്ല പോർ പൊരുത ഭക്തന്മാർ. എന്താണ് നല്ല പോർ പൊരുതുക? തീമോഥെയോസ് 1 ലേഖനം 6:12 പൗലോസ് പറയുന്നു, വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. വിശ്വാസത്തിന്റെ നല്ല പോർ. വിശ്വാസത്തിൽ ജീവിച്ചു കൊള്ളണം. യേശുവിനെ നോക്കി ആവശ്യങ്ങൾ ദൈവത്തോട് പറഞ്ഞ് വിശ്വാസത്താൽ ജീവിപ്പാനുള്ള ശക്തി നാം ദൈവത്തിൽ നേടിയെടുത്തു കൊള്ളണം. അതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 10 അധ്യായം 4 വാക്യത്തിൽ പൗലോസ് പറയുന്നു, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവർ, എങ്കിലും ഞങ്ങൾ ജഡപ്രകാരം പോരാടുന്നില്ല. പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവയാ. രാത്രി ഞാൻ ദൈവമക്കളോട് പറയുകയാണ്, എത്ര പേർ കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവർ? ഇന്ന് പലർക്കും ശക്തിയുണ്ട്, നല്ല ഭക്ഷണമൊക്കെ കഴിച്ച്, പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിലൊക്കെയാണ് ആളുകൾക്ക് രോഗമൊക്കെ പണ്ടുകാലത്തില്ലായിരുന്നു, ഇപ്പൊ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം നല്ല അധ്വാനവും കയറ്റം കയറി ഇറങ്ങിയും പണിയെടുത്തും ഒക്കെയുള്ള ആളുകൾക്ക് ഒന്നും നല്ല രോഗമില്ല, നല്ല ആരോഗ്യത്തോടെ പോകുന്നവരാ. ദൈവത്തിന് സ്തോത്രം. ശരീരത്തിൽ ആരോഗ്യമുണ്ട്, പക്ഷേ ഈ ആരോഗ്യമല്ല ഒരു മനുഷ്യന്റെ ആത്മീക ജീവിതത്തിൽ പ്രയോജനമുള്ളത്. തിരുവെഴുത്ത് എന്താണ് പറഞ്ഞത്? കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവയാണ്. കോട്ടകളെ ഇടിക്കണം. ഏതാണ് കോട്ടയെന്നറിയാമോ? ശത്രു നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കി വെക്കുന്ന, കെട്ടിയുണ്ടാക്കുന്ന സകല മതിലുകളും ഇടിച്ചു പൊളിക്കുവാൻ ഒക്കെ വേണം ഒരു ദൈവപൈതൽ ദൈവസന്നിധിയിൽ വരുമ്പോൾ ബലമുള്ളവരാണ്. ഇന്ന് പലർക്കും ദൈവസന്നിധിയിൽ ബലമില്ല. കാരണം എന്തെന്നറിയാമോ? ദൈവസന്നിധിയുമായിട്ട് ബന്ധമില്ല. കാരണം ഉപവാസ പ്രാർത്ഥനയ്ക്കില്ല, കാത്തിരിപ്പ് കൂട്ടത്തിനില്ല, ബൈബിൾ ക്ലാസ്സിനില്ല. പിന്നെ ആകെക്കൂടെ ഒരു നേർച്ച വഴിപാട് പോലെ ഞായറാഴ്ച മാത്രം 10:30 ഒന്ന് വന്നിരുന്ന് 12 വരെ മുക്കിയും മൂളിയും അങ്ങോട്ടൊന്ന് തിരിഞ്ഞ് ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞ് കൈയൊന്ന് കുടഞ്ഞ് കാല് കുടഞ്ഞ് തലയൊന്ന് ചൊറിഞ്ഞ് ഒരു പരുവത്തിൽ 12:30 ആക്കി എഴുന്നേറ്റ് പോകും. ഇന്ന് അങ്ങനെയായി പെന്തിക്കോസ് ലോകം. പഴയ കാലത്തെ അനുഭവങ്ങൾ ഇവിടെയൊക്കെ ഇരിക്കുന്ന പലരും ഉണ്ട്. ഇവിടെ ഇരിക്കുന്നതിൽ തന്നെ ചിലരുടെയൊക്കെ സാക്ഷ്യങ്ങൾ ഞാൻ ചില സമയത്തൊക്കെ കേട്ടിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചൂട്ടുകെട്ടി ഇങ്ങനെ ഈ തെങ്ങിന്റെ ഓല അറ്റം വെട്ടിയെടുത്ത് ചൂട്ടായി കെട്ടി രാത്രിയിൽ ഇങ്ങനെ വീശി വീശി മൈലുകളോളം നടന്ന് പ്രാർത്ഥനയ്ക്ക് പോയൊരു കാലം. ഇന്ന് പോർച്ചിൽ 2 വണ്ടി ഉണ്ടെങ്കിലും അതിനെ കവറിട്ട് പുതപ്പിച്ചിരിക്കും. കാരണം കാറിന് തണുപ്പ് പറ്റിയെങ്കിലോ പനി പിടിച്ചെങ്കിലോ എന്ന് വിചാരിച്ച് അതിങ്ങനെ കവറിട്ട് തണുപ്പിച്ച് അകത്ത് വരിങ്ങനെ തണുപ്പും കൂടി ഇരിക്കുക. പ്രാർത്ഥനയില്ല, ദൈവത്തെ ആരാധിപ്പാൻ ആഗ്രഹമില്ല, പ്രാർത്ഥിപ്പാൻ പോകാൻ നേരമില്ല. പിന്നെ എങ്ങനെ ശക്തി ഉണ്ടാകുമെന്നായി പറയുന്നത്? ശക്തി ഉണ്ടാകും, പക്ഷെ കോട്ടയിടിയത്തില്ല. പാതാള ഗോപുരങ്ങൾ ഒരു ഭക്തന്റെ മുൻപാകെ നടുങ്ങണമെങ്കിൽ ശത്രു നിന്റെ മുൻപാകെ ഇടിയണമോ? അതിന് നീ എങ്ങും ഓടിപ്പോകണ്ട. വരമുള്ളവരുടെ അടുക്കലെങ്ങും ഓടിയൊന്നും പോകണ്ട. ദൈവത്തെ പിന്നെ നമ്മുടെ ഇടയിൽ അത്രയും വലിയ വരവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇന്ന് ആളുകൾ വരപ്രാപ്തന്മാരുടെ ഇടയിൽ ഒന്ന് പോ, എന്റെ തലയിൽ ഒന്ന് കൈവച്ചിട്ട് ഒന്ന് ആട്ടി കുലുക്കി ഒന്ന് പ്രാർത്ഥിക്കണോ, എല്ലാം എന്നങ്ങ് വിട്ടുപോകണം. പലരുടെ ആഗ്രഹം ഇതാ, എല്ലാം ഇപ്പൊ ഒറ്റ സെക്കൻഡിൽ അങ്ങ് നടക്കണം. സ്നേഹിത, നീ ഒരിടത്തേക്ക് ഓടണ്ട. നീ പ്രാർത്ഥിക്കുന്നവനാണോ? നിനക്ക് വേർപാടുണ്ടോ? നീ ഒരു വിശുദ്ധനാണോ? ശത്രു നിന്റെ മുൻപാകെ ഭയപ്പെടും. പാതാള ഗോപുരങ്ങൾ ദൈവത്തിന്റെ സഭയുടെ മുൻപാകെ നടുങ്ങിപ്പോകുമെന്നാണ് ബൈബിൾ പറയുന്നത്. അതുകൊണ്ട് ദൈവമക്കൾ ആത്മീക ജീവിതയാത്രയിൽ വിശ്വസ്തരായി ദൈവത്തെ നോക്കി ജീവിച്ചോ. പാതാളം നിന്റെ മുൻപാകെ തകർന്നു പോകും. കോട്ടകളെ ഇടിപ്പാൻ ഒക്കെ വേണം. ദൈവസന്നിധിയിൽ ശക്തിയുള്ളവയാ. അതാണ് പോരാട്ടമെന്ന്. നന്നായി പോരാടിക്കൊള്ളണം കേട്ടോ. നാട്ടുകാരോടും വീട്ടുകാരോടും ഒന്നും പോരാടരുതേ. ജഡത്തിന്റെ ആയുധങ്ങൾ, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. ചിലര് പല്ലും നഖവും ഒക്കെ ഉപയോഗിച്ചാണ് പോരാടുന്നത്. ദൈവത്തിന് സ്തോത്രം. ചിലരുടെ പോരിന്റെ ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ നാക്കാണ്. വലിയ ശക്തിയാണ്. ആരോടും പറയും, ആരെയും വാക്ക് പറഞ്ഞ് മുട്ടുകുത്തിക്കാൻ കഴിവുള്ള പലരുമുണ്ട്. എന്നാൽ ഒരു ദിവസം നമ്മുടെ വാക്ക് മുട്ടിപ്പോകുന്ന ദിവസമുണ്ട്. അതുകൊണ്ട് നന്നായി ഓർത്ത് നാം യാത്ര ചെയ്യുക. അടുത്തതായി പൗലോസ് പറയുക, ഓട്ടം തികച്ചു. ആരാണ് ഓട്ടം തികച്ചത്? ഓടിയവരാരാ? ഓടുന്നവരാരാ? ഓട്ടം തികയ്ക്കുന്നവരാരാ? ഗലാത്യ ലേഖനം 5:7 അപ്പോസ്തലൻ പറയും, നിങ്ങൾ നന്നായി ഓടി. അടുത്തത്, സത്യമനുസരിക്കാതെ ആർ നിങ്ങളെ തടുത്തു? നന്നായിട്ടാണ് ഓടിയത്, പക്ഷെ സത്യമനുസരിക്കാതെ ആരാണ് നിങ്ങളെ തടുത്തത്? ഓട്ടമൊക്കെ നല്ലതാ, പക്ഷെ സത്യം അനുസരിച്ചാണോ? ദൈവത്തിന് സ്തോത്രം. ചിലർക്ക് ഓടാൻ നല്ലതുപോലെ അറിയാം, പക്ഷെ എവിടേക്കാ ഓടുന്നെന്ന് ഒരു പിടിയില്ല. എവിടെക്കിടെങ്കിലും കയറി അങ്ങ് ഓടും. 1996 സിയോളിൽ, സൗത്ത് കൊറിയയില് സിയോളിൽ നടന്ന ഏഷ്യൻ ഗെയിംസിന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ സന്ദർഭത്തിൽ നമ്മളൊക്കെ ദുഃഖിച്ച ഒരു സമയമുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോയ ഷൈനി വിൽസൺ എന്ന് പറയുന്ന ആ മാന്യ സഹോദരി ഓട്ട മത്സരത്തിൽ ഓടാൻ 800 മീറ്ററിലാണെന്ന് തോന്നുന്നു, ഓടാൻ അങ്ങോട്ട് കയറി നിന്നിട്ട് ഒരു ഒറ്റ ഓട്ടവും കൂടി
ഓടി, എല്ലാവരും പേടിച്ചു. ഒന്നാം സ്ഥാനത്ത് ഷൈനി വിൽസൺ കയറി നിന്നു. സമ്മാനദാന ചടങ്ങില് ഇവരിതിന്റെ റിവ്യൂ ഒക്കെ പരിശോധിച്ചപ്പോൾ, വീണ്ടും അതിന്റെ ട്രാക്കുകൾ പരിശോധിച്ചപ്പോൾ ഷൈനി വിൽസൺ ഓടിയത് സ്വന്തം ട്രാക്കിലൂടെ അല്ല, ഒന്നാമത് വന്ന് കയറിയെങ്കിലും ട്രാക്ക് മാറിപ്പോയി. അതുകൊണ്ട് സംഭവിച്ചെന്താ, ഗോൾഡ് മെഡൽ ജേതാവായിരുന്നെങ്കിലും അതിൽ നിന്ന് അയോഗ്യയായി പുറത്താക്കപ്പെട്ടു. ഇന്ത്യക്കാർ ഒന്നടങ്കം കണ്ണീര് പൊഴിച്ചതാ. എനിക്കും ആ സമയമുണ്ട്, ഓർമ്മയുണ്ട്. എനിക്കും വല്ലാത്ത ദുഃഖം തോന്നി. രക്തബന്ധം ഒന്നും ഉണ്ടായിട്ടല്ല, നമ്മുടെ രാജ്യത്തിന് കിട്ടേണ്ടത് കിട്ടാതെ പോയല്ലോ എന്ന. കാരണം എന്തെന്നറിയാമോ, ട്രാക്ക് മാറിപ്പോയതാ. ഒരു ചെറിയ വരയങ്ങോട്ട് മാറിപ്പോയതേ ഉള്ളൂ, ഗോൾഡ് മെഡൽ നഷ്ടപ്പെട്ടു. നിങ്ങൾ വലിയ ഓട്ടക്കാരൊക്കെ ആയിരിക്കും, പക്ഷേ ട്രാക്കിലൂടെ ഓടണം കേട്ടോ. ദൈവവ്യവസ്ഥയുടെ പ്രമാണത്തിൽ, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ മേൽ നിന്ന് ഓടുന്നവർക്കൊരു കിരീടമുണ്ട്, അവർക്കൊരു സൗഭാഗ്യമുണ്ട്, അവർക്കൊരു നിത്യതയുണ്ട്. ബൈബിൾ പറയുന്നു, നന്നായി ഓടി പക്ഷേ സത്യമനുസരിക്കാത്തവൻ ആരാണ് നിങ്ങളെ തടുത്തു കളഞ്ഞത്? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം 24-ാം വാക്യം വായിക്കുമ്പോൾ പൗലോസ് വീണ്ടും പറയുക, പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. വായിക്കാമോ 24-ാമത്തെ വാക്യം? ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു, പക്ഷേ ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ. ഒടുവിൽ പൗലോസ് പറയുക, പ്രാപിപ്പാൻ തക്കവണ്ണം നിങ്ങൾ ഓടുവീ. അതുകൊണ്ട് ഓട്ടം പ്രാപിപ്പാൻ തക്കവണ്ണമായിരിക്കണം. ദൈവത്തിന് മഹത്വമുണ്ട്. പ്രാപിപ്പാൻ തക്കവണ്ണം ഓടിക്കൊള്ളണം. നമ്മുടെ ഓട്ടത്തെ കുറിച്ച് നാം നോക്കുമ്പോൾ ഒരു ദൈവപൈതൽ ഓടുന്ന ഓട്ടം പ്രാപിപ്പാൻ തക്കവണ്ണം അതിന്റെ വ്യവസ്ഥയിൽ ഓടണമെന്ന ദൈവത്തിന് സ്തോത്രം. ഇന്ന് പലർക്ക് ഓടാൻ അറിയാമെങ്കിലും തക്കവണ്ണമല്ല ഓടുന്നത്. അതിന്റെ തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, അംഗം പൊരുതുന്നവനൊക്കെയും സകലത്തിലും വർജനമാചരിക്കണം എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാ. അതാണ് ഓട്ടത്തിന്റെ വ്യവസ്ഥ. വേർപാടിൻ ജീവിതത്തെ സൂക്ഷിച്ചു ഓടണം. ഇന്ന് പലർക്കും അതറിഞ്ഞുകൂടാ, ഇഷ്ടംപോലെ ഓടി മുൻപോട്ട് പോവുക. ഒരിക്കല് ഒരു മനുഷ്യൻ ഇപ്രകാരം രാവിലെ വീട്ടിൽ നിന്ന് 4 മണിക്ക് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോ വീടിന്റെ മുറ്റത്ത് റോഡിൽ കൂടെ ഒരാളിങ്ങനെ ഓടിപ്പോവുക. പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ ചിന്താഗതി, കള്ളനായിരിക്കും, എന്തെങ്കിലും മോഷ്ടിച്ചിട്ട് ഓടുകയായിരിക്കും. ശരി, ഇദ്ദേഹം മുണ്ടൊക്കെ മടക്കി കുത്തി പതി ഓടാൻ തുടങ്ങി. ഓട്ടം തുടങ്ങി അദ്ദേഹത്തിന്റെ ഓടിയപ്പോൾ ഒരു 50 മീറ്റർ കഴിഞ്ഞപ്പോൾ അടുത്ത വീട്ടുകാരൻ ഇറങ്ങി. പശുവിനെ കറക്കാൻ രാവിലെ ഇറങ്ങിയതാ. ഇറങ്ങി നോക്കി മാത്രം ഒരുത്തം മുമ്പിൽ ഓടുന്ന ഒരുത്തം പുറകെ. കള്ളനെ പിടിക്കാൻ കള്ളൻ ഓടുകയായിരിക്കും. അങ്ങനെ ചിന്താഗതിയാ. ഇങ്ങാരും പുറകെ ഓടാൻ തുടങ്ങി. അവസാനം ഈ ഓട്ടം ചുരുക്കി പറയട്ടെ, ഒരു കൂട്ടയോട്ടമായി. ആളുകൾ കൂട്ടമായിട്ട് ഓടിയോ ഏതാണ്ട് 1-2 കിലോമീറ്റർ ഓടി ഒരു ജംഗ്ഷനിലോട്ട് ചെല്ലുമ്പോൾ ഒരു പ്രൈവറ്റ് ബസ് അവിടോട്ട് വന്നിർത്തി. മുമ്പിൽ ഓടിപ്പോയവൻ ആ ബസ്സേ കയറി അങ്ങ് പോയി. പുറകെ വന്ന ഓട്ടക്കാരൻ വട്ടം കറങ്ങ. എന്തിനാടാ ഓടിയത്? ഒരു പിടുത്തവും ഇല്ല, ഓടിയതിന്റെ ലക്ഷണവും ഇല്ല. മുമ്പിൽ പോയവനെ എന്ന് ഇറങ്ങുന്ന ഒരു 10 മിനിറ്റ് വൈകി ഓടിയാലേ കിട്ടൂ. അവൻ അതിനുവേണ്ടി ഓടിയതാ. പുറകെ ഉള്ളവന്മാരെല്ലാം കൂടെ ചുമ്മാ ഓടിയതാ. അവസാനം ഓടി ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് മുഖാമുഖം നോക്കി വട്ടത്തിൽ ചുറ്റുക. ലജ്ജിതരായി തലയും താഴ്ത്തിപ്പോയി. പെന്തിക്കോസുകാരായ എന്റെ മാതാപിതാക്കൾ പെന്തിക്കോസിൽ എന്നെ ജനിപ്പിച്ചത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഓടുക എന്നാ ചിലരുടെ പറച്ചില്. ഓടിയത് കൊണ്ട് പ്രയോജനമില്ല. ചൊവ്വേ ഓടണം, പ്രാപിപ്പാൻ തക്കവണ്ണം യോഗ്യമായി ഓടിക്കൊള്ളണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നല്ല പോർ പൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്തു നീതിയുടെ കിരീടം വെച്ചിരിക്കുന്നു. ആ ഓട്ടത്തെ നന്നായി നാം ഓടിക്കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖനം 12:1 അവിടെ അപ്പോസ്തലൻ പറയുന്നു, സകല ഭാരം മുറുകെ പറ്റുന്ന പാപവും വിട്ട് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടിക്കൊള്ളണം. വായിക്കാമോ എബ്രായ ലേഖനം 12:1 വാക്യം? ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. നാം ഓടണം. പാപത്തെ വിടണം, ഭാരത്തെ വിടണം. ദൈവത്തിന് സ്തോത്രം. ഇത് ചിലർക്ക് വിടാൻ അറിഞ്ഞുകൂടാ. ഭാരത്തെ വിടാൻ അറിയാൻ വയ്യാതെ ഓടുന്ന പലരുമുണ്ട്. താങ്ങാൻ വയ്യാത്ത ഭാരവും എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് ഏങ്ങിയും വലിഞ്ഞും എന്തിനാ സ്നേഹിതാ പോകുന്നത്? നിന്റെ ഭാരമെല്ലാം എടുത്ത് ഇറക്കി വെച്ചാൽ ചുമക്കുവാൻ കഴിയുന്ന ഒരുവൻ നിന്റെ മുമ്പിൽ നിൽക്കുന്നില്ലേ? അവനെ നോക്കി നീ യാത്ര ചെയ്യണം. ബൈബിൾ അതാണ് പറയുന്നത്, ഭാരത്തെ വിട്ട് യാത്ര ചെയ്യുവാനിടയാകണം. എല്ലാ ഭാരങ്ങളും വയ്ക്കുവാൻ ഒരു സ്ഥലം നമ്മുടെ കർത്താവായ യേശുവിന്റെ കാൽവറിയ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്ന് പലർക്കും ആ വചനത്തിലൊന്നും വിശ്വാസമില്ല. യേശു ചുമക്കാമെന്ന് പറഞ്ഞാലും വേണ്ട, ഞങ്ങൾ ചുമന്നോളാം ചിലരുടെ ഭാഷ. കാരണം എന്തെന്നറിയാം, ഒരിക്കല് ഒരു മനുഷ്യൻ ഇങ്ങനെ തലച്ചുമട, ഇന്നത്തെ പോലെയുള്ള ഗതാഗത സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലം, തലച്ചുമടായിട്ട് ഇങ്ങനെ സാധനമൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോ ഒരു കാളവണ്ടിക്കാരൻ അതിലേ വന്നു. ഇയാൾ ഇങ്ങനെ വലിയൊരു 19 കിലോ ഉള്ള തൂക്കമുള്ള ചാക്കും കൊണ്ട് ഇങ്ങനെ ആടി ഇങ്ങനെ പോകുന്ന കണ്ടപ്പോൾ ഗുണനപ്പട്ടിക പറയുന്ന പോലെ ഇദ്ദേഹം
ഇദ്ദേഹം ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത് കണ്ടപ്പോ കാളവണ്ടിക്കാരൻ തോന്നി കഷ്ടം, അവനെയും കൂടെ ഒന്ന് കൊണ്ടുപോകാം. പറഞ്ഞിടോ ഈ ചുമട് ഇങ്ങോട്ട് വെച്ചു, ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു. വീടിന്റെ അതിലെയാ പോകുന്നത്. ചുമട് വണ്ടിക്കകത്ത് വെച്ച് ഇദ്ദേഹം കാളവണ്ടിയെ കയറി. അല്പസമയം കഴിഞ്ഞ് കാളവണ്ടിക്കാരൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അയാൾ മൂക്കത്ത് വിരൽ വെച്ചു. കാരണം എന്താണെന്നറിയാം, വണ്ടിക്കകത്ത് കയറി ഇരുന്നിട്ട് ഈ ചുമടെടുത്ത് തലയിൽ വെച്ചേക്കുക. ഇന്ന് പലരുടെ അവസ്ഥ ഇത്. തമ്പുരാൻ ചുമക്കാന്ന് വേണ്ട ഞങ്ങൾ ചുമന്നോളാവുന്ന പലരുടെയും ഭാഷ. എന്നെ കേൾക്കുന്ന പ്രിയരെ, പാപത്തിന്റെ ഭാരമോ രോഗത്തിന്റെ ഭാരമോ നിന്റെ മനസ്സിനെ അലട്ടുന്ന ഏത് ഭാരമായിരുന്നാൽ യേശു ചുമക്കാമെന്ന് വാഗ്ദത്തം തന്നിട്ടുണ്ട്. ചുമക്കുവാൻ നീ തയ്യാറാണോ? കർത്താവിന്റെ കയ്യിൽ കൊടുപ്പാൻ നീ ഒരുക്കമാണോ? കർത്താവ് ചുമക്കൂ. ഇന്ന് രാത്രി വേളയിൽ നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമം ജീവനുള്ള ബലമുള്ള നാമമായി നമ്മുടെ മധ്യേ നിലകൊള്ളുകയാ. നിന്റെ ഭാരങ്ങളെന്ന് ഒരു നിമിഷം ദൈവസന്നിധിയിൽ സമർപ്പിച്ചാട്ട് എല്ലാ ഭാരങ്ങളും ചുമക്കുവാൻ കഴിയുന്നവൻ, പാപത്തിന്റെ ഭാരവും രോഗത്തിന്റെ ഭാരവും എല്ലാം ചുമക്കുവാൻ കഴിയുന്ന യേശു കർത്താവ് നമ്മുടെ മുൻപിൽ നിൽക്കുകയാ. ഒരു നിമിഷം ഭാരങ്ങൾ ചുമന്ന് നിന്റെ വേദനകൾ ചുമന്ന് ഭാരം ചുമന്ന് താങ്ങുവാൻ കഴിയാതെ വീണു പോകുമെന്നുള്ള അവസ്ഥയിൽ മുൻപോട്ട് പോവുകയാണോ? സ്നേഹിത, ഇന്ന് രാത്രിയിൽ നിന്റെ വേദന ചുമക്കുവാൻ, നിന്റെ ഭാരത്തെ ചുമക്കുവാൻ, നിന്റെ വ്യാധികളെ ചുമക്കുവാൻ, നിന്റെ വേദനകൾ ചുമന്ന് നിനക്ക് സ്വാതന്ത്ര്യം തരുവാൻ, നിനക്ക് സ്വസ്ഥത തരുവാൻ യേശു മതിയായവനായി നമ്മുടെ മുൻപിൽ നിൽക്കുകയാ. കർത്താവിന്റെ കരങ്ങൾ സമർപ്പിച്ചു കൊടുക്കാമോ? ആ നാമത്തിൽ നിന്നെ തന്നെ സമർപ്പിച്ചു കൊടുക്കാമോ? ഇന്ന് രാത്രിയിൽ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് നിന്റെ അടുക്കൽ നിൽക്കുകയാ. യേശുവിന്റെ നാമം തിരുവെഴുത്ത് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമാണ്, നീതിമാൻ ഓടിച്ചെന്ന് അതിൽ അഭയം പ്രാപിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ബലമുള്ള ഗോപുരത്തിലേക്ക് ഓടിച്ചെല്ലാമോ? എല്ലാ ഭാരവും അവൻ ചുമക്കൂ. ഈ രാത്രി വേളയിലും ഭാരങ്ങളുള്ള പലരുമുണ്ട്. ഒരു നിമിഷം നിങ്ങളുടെ വേദനകൾ കർത്താവിന്റെ കയ്യിലൊന്ന് കൊടുത്താട്ട് ഈ ബൈബിൾ ക്ലാസ്സിന് വന്നിട്ട് നിങ്ങൾ ആരും വെറുതെ പോകേണ്ട. ഭാരപ്പെട്ട് വന്നവർ വേദനയോട് പോകേണ്ട. ഇന്ന് രാത്രി ഇരിക്കുന്നിടത്തിരുന്നൊന്ന് പറ, കർത്താവേ യേശുവപ്പച്ച, എന്റെ ഭാരങ്ങൾ അങ്ങയുടെ ഭാരത്തിൽ ഇടുന്നു. എന്നെ കഴുകണമേ, എന്നെ സൗഖ്യമാക്കണമേ, എന്റെ ബലഹീനതകളെ മാറ്റണമേ, എന്നോട് കരുണ കാണിക്കണമേ, എന്റെ അവസ്ഥകൾക്ക് വിടുതൽ തരണമേ. ഒരു നിമിഷം ഏറ്റുപറയാമോ? ഏറ്റുപറയാമോ? ഭാരം ഏറ്റുപറഞ്ഞാൽ പാപമോ രോഗമോ വ്യാധിയോ എന്തുമാകട്ടെ അത് ചുമപ്പാൻ കഴിയുന്നവൻ. ഒരുപക്ഷേ നീ ഒരു ക്രൈസ്തവനായിരിക്കാം, അല്ലെങ്കിൽ ഒരു സമുദായ ഭക്തനായിരിക്കാം, നീ പെന്തിക്കോസുകാരനാകണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഇന്ന് രാത്രിയിൽ നിന്റെ ഭാരം യേശുവിന്റെ മേലിട്ട് കൊടുത്ത് കർത്താവേ എന്നെ ചുമക്കണമെന്ന് പറഞ്ഞാൽ നിന്നെ ചുമക്കുന്ന ആ കർത്താവ് തന്റെ അത്ഭുത നാമത്താൽ ഇന്ന് രാത്രിയിൽ നിനക്ക് വേണ്ടി കരുതുന്നവനായി നമ്മുടെ മധ്യയിൽ നിലകൊള്ളുക. ഒരു നിമിഷം ആ കർത്താവിന്റെ പാപാരത്തിലേക്ക് വന്ന് അവന്റെ ബലമുള്ള നാമത്തെ ഒന്ന് നോക്കി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രീയേശു നാമം അതിശയനാമം, ഏഴനിക്കിംബനാമം. ആമേൻ. ശ്രീയേശു അതിശയനാമം, ഏഴനിക്കിംബനാമം. എല്ലാ നാമത്തിനോ മേലായ നാമം, ഭക്തർജനം വാഴ്ത്തും നാമോ. എല്ലാ നാമത്തിനോ മേലായ നാമം, ഭക്തർജനം വാഴ്ത്തും നാമോ. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. ഓ എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ എല്ലാവരും ചേർന്ന് കരങ്ങളെ തട്ടി ചേർന്ന് പാടിയാ. ആമേൻ. ശ്രീയേശു നാമോ അതിശയനാമം, എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. ഓ അന്യനെന്ന എഴുത്തു എന്നേക്കുമായി തന്നവന്റെ വന്ധ്യനാമം. ആമേ. അന്യനെന്ന പേരെടുത്ത് എന്നേക്കുമായി മാറ്റി തന്നവന്നതന്റെ വന്ധ്യനാമം. ഓ ശ്രീയേശു അതിശയനാമം, ഏഴനിക്കിംബനാമം. ആമേൻ. ശ്രീയേശു നാമം അതിശയനാമം, ആമേൻ. എല്ലാ നാമത്തിനോ മേലായ നാമം, ഭക്തർജനം. എല്ലാ ദൈവമക്കളും ചേർന്ന് യേശുവിന്റെ നാമത്തെ ഉയർത്തി പാടിയാട്ടെ. മേലായ നാമം,
ഭക്തർജനം വാഴ്ത്തും നാമം. എല്ലാ മുഴം യേശുവിന്റെ നാമത്തിൽ സകല മുഴങ്കാലുകളും മടങ്ങട്ടെ. വല്ലഭത്വമുള്ള നാമം, എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ നാമത്തിനോ മേല എല്ലാവരും ചേർന്ന് പാടിയ യേശുവിന്റെ നാമം സകല നാമത്തെക്കാളും മേലായ നാമം. രോഗങ്ങൾ മാറുന്ന നാമം, പാപം ഓടിപ്പോകുന്ന നാമം, പിശാചിന്റെ നാമം തകരുന്ന നാമം, ജനം വാഴ്ത്തുന്ന നാമം. എല്ലാ മുഴങ്കാലും അടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴം യേശുവിന്റെ നാമത്തിൽ സാത്താന്റെ മുഴങ്കാലുകൾ മടങ്ങിപ്പോട്ടെ. വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും അടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും അടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും അടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. ഓ എല്ലാ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും അടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. ഓ എല്ലാ മുഴങ്കാലും അടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. ഓ എല്ലാ മുഴങ്കാലും അടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരേ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം സകല നാമത്തെക്കാളും മേലായ നാമമാണ്. ആ നാമത്തിന്റെ മുമ്പിൽ മുടങ്ങാത്ത ഒരു മുഴങ്കാലുമില്ല. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലും ആ നാമത്തിന്റെ മുൻപിൽ മടങ്ങും എന്ന് വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ഇന്ന് രാത്രിയിലും നമുക്കതിനെ വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാം. നിങ്ങൾ ദൈവവചനത്തെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ പോകുന്ന വഴിയിൽ തന്നെ അവർ ശുദ്ധരായി സൗഖ്യം പ്രാപിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ ഇന്ന് രാത്രിയിൽ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. എന്താണ് തിരുവെഴുത്തിൽ നാം ഇതുവരെയും വായിച്ചു കേട്ടത്? യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് അന്ത്യകാല രക്ഷയാണ്. ഞാൻ പറഞ്ഞല്ലോ, അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ പോകുന്ന രണ്ട് കാര്യം, ഒന്ന് ഒരു രക്ഷ, മറ്റൊന്ന് ഒരു ശിക്ഷയാണ്. ഈ ഭൂമി ഈ രണ്ട് കാര്യങ്ങൾക്കുമായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ സകല മനുഷ്യരും ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുന്നു. ഒന്നുകിൽ നിത്യമായ ഒരു രക്ഷ, അല്ലെങ്കിൽ നിത്യമായ ഒരു ശിക്ഷാവധി. ഇത് രണ്ടിലൊന്ന് എല്ലാവരും നേടിയേ പറ്റൂ. അതുകൊണ്ട് ഇന്ന് രാത്രി വേളയിൽ ദൈവസന്നിധിയിരിക്കുമ്പോൾ, കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ ആ രക്ഷ എന്നുള്ള സൗഭാഗ്യം പ്രാപിപ്പാൻ നിങ്ങൾ ഒരുങ്ങണം. അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയ രക്ഷ യേശുക്രിസ്തുവിന്റെ പുനരാഗമനമാണ്. കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചതുപോലെ യേശുക്രിസ്തുവിന്റെ പുനരാഗമനം എന്ന് പറയുമ്പോൾ ഈ ലോകം അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ബൈബിളിൽ പ്രവാചകന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ളതും യേശു മശിഹ ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞതുമായ സത്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. യേശുവിന്റെ പുനരാഗമനം അപ്പോകാലിപ്സിസ് അഥവാ മറനീക്കല. ചിലതൊക്കെ മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊരു അന്ത്യകാലമാകുന്നുവെന്ന് ബൈബിൾ നമ്മെ ഓർപ്പിക്കുന്നു. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലൻ പറയുന്നു, വായിച്ചട്ടെ. 1 യോഹന്നാൻ 2-ന്റെ 18-ാമത്തെ വാക്യം. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴിക ആകുന്നു. എതിർ ക്രിസ്തു വരുന്നുവെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. ദൈവത്തിന് സ്തോത്രം. അന്ത്യനാഴികയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അപ്പോസ്തലനായ യോഹന്നാൻ ഈ ലോകത്തിന്റെ അവസാനത്തിൽ സംഭവിക്കേണ്ട ചില കാര്യങ്ങളെ നമ്മുടെ മുൻപാകെ പരിചയപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയിൽ ലോകത്തിന്റെ അന്ത്യത്തിൽ സംഭവിപ്പാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് യേശു പറയുകയുണ്ടായി. അതിൽ പ്രധാനമായി നാം ചിന്തിച്ചത്, ഒന്ന്, ആ കാലം നോഹയുടെ കാലം പോലെയാകും. രണ്ട്, ആ കാലം ലോത്തിന്റെ കാലം പോലെയാകും. മാത്രമല്ല, അന്ന് യേശുവിന്റെ വരവിനോട് ഈ ലോകം അടുക്കുമ്പോൾ യേശുവിന്റെ നാമമെടുത്ത് ഞാനാണ് ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് അനേകം പേർ എഴുന്നേറ്റ് വരും എന്ന് പറഞ്ഞ സത്യങ്ങൾ നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിക്കുകയുണ്ടായി. ചാറ്റിന്റെ ഈ ഭാഗങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വിവരങ്ങളൊക്കെ ഇന്നലെ രാത്രി ഞാൻ ഓർപ്പിച്ചതാ. മാത്രമല്ല, പ്രപഞ്ചത്തിൽ ഈ പ്രകൃതി അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 21-ന്റെ 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ തിരുവെഴുത്ത് പറയുന്നു, സൂര്യനിൽ, ചന്ദ്രനിൽ, നക്ഷത്രങ്ങളിൽ ലക്ഷ്യങ്ങൾ ഉണ്ടാകുന്നു എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. സൂര്യനിൽ ലക്ഷ്യങ്ങൾ ഉണ്ടാകുന്നു. കഴിഞ്ഞ രാത്രിയിൽ
രാത്രിയില് സൂര്യനിൽ കാണുന്നതായ ചില ലക്ഷ്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചാണ് നാം ദൈവവചന ധ്യാനം അവസാനിപ്പിച്ചത്. വീണ്ടും നാം ദൈവവചനത്തിൽ നോക്കുമ്പോൾ നക്ഷത്രങ്ങളിൽ അവിടങ്ങളിൽ ആ ലക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നക്ഷത്രങ്ങളിലുള്ള ലക്ഷ്യങ്ങൾ എന്ന് പറയുമ്പോൾ നക്ഷത്രം സ്വയം പ്രകാശിക്കുന്നതാണ്. അത് പ്രകാശിച്ചതിന്റെ പ്രകാശം നഷ്ടപ്പെട്ടാൽ അത് ഒന്നുകിൽ ബ്ലാക്ക് ഹോളുകളായി മാറി, അല്ലെങ്കിൽ ഭയങ്കര അസ്ട്രോയിഡുകളായിട്ടൊക്കെ മാറി ഈ പ്രപഞ്ചത്തിലേക്കൊക്കെ വരുന്നതായിട്ടൊക്കെ ശാസ്ത്രമണ്ഡലം നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കൂ. 2010 ഡിസംബർ മാസം 7-ാം തീയതി ന്യൂഡൽഹി തുടങ്ങി ന്യൂയോർക്ക് വരെയുള്ളതായ സകല വാന നിരീക്ഷകര് ഒരുപോലെ അവർ ടെലസ്കോപ്പുകൾ ആകാശത്തേക്ക് ഉയർത്തിവെച്ചപ്പോൾ കണ്ടതായ ഒരു കാഴ്ച ചാറ്റിന്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം നമുക്കത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഏതാണ്ട് 104 അസ്ട്രോയിഡുകൾ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷ മണ്ഡലത്തിലൂടെ ദൈവത്തിന് സ്തോത്രം വലിയ പാറക്കഷണങ്ങൾ ഇങ്ങനെ പറന്നു പോകുന്ന ഒരു കാഴ്ച ലോകത്തിലെ പ്രമുഖരായ പല ശാസ്ത്രജ്ഞന്മാരും കണ്ടു. ദൈവത്തിന് സ്തോത്രം. 2010 ഡിസംബർ മാസം 7-ാം തീയതി വൈകുന്നേരം കണ്ടു, പ്രഭാതം വരെ കണ്ടു. ആദ്യം കണ്ടപ്പോൾ ആകാംക്ഷ തോന്നി. അല്പസമയം കഴിഞ്ഞപ്പോൾ അത് വല്ലാത്തൊരു ഭാരമായി മാറി. പ്രഭാതത്തിൽ ഇത് എവിടേക്കോ മറഞ്ഞുപോയി, സ്പേസിൽ എവിടേക്കോ പോയി മറഞ്ഞുപോയതായി അവർ പറയുവാനിടയായി. ശാസ്ത്രജ്ഞന്മാർ അടങ്ങിയിരുന്നില്ല. പാലിയന്റോളജിക്കൽ ടെസ്റ്റിലൂടെ ഈ അസ്ട്രോയിഡുകളുടെ ഈ പാറക്കഷ്ണങ്ങളുടെ ഒക്കെ വലിപ്പം അവർ അളന്നു നോക്കിയപ്പോൾ ഏതാണ്ട് ഭൂമിയോളം വരുന്ന വലിയ വലിയ പാറക്കഷ്ണങ്ങളാ. ഒന്നെങ്ങാണം ഇങ്ങോട്ട് വീണാൽ, ഈ കട്ടപ്പനയിലോ തൂക്കുപാലത്തോ എങ്ങാണോ ഒന്നെങ്ങാണം വീണാല് ഉള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. ഇതെങ്ങും വീണിട്ടില്ല, അന്തരീക്ഷത്തിൽ തന്നെ നിൽക്കുകയാണ്. ഇവിടെ കാണും താഴെ വീണ് കഴിഞ്ഞാൽ ഉള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. വീഴാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയല്ല, സംഭവിച്ചുകൂടാ എന്നില്ല. തിരുവെഴുത്ത് പറയുന്നു അതൊക്കെ സംഭവിക്കേണ്ടതാകുന്നു. ഭയങ്കരമായ കാഴ്ചകളും ഭീകരമായ ചിന്താഗതികളും മനുഷ്യന്റെ മുൻപാകെ കണ്ടുവരുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. 2014-ാം ആണ്ട് സെപ്റ്റംബർ മാസം 8-ാം തീയതി ഒരുപക്ഷേ മലയാള മനോരമ പത്രത്തിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളൊരു ചിത്രമാണ് ചാറ്റിന്റെ ഈ ഭാഗത്ത് കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. നിക്കരാഗ്വ എന്ന് പറയുന്ന രാജ്യത്തിൽ അതിന്റെ തലസ്ഥാന നഗരിയോട് ചേർന്ന് മനാഗ്വ എന്ന് പറയുന്ന തലസ്ഥാന നഗരിയിൽ എയർപോർട്ടിനോട് ചേർന്ന് ഉള്ള ഒരു സ്ഥലമാണിത്. ഒരു ഭയങ്കര ഗർത്തത്തെ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്താണ് ഈ ഗർത്തമെന്ന് ചോദിച്ചാൽ ദൈവത്തിന് സ്തോത്രം, RC എന്ന് പറയുന്ന ഒരു ചിഹ്നഗ്രഹം 2014 ഭൂമിയുടെ അടുത്തുകൂടെ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ അതിനെക്കുറിച്ച് പേടിച്ചതാ. ഗ്രഹം വരാൻ പോകുന്നു, എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് ഓർത്ത് എല്ലാവരും ഭയപ്പെട്ടിരുന്നതായി നമുക്കൊക്കെ അറിയാമല്ലോ. ശാസ്ത്രലോകം ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ദൈവത്തിന് സ്തോത്രം ഒരു ഭീമൻ ഉൽക്ക വന്ന് പതിച്ചപ്പോൾ ഉണ്ടായ ഒരു ഗർത്തമാണ് ഇവിടെ കാണുന്നത്. ഒരു മഞ്ഞ റോപ്പ് കെട്ടി ആ ഭാഗം വേർതിരിച്ചിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ഒരു ഭയങ്കര ഗർത്തം. അത് തന്നെ ഉണ്ടായതല്ല, ആകാശത്തുനിന്നൊരു പാറക്കഷണം താഴേക്ക് വീണ് ഉണ്ടായതാകുന്നു എന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അവർ പറഞ്ഞത് ഈ ചിഹ്നഗ്രഹം ഭൂമിയുടെ സമീപത്തൂടെ പോയപ്പോൾ സംഭവിച്ചതായിരിക്കാം എന്നാണ് പിൽക്കാലത്ത് ശാസ്ത്രലോകം കണ്ടെത്തിയത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും നാം നോക്കിയാൽ കഴിഞ്ഞ വർഷം 2015 ഫെബ്രുവരി മാസം 27-ാം തീയതി രാത്രി 10 മണിയായപ്പോൾ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു ഭയങ്കര മൂളിച്ചയും ഭൂമി കുലുങ്ങുന്നവരുടെ ശബ്ദമൊക്കെ കേട്ടു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ പുറത്തേക്ക് ഇറങ്ങി നോക്കുന്ന സമയത്ത് ഞങ്ങളുടെ വിശ്വാസഭവനത്തിന്റെ മുകളിൽ കൂടെ വെളിച്ചമുള്ള എന്തോ പാഞ്ഞു പോകുന്നതായിട്ട് കണ്ടു. പിറ്റേ ദിവസത്തെ പത്രങ്ങളിലും ഒക്കെ ന്യൂസ് വന്നു, കേരളത്തിൽ ഉൽക്കപതിച്ചു എന്ന് പറഞ്ഞ്. ആ പടവും അതിന്റെ വാർത്തയും ഒക്കെ നമ്മൾ കാണുകയും വായിക്കുകയും ചെയ്തതാണല്ലോ. ദൈവത്തിന് സ്തോത്രം. 2015-ാം ആണ്ട് കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസം 27-ാം തീയതി ദൈവത്തിന് സ്തോത്രം എറണാകുളം ജില്ലയില് ആലുവായിക്കടുത്ത് ദൈവത്തിന് സ്തോത്രം ഒരു സ്ഥലത്ത് വീണതായ ഉൽക്കയുടെയും അത് നിമിത്തം ഉണ്ടായ ഒരു പാടശേഖരം മുഴുവൻ കത്തിപ്പോയതിന്റെ ചിത്രമാണ് ഇവിടെ കാണുന്നത്. നിൽക്കുന്നവരൊക്കെ നല്ല നാടൻ മലയാളികളാ, വിദേശികളൊന്നുമല്ല. അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാ, മണ്ണ് പരിശോധിക്കുകയാ. എറണാകുളം ജില്ലയിൽ ആലുവായിക്കടുത്ത് ദൈവത്തിന് സ്തോത്രം കരമാലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഉൽക്ക വന്ന് വീണപ്പോൾ ഒരു പ്രദേശം, ഞാൻ അതിനുശേഷം ആ സ്ഥലം കാണുവാൻ പോയി, പാടശേഖരമായിരുന്നു. ഒരു പ്രദേശം മുഴുവൻ കത്തിപ്പടർന്നു പോയിരിക്കുന്ന ഒരു കാഴ്ച. ആരും തീയിട്ട് നശിപ്പിച്ചതല്ല, പ്രത്യേകിച്ചൊന്നും അവിടെ സംഭവിച്ചതല്ല. ഒരു ഉൽക്ക വന്ന് പതിച്ചപ്പോൾ ഒരു ചെറിയ കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ പാറക്കഷണം, ഒരു ചെറിയ കഷണം വീണപ്പോൾ ആ പ്രദേശം മുഴുവൻ തീപിടിച്ച് നശിച്ചു. നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് വീഴുന്നു എന്ന് ദൈവവചനം പറയുന്നു. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം ഒന്ന് എടുക്കാമോ? അതിന്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അന്തിമകാലത്ത് ലോകത്തിന്റെ അന്ത്യത്തിൽ ഈ അന്തരീക്ഷ മണ്ഡലത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാൽ തിരുവെടുത്ത് പറയുക, അത്തിവൃക്ഷം പെരുങ്കാറ്റിനാൽ കുലുങ്ങിയിട്ട് കായ്കൾ ഉതിർക്കും പോലെ നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുന്നു. എല്ലാവരുടെയും കേൾവിക്കായിട്ട് ആ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിച്ചാട്ടെ. അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട്
കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ വീണുപോകും. ഇത് സംഭവിക്കേണ്ടതാ, അവിടങ്ങളിലായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ കാണുന്ന 104 അസ്ട്രോയിഡുകൾ ഈ സ്പേസിൽ തന്നെ ഉണ്ട്. എവിടെയെങ്കിലും ഒന്ന് വീണാൽ ഭൂമിയേക്കാൾ വലിപ്പമുള്ള അസ്ട്രോയിഡുകൾ, നക്ഷത്ര ഭാഗങ്ങൾ ഒക്കെ ചുറ്റി സഞ്ചരിച്ച് ഭൂമിയെ വിഴുങ്ങാൻ വരുന്നു. എല്ലാവരും ഭയവികുലരാകുന്നു. ദൈവത്തിന് സ്തോത്രം. ബൈബിൾ പറയുന്നു, അത്തിവൃക്ഷം പെരുങ്കാറ്റിനാൽ കുലുങ്ങിയിട്ട് കായ്കൾ ഉതിർക്കുമ്പോലെ നക്ഷത്രങ്ങൾ ഭൂതലത്തിലേക്ക് പതിക്കുന്നു. യേശു തമ്പുരാൻ ഒലിവുമലയിലിരിക്കുമ്പോൾ യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഗുരു, നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം പറഞ്ഞു തരണം. കഴിഞ്ഞ രാത്രിയിൽ നാം അത് വായിച്ചു കേട്ടതാ. അപ്പോൾ കർത്താവ് പറഞ്ഞ ചില അടയാളങ്ങൾ നാം ഇപ്പോൾ ആദ്യം വായിച്ചു കേട്ടല്ലോ. അപ്പോസ്തലനായ യോഹന്നാൻ പറയാം, കുഞ്ഞുങ്ങളെ, സ്നേഹത്തോടുള്ള വിളിയാ. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, കുഞ്ഞുങ്ങളെ, സ്നേഹിതരെ, സഹോദരങ്ങളെ, ഇത് ഒരു അന്ത്യനാഴികയാകുന്നു. ദൈവത്തിന് സ്തോത്രം. അന്ത്യനാഴികയാകുമ്പോൾ ലോകം ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് വരും. ആരംഭത്തിലൊരു വാക്യം വായിച്ചു കേട്ടല്ലോ, പിശാചിനെ കുറിച്ച് പറയുന്നു, അവൻ ഈ ലോകത്തിന്റെ ദൈവമാണ്. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലൻ അവിടെ ഓർപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. ഒന്ന് വായിച്ചട്ടെ. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. സർവ്വലോകവും, ലോകം മുഴുവൻ, ഈ പ്രപഞ്ചം, ഭൂമി മുഴുവൻ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അതിന്റെ അവസാന ഭാഗം ഇങ്ങനെ പറയുന്നു, ഈ ലോകത്തിന്റെ ദൈവം, ദൈവത്തിന് സ്തോത്രം, ഈ ലോകത്തിന്റെ ദൈവം, ഗോഡ് ഓഫ് ദിസ് വേൾഡ്, ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കുകയാണ്. ഇന്ന് പിശാച് ചെയ്യുന്ന ഒരു പ്രവൃത്തി ഇതാ. അന്തിമകാലമാകുമ്പോൾ സാത്താൻ അറിയാം, ഇനി അല്പകാലം കൂടെ പ്രവർത്തിപ്പാനുള്ളൂ. ഇതറിഞ്ഞുകൊണ്ട് സാത്താൻ മുഴു ശക്തിയോടെ തന്ത്രങ്ങളും ഉപായങ്ങളും പ്രയോഗിച്ച് ജീവിക്കുന്ന ഒരു കാലത്തിലാണ് ഇപ്പോൾ നാം ആയിരിക്കുന്നത്. ലോകത്തിന്റെ അവസ്ഥ സാത്താനാൽ പിടിക്കപ്പെട്ട് നിയന്ത്രിക്കപ്പെടുന്ന ഒരു ലോകം. ദൈവത്തിന് സ്തോത്രം. ഞാനിത് പറഞ്ഞു വരുന്നത്, ഇന്ന് ആധുനിക ലോകത്തിന്റെ അവസ്ഥയെ പഠിച്ചാൽ ഒരുപാട് രഹസ്യ സമൂഹങ്ങൾ അഥവാ സീക്രട്ട് സൊസൈറ്റികൾ ലോകത്തിൽ വർദ്ധിച്ചു വരികയാണ്. ഇതിന്റെയൊക്കെ പിന്നാമ്പുറങ്ങൾ നാം പഠിച്ചു നോക്കിയാൽ ഇവരുടെ എല്ലാ മെയിൻ അജണ്ട എന്ന് പറയുന്നത് സൈറ്റനിസമാണ്. ദൈവത്തിന് സ്തോത്രം. സാത്താനെ എങ്ങനെ പ്രീതിപ്പെടുത്താം, എങ്ങനെ പ്രസാദിപ്പിക്കാം എന്നുള്ള ചിന്തയിൽ അവർ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഇന്നത്തെ ലോകത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സാത്താനിസം എന്ന് പറയുന്നത് ലോകത്തിൽ ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പുരാതന കാലത്ത് ഇതുണ്ടായിരുന്നു. എന്നാൽ ആധുനിക കാലത്ത് 1966-ാം ആണ്ടിലാണ് ആധുനിക സാത്താൻ സഭയുടെ സ്ഥാപനം. കാലിഫോർണിയ എന്ന സ്ഥലത്ത് ആൻഡർ സാൻഡർ ലേവെ എന്ന് പറയുന്ന ഒരു മനുഷ്യനാൽ സ്ഥാപിക്കപ്പെട്ട സാത്താന്യ സഭ ഇന്ന് വളർന്ന് പടർന്ന് പന്തലിച്ച് ലോകം മുഴുവൻ വ്യാപിക്കുകയാണ്. ഒരുപക്ഷേ ഈ ഉയർന്ന പ്രദേശത്ത് താമസിക്കുന്ന നിങ്ങൾക്ക് ഒരുപക്ഷെ അതിനെക്കുറിച്ച് വേണ്ടും പോലെ അറിവില്ലായിരിക്കാം. അറിവുള്ളവരും കണ്ടേക്കാം. എന്നാൽ ഞങ്ങൾ പാർക്കുന്ന എറണാകുളം പട്ടണം ഇന്ന് ഇതിന്റെ പിടിയിലാണെന്ന് ഞാൻ നടുക്കത്തോടെ പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. എറണാകുളത്ത് ഫോർട്ട് കൊച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ വിധത്തിലുള്ള വലിയ വലിയ പള്ളികൾ, ദൈവത്തിന് സ്തോത്രം, സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇത് പണിത് കൊടുത്തിരിക്കുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന വലിയ വലിയ സ്ഥാപനങ്ങൾ. പേരൊന്നും എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരൊക്കെയാണ് ഇത് പണി കഴിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് പോലും. സ്വന്തം ഇഷ്ടം നടക്കുവാൻ, സ്വന്തമായ ഉയർച്ചയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ, ഭീകരമായ അവസ്ഥ, മനുഷ്യ മനസ്സ് ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള അവസ്ഥകൾ ലോകത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ചാർട്ടിന്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു സൈറ്റനിക് ചർച്ചിന്റെ അകഭാഗമാണ് ഇവിടെ ചിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. വളരെ മനോഹരമായി അലങ്കരിച്ച് തലകീഴായ കുരിശുകളോടുകൂടെ ഒരു പുൽപ്പിറ്റും മറ്റതുപോലുള്ള ചില സംവിധാനങ്ങളും ഒക്കെ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സാത്താന്യ പള്ളിയുടെ പടം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നടക്കുന്ന ആരാധന, അതിനവർ കൊടുക്കുന്ന പേര് ബ്ലാക്ക് മാസ് എന്നാകുന്നു, അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറഞ്ഞ് പല പേരുകൾ അവർ കൊടുക്കാറുണ്ട്. ഏതെങ്കിലും ഒരു മാസത്തില് 13 എന്ന് പറയുന്ന ദിവസം, ദൈവത്തിന് സ്തോത്രം, വെള്ളിയാഴ്ചയാണെങ്കിൽ അതവരുടെ പ്രധാനപ്പെട്ട ദിവസമാണ്. നമ്മുടെ ഈ 2016-ാം ആണ്ടിൽ തന്നെ ഏതാണ്ട് എനിക്ക് തോന്നുന്നത് 3-4 മാസങ്ങൾ 13-ാം തീയതി വെള്ളിയാഴ്ചയാണ്. 13 എന്ന് പറയുന്ന സംഖ്യ അത് സൈറ്റനിക് നമ്പർ എന്താണ് പൊതുവെ അറിയപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. യൂറോപ്യൻ രാജ്യങ്ങളിൽ, അമേരിക്കൻ നാടുകളിലൊക്കെ ചെന്നാൽ, അവിടെ ഹോട്ടലുകളിൽ ചെന്നാൽ 12-ാം നമ്പർ റൂം കഴിഞ്ഞാൽ പിന്നെ 13-ാം നമ്പർ റൂം ഇല്ല. 12A പിന്നെ 14 അങ്ങനെയാ പോകുന്നത്. 13-ാം നമ്പർ റൂമില്ല. ഞാൻ വിദേശ രാജ്യങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ വായിച്ചു കേട്ടിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് കാക്കനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ട്രിനിറ്റി വേൾഡ് എന്ന് പറയുന്ന ഒരു ഫ്ളാറ്റിൽ നമ്മുടെ ഒരു വിശ്വാസി ഏതാണ്ട് 11-ാമത്തെ നിലയിൽ താമസിക്കുന്നു. ഞാൻ ആ ഫ്ളാറ്റിൽ ലിഫ്റ്റിൽ കയറിയിട്ട് ദൈവത്തിന്
സ്തോത്രം. ആ നിലയിലേക്ക് പ്രസ് ചെയ്ത് ലിഫ്റ്റിൽ നമ്പർ നോക്കിയപ്പോൾ 12ാമത്തെ കഴിഞ്ഞിട്ട് 13 എന്ന് പറയുന്ന ഒരു ഫ്ലോർ അവിടെ ഇല്ല. ദൈവത്തിന് സ്തോത്രം. അവിടെയും കൊടുത്തിരിക്കുന്നു 12A. അത് കഴിഞ്ഞ് അടുത്തത് 14 എന്നാണ് കൊടുത്തിരിക്കുന്നത്. 13 എന്ന നമ്പർ. ചില നാളുകൾക്ക് മുമ്പ് നമ്മുടെ കേരള മന്ത്രിസഭയിൽ 13ാം നമ്പർ വണ്ടി എടുക്കാൻ മന്ത്രിമാർക്ക് പേടിയാണെന്ന് പറഞ്ഞ് പത്രത്തിലൊക്കെ നമ്മൾ വായിച്ചില്ലേ? പൊതുവെ 13 എന്ന് പറയുന്ന നമ്പർ സൈറ്റനിക് നമ്പറാണെന്ന് പറയുന്നു. അവർ ചില പ്രാധാന്യങ്ങൾ അതിന് കൊടുക്കുന്നുമുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സാത്താന്യ ആരാധന ലോകത്തിൽ വർദ്ധിച്ച് പെരുകി വരികയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ലോകത്തിൽ അത് പെരുകി വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ സീക്രട്ട് സൊസൈറ്റികൾ അഥവാ സാത്താനാൽ പ്രേരിതരായി തീർന്ന് ഇന്ന് ലോകത്തിൽ വളർന്നു വരുന്ന ഈ സംഘടനകളുടെ പ്രവർത്തന മേഖലകളെ കുറിച്ച് നാം നോക്കിയാൽ അവിടെ ഏറ്റവും വലിയ പ്രവൃത്തി ഹ്യൂമൻ സാക്രിഫൈസ്, മനുഷ്യനെ യാഗം കഴിക്കുക, മനുഷ്യനെ കൊന്നൊടുക്കുക. ഇതാണ് അവരുടെ പ്രധാന അജണ്ട. അത് ഏത് നിലയിലാണെങ്കിലും അവർ ചെയ്യുവാൻ ഒരുക്കമുള്ളവരായി നിൽക്കുന്നു. ഇനി മറ്റൊരു നിലയിൽ നോക്കിയാൽ ദൈവിക പ്രവർത്തനങ്ങൾക്കെല്ലാം എതിരായി പ്രവർത്തിക്കുന്ന ഒരു ചിന്ത, അതാണ് ഇന്നത്തെ സൈറ്റനിക് വർഷിപ്പേഴ്സ് പ്രധാനമായി ചെയ്യുന്നതെന്ന് നമുക്കറിയാം. നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നമുക്ക് നോക്കാം. ഇന്ന് മ്യൂസിക് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ഭ്രാന്താണ്. വല്ലാത്ത മ്യൂസിക്, റോക്ക്, പോപ്പ് എന്നൊക്കെ പറയുന്ന മ്യൂസിക്കുകൾ കേട്ടിട്ടില്ലേ? അത് കണ്ട് ആളുകൾ അതിനകത്തങ്ങ് മയങ്ങിപ്പോവുകയാ. ദൈവത്തിന് സ്തോത്രം. ഈ അടുത്ത സമയത്ത് ഞാനൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്റെ ബസ്സിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട്, ദൈവത്തിന് സ്തോത്രം, അവൻ ഇങ്ങനെ തലയൊക്കെ വിട്ടു. ഞാൻ വിചാരിച്ചു അവനാണ്ട് വിട്ടുപാത ഏതാണ്ട് പിടിച്ചായിരിക്കും. അങ്ങനെ ഇങ്ങനെ കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ശ്രദ്ധിച്ചു നോക്കി, അവന് ചെവിക്കകത്തൂടെ 2 വള്ളി താഴോട്ട് കിടക്കുന്നു. അതിങ്ങനെ പോക്കറ്റിൽ കൂടെ വന്നവന്റെ പാനിന്റെ പോക്കറ്റിൽ കിടക്കുക. ഏതോ വലിയ ഐപോഡൊക്കെ വെച്ചിട്ട് അവൻ കേൾക്കുകയാണ്. ഞാൻ എന്നാ ഒന്ന് അടുത്തിരുന്നവനെ ഒന്ന് പഠിക്കാൻ വിചാരിച്ച് 2 സീറ്റ് എഴുന്നേറ്റ് മുമ്പോട്ട് വന്ന് തൊട്ടുപുറയിരുന്നു. തൊട്ടുപുറ ചെന്നപ്പോഴേ കണ്ടത് നമ്മുടെ ഒരു വിശ്വാസി സഹോദരനാ. ദൈവത്തിന് സ്തോത്രം. അപ്പോഴാണ് കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറഞ്ഞ പോലെ പിടികിട്ടി. അല്പസമയം കഴിഞ്ഞ് ഇവന്റെ ഈ ആഘോഷമൊക്കെ കഴിഞ്ഞ് ഞാൻ തോളിലൊട്ടും തട്ടി തിരിഞ്ഞു നോക്കിയപ്പോ എന്നെയാ കണ്ടത്. വല്ലാത്തൊരു വെപ്രാള്. ചെവിയിൽ നിന്നെല്ലാം കൂടെ വലിച്ചെടുത്തെറിഞ്ഞിട്ട് ആകപ്പാടെ പ്രശ്നം ഉണ്ടാക്കിയ. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, പെന്തിക്കോസുകാരായ മാതാപിതാക്കളെ, യൗവനക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളുമേ, ഇന്നത്തെ ലോകത്തിന്റെ ആസ്വദിപ്പാൻ കഴിയുന്ന മ്യൂസിക് നിങ്ങളെ കൊണ്ട് എത്തിക്കുന്നത് വേറൊരു തലത്തിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജോൺ ഹാഗി എന്ന് പറയുന്ന ഒരു ഭക്തനായ മനുഷ്യനുണ്ട്. ഈ സാത്താന്യ വർഷിപ്പേഴ്സിന്റെ ആരാധന, അവരുടെ രീതികളെ കുറിച്ച് പഠിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വെച്ചുകൊള്ളട്ടെ. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട 3 മ്യൂസിക്കുകൾ: 1 ആസിഡ് റോക്ക് മ്യൂസിക്, 2 മെറ്റൽ, ഹെവി മെറ്റൽ ആൻഡ് ബ്ലാക്ക് മെറ്റൽ മ്യൂസിക്. ഈ 3 വിധമായ സംഗീതങ്ങളും മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് മറ്റൊരു തലത്തിലാ. എന്ന് പറഞ്ഞാൽ കൊലപാതകം ചെയ്യുവാനുള്ള പ്രേരണ, ദൈവത്തിന് സ്തോത്രം, ദുർനടപ്പ് ചെയ്യുവാനുള്ള പ്രേരണ, ദൈവത്തിന് സ്തോത്രം, മോഷണം നടത്തുവാനുള്ള പ്രേരണ. ഈ സംഗീതം ഒന്ന് കേട്ടാൽ മതി, നമ്മൾ മറ്റൊരു തലത്തിലേക്ക് ആക്കപ്പെടും. സാത്താൻ ഇന്ന് പെരുകി വന്ന് ലോകത്തിൽ അവന്റെ പ്രവൃത്തി ശക്തിയോടെ ചെയ്യുക. ഈ പാട്ടുകളിലെല്ലാം നമ്മൾ അറിയാതെ ലൂസിഫറിനെ വാഴ്ത്തുന്ന ആ വാക്കുകളൊക്കെ അവിടെ അവർ ഉച്ചരിക്കുകയാ. അറിയാതെ പോലും ഇത് നമ്മുടെ തലമുറകൾ ചെയ്യരുത് എന്ന് ഞാൻ പറയുക. യൗവനക്കാരോട് പറയുന്നു, നിങ്ങളുടെ മൊബൈൽ ഫോണുകളിൽ, നിങ്ങളുടെ ഐപോഡുകളിൽ ഈ വിധത്തിലുള്ള പാട്ടുകളുണ്ടോ? ഒരിക്കലൊരു വീട്ടിലേക്ക് ഞാൻ സന്ദർശനത്തിൽ ചെന്നപ്പോൾ ആ വീടിന്റെ ഒരു 100-200 മീറ്റർ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര ഇടിയുടെ ശബ്ദം കേൾക്കാം, ഭയങ്കര മുഴക്കം. ഞാൻ ആ വീട്ടിലോട്ട് അടുക്കുമ്പോൾ ആ വീട്ടിൽ നിന്ന് കേൾക്കുന്ന മ്യൂസിക്കാ. ഒരു വലിയ ഹോം തിയേറ്റർ പിടിപ്പിച്ചിട്ട് ഈ ഇതുപോലുള്ള ഒരു മ്യൂസിക്കിന്റെ സീഡിയിട്ട് തകർക്ക് ഇടി മാത്രമേ കേൾക്കുന്നുള്ളൂ. 10 മിനിറ്റ് അതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ ഇവൻ തനി പ്രാന്തനായിട്ട് മാറും. യാതൊരു സംശയവുമില്ല. അവസ്ഥയിലാണ് പോക്ക്. വാത്സല്യ ദൈവമക്കളെ, വീടുകളിൽ എവിടെയെങ്കിലും ഉണ്ടോ നിന്റെ വീട്ടിൽ സാത്താൻ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാ? ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി തന്നെ നശിപ്പിക്കുവാൻ തീരുമാനിക്കണം. ഇല്ലെങ്കിൽ സാത്താൻ നിന്റെ വീട് വിട്ടു പോകത്തില്ല. നിന്റെ അന്ത്യം പിശാചിനാലായിരിക്കും. അതുകൊണ്ട് മറക്കല്ലേ, സാത്താൻ ഇന്ന് ലോകത്തെ വഞ്ചിക്കുന്നു. തിരുവെടുത്ത് പറയുന്നു, മുഴു ലോകവും സാത്താന്റെ ദുഷ്ടന്റെ അധീനതയിൽ. അവൻ ഈ ലോകത്തിന്റെ ദൈവമാണ്. അതുകൊണ്ട് അവന്റെ ആഗ്രഹം എന്നറിയാമോ? ലോകം എന്നെ ആരാധിക്കണം, ദൈവത്തെ ആരാധിപ്പാൻ. വിശുദ്ധ ബൈബിൾ ലോകത്തോട് പറയുമ്പോൾ സാത്താൻ ലോകത്തോട് പറയുന്നു, ഞാൻ നിങ്ങളുടെ ദൈവമാണ്, നിങ്ങൾ എന്നെ ആരാധിക്കണം. അതാണ് അവർ മുമ്പോട്ട് പോകുന്നത്. ഈ അടുത്ത കാലത്ത് ലോകത്തിൽ നടന്ന പല സംഭവങ്ങളെ കുറിച്ച് നാം പഠിച്ചാൽ, ദൈവത്തിന് സ്തോത്രം, മഹാന്മാർ പലരും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എണ്ണം വർദ്ധിക്കുകയാ. സാധാരണക്കാരല്ല പ്രിയരെ, കോടീശ്വരന്മാർ, വലിയ വലിയ ധനവാന്മാർ, ധനികന്മാർ, ദൈവത്തിന് സ്തോത്ര, സമൂഹത്തിൽ ഉന്നത നിലയിലുള്ളവർ ആരുമറിയാതെ രഹസ്യമായി ഇങ്ങനെയുള്ള ആരാധനകൾക്കും കൂട്ടങ്ങൾക്കും ഒക്കെ പോയി സംബന്ധിക്കുന്നതായി രഹസ്യമായ വാർത്തകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. ഈ അടുത്ത സമയത്ത് ഡോക്ടർ മിഖായേൽ യൂസഫ് എന്ന് പറയുന്ന ആ ഭക്തനായ മനുഷ്യൻ ഒരു പുസ്തകം എഴുതി. ദൈവത്തിന് സ്തോത്രം. നോ ദ റിയൽ എനിമി എന്ന് പറയുന്ന അദ്ദേഹം
അദ്ദേഹത്തിന്റെ പുസ്തകം നാം വായിച്ചു നോക്കിയാൽ അദ്ദേഹം അതിൽ പറയുന്ന അനേക സംഭവങ്ങൾ ഞാനത് വായിച്ചിട്ട് അത്ഭുതപ്പെട്ടു. എത്ര ഭീകരമായ സംഭവം! ഒരിക്കൽ ഒരു മനുഷ്യൻ, ജോൺ വോൺ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അമേരിക്ക ഡെട്രോയിറ്റിൽ നിന്ന് ബോൺസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്ത് ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ തന്റെ അടുത്ത സീറ്റിൽ നിന്ന് ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നു. ഇദ്ദേഹത്തിന് വലിയ സന്തോഷം തോന്നി. അടുത്തിരിക്കുന്ന വിശ്വാസിയാണല്ലോ. പ്രാർത്ഥന കഴിഞ്ഞ് ചോദിച്ചു, നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ? അദ്ദേഹം പറഞ്ഞല്ല, ഞാനൊരു സാത്താന്യനാണ്. ഇദ്ദേഹം ഭയപ്പെട്ടു പോയി. എന്താണ് നിങ്ങൾ പ്രാർത്ഥിച്ചത്? നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? ആരോടാണ് പ്രാർത്ഥിച്ചത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ലൂസിഫറിനോട് പ്രാർത്ഥിക്കുക. എന്തിനാണ് നിങ്ങൾ പ്രാർത്ഥിച്ചത്? UK-യിൽ ഒരു മിഷണറി ആത്മീക പ്രവർത്തനങ്ങൾ നടത്തുവാൻ വരുന്നു. അവന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ താളം തെറ്റിക്കുവാൻ ഞാൻ 3 ദിവസമായി ഉപവാസം എടുക്കുകയാണ്. എന്നെ അതിന് നിയോഗിച്ചയച്ചിരിക്കുകയാണ്. ആ ഭക്തനായ മനുഷ്യൻ ഭയപ്പെട്ടു പോയി. എന്നെ കേൾക്കുന്ന വാത്സല്യ സ്നേഹിതരെ, നമ്മൾ ജീവിക്കുന്ന സമൂഹം സീക്രട്ട് സൊസൈറ്റികളാൽ നിറഞ്ഞു നിൽക്കുകയാണ്. രഹസ്യ സമൂഹങ്ങളാൽ എന്ന് പറഞ്ഞാൽ സാത്താനാൽ പിടിക്കപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാൽ നിറഞ്ഞു നിൽക്കുന്ന അനുഭവം. ഇനി നമ്മുടെ വിശ്വാസി സഹോദരനുടെ ഒരു അനുഭവം ഞാൻ പറയട്ടെ. ഈ അടുത്ത സമയത്ത് അദ്ദേഹം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയമായി തന്റെ ഭാര്യ സഹോദരി നല്ല ബ്രെഡെല്ലാം എടുത്ത് നല്ല ദൈവത്തിന് സ്തോത്ര സാൻഡ്വിച്ച് പോലെ ആക്കി പേപ്പറിൽ പൊതിഞ്ഞു കൊടുത്തു. ഒരു 7:30 സമയത്ത് അദ്ദേഹം ട്രെയിനിൽ നിന്ന് ഈ പാക്കറ്റ് അഴിച്ച് കഴിക്കുവാൻ തുടങ്ങുമ്പോൾ തന്റെ അടുക്കൽ ഒരു സഹോദരൻ ഇരിക്കുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, ഒരു പീസ് കഴിക്കുന്നു? അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ ഉപവാസം, ഫാസ്റ്റിംഗ്. എന്തിനാണ് ഫാസ്റ്റിംഗ് എന്ന് ചോദിച്ചപ്പോൾ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ പറയുക, ഞാനൊരു സൈറ്റനിക് വർഷിപ്പറാണ്. 3 ദിവസമായി ഞാൻ ഉപവാസത്തിലാണ്. ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നവർ, ദൈവവചനത്തെ വിളിച്ചു പറയുന്നവർ, യേശുവിന്റെ മാർഗത്തെ ഉയർത്തി പറയുന്നവർ, അവരുടെ പ്രവർത്തികൾ അവതാളത്തിലാകണം. അതിനുവേണ്ടി ഞാൻ ഉപവസിക്കുക. നിങ്ങൾ പാർക്കുന്ന സമൂഹം ഏതെന്നറിയുമോ? യേശുവിന്റെ വരവിനോട് അടുക്കുമ്പോൾ സാത്താൻ മുഴുവൻ ശക്തിയോടുകൂടെ പ്രവർത്തിക്കുകയാണ്. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, ശത്രു മുഴുവൻ ശക്തിയോടുകൂടെ പോരാടുക, തന്ത്രത്തോടുകൂടെ പോരാടുകയാണ്. മാത്രമല്ല, ഇവൻ എങ്ങനെയാ പ്രവർത്തിക്കണമെന്നറിയാമോ? ഇവരുടെ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. ചാത്തിന്റെ ഈ ഭാഗത്തേക്ക് നാം വരുമ്പോൾ സൈറ്റനിക് വർഷിപ്പേഴ്സ് ഇറക്കി മാർക്കറ്റിൽ വിറ്റഴിക്കുന്ന ചില പ്രൊഡക്റ്റുകളെയാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ടീഷർട്ടുകളുടെ പടം കൊടുത്തിരിക്കുകയാണ്, തലകീഴായ ക്രൂശും അതിൽ ചില എഴുത്തുകളും. എല്ലാം വിശദമാക്കി പറയുവാൻ ഇപ്പോൾ സമയമില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു കൺവെൻഷനിൽ പങ്കെടുക്കുവാൻ പോകുമ്പോൾ അവിടെ വർക്കേഴ്സ് ഡൈനിങ് ഹാളിൽ വിളമ്പുവാൻ നിൽക്കുന്ന ഒരു യൗവനക്കാരൻ ഒരു ടീഷർട്ട് ഇട്ടുകൊണ്ട് വിളമ്പുകയാണ്. ഞാൻ നോക്കിയിരുന്നപ്പോൾ അവന്റെ ടീഷർട്ടിന്റെ പുറയിൽ ഒരു റൗണ്ട് സ്റ്റാറിന്റെ പടം, അതിനകത്ത് ഒരു തലയോട്ടിയുടെ പടം. ഞാൻ അവനെ സ്നേഹത്തോടെ വിളിച്ചു, വിശ്വാസഭവനത്തിനകത്തേക്ക് കൊണ്ടുപോയി. ഞാൻ ചോദിച്ചു, സഹോദര മോനെ, നീ ഇട്ടിരിക്കുന്ന ടീഷർട്ട് എവിടുന്ന? അവൻ പറഞ്ഞു, ഞാൻ വാങ്ങിച്ചതാ. എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അവൻ പറഞ്ഞു, ഒരു പ്രത്യേകതയുമില്ല. ഞാൻ ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ? അവൻ പറയുന്നു, ഒരു 2-3 മാസമായി ജോലിയിൽ എനിക്ക് സ്ഥിരപ്പെടുവാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു, കാരണം പറഞ്ഞു തരാ. വിളിച്ചകത്തേക്ക് കൊണ്ടുപോയി അവന്റെ ടീഷർട്ട് ഞാൻ ഊരിയിട്ട് അതിന്റെ പിൻഭാഗം അവനെ കാണിച്ചപ്പോൾ സൈറ്റനിക് വർഷിപ്പേഴ്സിന്റെ ലേബൽ അവന്റെ പുറത്ത് കാണുകയാ. അവൻ അത്ഭുതപ്പെട്ടു. ഞാൻ ചോദിച്ചു, നീ ഇത് അറിഞ്ഞുകൊണ്ടാണോ? അല്ലച്ചാ, ഞാൻ അറിഞ്ഞില്ല. അവൻ കരഞ്ഞു. ആ ടീഷർട്ട് വലിച്ചേറി അവൻ തീ കത്തിച്ചു കളഞ്ഞു. അവന്റെ ജോലിയിൽ അവൻ സ്ഥിരപ്പെട്ടു. ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് പറയുക, നിങ്ങൾ മാർക്കറ്റിൽ പോയി വാങ്ങുന്ന സകല സാധനങ്ങളും ശോധന ചെയ്തിട്ട് വാങ്ങണം. ഈ അടുത്ത സമയത്ത് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു കുട്ടിയുടെ കയ്യിൽ പേനായിരിക്കുന്നു. ഞാൻ ആ പേന വാങ്ങിച്ചിട്ട് നോക്കുമ്പോൾ അതിന്റെ റീഫില്ലർ ഇങ്ങനെ ജെല്ല് കൊണ്ട് നിറച്ചതാ. ഇങ്ങനെ തിരിച്ചാൽ അതിനകത്ത് ജെല്ലൊഴുകിപ്പോവും. അതിനകത്ത് ഞാൻ നോക്കുമ്പോൾ ഒരു സാറ്റാന്റെ രൂപവും 666 എന്ന് പറഞ്ഞൊരു എഴുത്തും അതിനകത്ത് കിടന്നോടും. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ എത്തപ്പെട്ടിരിക്കുന്നു. എത്ര ഭീകരമായ അവസ്ഥകളാ! എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, സാത്താൻ നമ്മെ വഞ്ചിക്കരുതേ എന്ന് ഞാൻ വളരെ വ്യക്തമായി ഓർപ്പിക്കുകയാണ്. അന്ത്യകാലത്തിന്റെ അവസാന നിമിഷത്തിൽ നാം വന്ന് നിൽക്കുകയാണ്. ഈ അടുത്ത സമയത്ത് നമ്മുടെ വിശ്വാസം നടത്തുന്ന ഒരു ഫുട്വെയറിലുണ്ടായ സംഭവം പറയട്ടെ. ഇതൊക്കെ നടന്നിട്ടുള്ള സംഭവമാണ്. ഒരു സ്നേഹിതൻ തന്റെ കടയിൽ നിന്ന് ഒരു ചെരുപ്പ് വാങ്ങിക്കൊണ്ട് വീട്ടിൽ പോയി ചെന്നപ്പോൾ ചെരുപ്പൂരി നോക്കുമ്പോൾ ഇതുപോലെ തലകീഴായ ഒരു കുരിശിന്റെ പടം ചെരുപ്പിന്റെ അടിയിൽ കാണുന്നു. അവനെന്തോ സംശയം തോന്നി. ചിലരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ സൈറ്റനിക് വർഷിപ്പേഴ്സിന്റെ പ്രോഡക്റ്റാണ്. ഇവൻ ഇതുമായിട്ട് ഓടി നമ്മുടെ വിശ്വാസിയുടെ കടയിൽ വന്നു. കടയിൽ ചെന്നപ്പോൾ കടയിലെ റാക്കിൽ ഒരു 10-20 ജോഡി ചെരുപ്പ് വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. അവനും ഇത് അറിഞ്ഞുകൊണ്ട് വാങ്ങിയതല്ല. പിറ്റേ ദിവസം കമ്പനിക്കാരെ വിളിച്ചത് തിരിച്ചു കയറ്റി വിട്ടു. അറിയാതെ എന്താ സംഭവം എന്നറിയാമോ? യേശുവിന്റെ ക്രൂശിനെ നടന്നു പോകുന്നവരെല്ലാം ചവിട്ടിക്കൊണ്ടുപോകും. എങ്ങനെ യേശുവിന്റെ മാർഗത്തെ അവഹേളിക്കാമോ അതിനുള്ള മാർഗങ്ങൾ അവർ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാ. എല്ലായിടത്തും ഈ സംഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ശത്രു വല്ലാതെ പോരാടുകയാ. ഇത് അന്ത്യനിമിഷത്തിലാണ് നിൽക്കുന്നതെന്ന് നാം അറിഞ്ഞുകൊള്ളേണം. ദൈവത്തിന്റെ സ്തോത്രം. സൈറ്റാനിക് വർഷിപ്പേഴ്സിന്റെ ജീവിതത്തെ നോക്കി
നോക്കിയാൽ ഈ ഭാഗത്ത് ചാർട്ടിന്റെ ഈ ഭാഗത്ത് ഒരു കൈയുടെ സിമ്പൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ സിമ്പൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ തമ്മിൽ കാണുമ്പോൾ പ്രൈസ് ദി ലോർഡ് പറയുന്നത് പോലെ അവർ തമ്മിൽ കാണുമ്പോൾ കാണിക്കുന്ന സിമ്പലാണിത്. ഇതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? ഐ ലവ് സൈറ്റൻ, ഞാൻ പിശാചേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. നമ്മുടെ പല ആളുകളും ഒക്കെ ഇങ്ങനെയുള്ള സിമ്പൽ പിടിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരിക്കലും ഞാൻ ദൈവവചനം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കൈയുയർത്തി പ്രസംഗിച്ചപ്പോൾ അറിയാതെ കൈ ഇങ്ങനെ ഒന്ന് മടങ്ങിയിരുന്നു പോലും. ഒരാൾ, ഒരു സഹോദരൻ എന്നെ കണ്ടിട്ട് അന്ന് എനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ലായിരുന്നു. എന്നോടൊന്ന് പറഞ്ഞു, കൈ എടുക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആവുന്നുണ്ട്. ഞാൻ എന്താണ്? അദ്ദേഹം എനിക്ക് ഈ സംഭവം പറഞ്ഞു. ഞാൻ അതിനുശേഷം ഇതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. ഞാൻ വല്ലാതെ ഭയപ്പെട്ടു. അറിയാതെ പോലും നമുക്ക് അങ്ങനെ വയ്ക്കുവാൻ ഇടവരരുത്. ഈ അടുത്ത സമയത്ത് നമ്മുടെ ഒരു വിശ്വാസി സഹോദരൻ ഫോട്ടോഗ്രാഫറാണ്. അവൻ വിവാഹ വീട്ടിൽ ഫോട്ടോ എടുക്കുവാൻ ചെന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ കൈപിടിച്ച് നിൽക്കുകയാണ്, ചിരിക്കുന്നില്ല. എന്താ കാര്യം ചോദിച്ചപ്പോ യൗവനക്കാർ പറയും, ഇപ്പോഴത്തെ സ്റ്റൈൽ ഇതല്ല, സാത്താൻ മനുഷ്യരുടെ ഇടയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഇത് അന്ത്യനാഴികയാകുന്നു കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു, നിങ്ങൾ ഓർത്തുകൊള്ളണം. മാത്രമല്ല വീണ്ടും നാം നോക്കുമ്പോൾ ലോകത്തിൽ ഇന്ന് അതുപോലെയുള്ള ഒരുപാട് സംഗതികൾ മുൻപിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഈ ചാർട്ടിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരികയാണ്. ഈ ഭാഗത്തേക്ക് നിങ്ങൾ വന്നാൽ ഒരു പ്രത്യേക സിമ്പൽ നിങ്ങൾക്ക് കാണാം. ഒരു വേൾഡ് ബ്രാൻഡിന്റെ എംബ്ലമാണ് ഈ കാണുന്നത്. മോൺസ്റ്റർ എന്ന് പറയുന്ന കമ്പനി അവരുടെ പ്രൊഡക്റ്റുകൾ മുഴുവൻ പുറത്തിറക്കുമ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന എംബ്ലമാണ് ഈ കാണുന്നത്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ എബ്രായ ഭാഷയിലെ 6 എന്നുള്ളതിന്റെ സിമ്പലാണിത്. ഇവിടെ കാണുന്ന 3 വരകൾ 666 എന്നുള്ള രേഖ അവരവരുടെ പ്രൊഡക്റ്റുകളിൽ തിരിച്ചറിയാതെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതൊക്കെ സംഭവിച്ചു കഴിയുകയാണ്. നമ്മുടെ സമീപത്ത്, നമ്മുടെ ചുറ്റുപാടുകൾ വന്നു. ഈ അടുത്ത സമയത്ത് ഞാൻ തിരുവല്ലയിൽ ഒരു കൺവെൻഷനിൽ പ്രസംഗിച്ചു കഴിഞ്ഞ് ഇറങ്ങി സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ പന്തൽ കൂടെ നടക്കുമ്പോൾ ഒരു കൊച്ചുകുഞ്ഞ് ഒരു അമ്മയുടെ തോളിലിരുന്ന് ആ അമ്മയുടെ മുടി വലിച്ചു പറിക്കുന്നു, അമ്മയെ അടിക്കുന്നു, വായി എടുത്തെറിയുന്നു. ഞാൻ വല്ലാത്തൊരു അസ്വസ്ഥതയിൽ ആ കുഞ്ഞ്. ഞാൻ വളരെ ശ്രദ്ധിച്ചു നോക്കി. പെട്ടെന്ന് എന്റെ ശ്രദ്ധ ആ കുഞ്ഞിലേക്ക് പോയി. ഞാൻ നോക്കുമ്പോൾ കണ്ട കാഴ്ച ഭീകരമായിരുന്നു. ആ കുട്ടിയുടെ പുറത്തൊരു കൊച്ചു ബാഗ് തൂക്കിക്കിടക്കുന്നു. ഞാൻ വേഗം അടുത്തേക്ക് എഴുതു നോക്കിയപ്പോൾ അതിൽ ഈ എംബ്ലവും മോൺസ്റ്റർ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓടി അവരുടെ അടുക്കൽ ചെന്ന പിതാവിനെയും മാതാവിനെയും വിളിച്ച് മാറ്റി നിർത്തി. ഞാൻ പറഞ്ഞു, സ്നേഹിത, നിങ്ങളുടെ കുഞ്ഞ് എന്തുകൊണ്ടാണ് ഇങ്ങനെ കരയുന്നത്? അപ്പൊ ഞാൻ അറിഞ്ഞുകൂടാ, വലിയ കരച്ചില, രാത്രിയും പകലും. ഞാൻ വിളിച്ച് മാറ്റി നിർത്തി യാഥാർത്ഥ്യം പറഞ്ഞു കൊടുത്തു. ഇന്ന് തന്നെ വീട്ടിൽ ചെന്ന് ചുട്ടുകളയാൻ പറഞ്ഞു. അവർ വീട്ടിൽ ചെന്ന് അതുപോലെ ചെയ്തു. പ്രാർത്ഥനയോടെ ചുട്ടുകളഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, അടുത്ത ദിവസം മുഴുവൻ ആ കുഞ്ഞിന് കരച്ചിലില്ല. എന്തേ കാരണം? ഇവർ ഇറക്കുന്ന പ്രൊഡക്റ്റുകളിൽ മുഴുവൻ സാത്താന്യ സ്പിരിറ്റ് അവർ ആലേഖനം ചെയ്താണ് അയച്ചുകൊണ്ട് വിടുന്നത്. ഇതിനാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുമോ? വല്ലാത്ത പരിതാപകരമായ അവസ്ഥ. സാത്താൻ മനുഷ്യനെ മൊത്തത്തിൽ കെട്ടിപ്പൂട്ടിയിടുകയാ. അന്തിമകാലമെന്നറിഞ്ഞ് യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട് വേണം നാം യാത്ര ചെയ്തു പോകുക. ഇവിടേക്കെന്നറിയാതെ ലോകം ചീറിപ്പായുകയാ. എവിടെ ചെന്ന് വീഴുമെന്ന് ആർക്കും അറിയുന്നില്ല. അന്ത്യകാലത്തിലേക്ക് എത്തി നിൽക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ശോധന ചെയ്തു കൊള്ളണം. കടയിൽ പോയി പ്രൊഡക്റ്റ് വാങ്ങിയാൽ നോക്കി വാങ്ങിച്ചു കൊള്ളണം. ഇന്ന് ബനിയനുകളിൽ, പേനാകളിൽ, ടീഷർട്ടുകളിൽ, മുണ്ടുകളിൽ, പാന്റുകളിൽ, അതുപോലെയുള്ള സ്കൂൾ ബാഗ്, അതിന്റെ ബോട്ടില്, ഇതിലെല്ലാം പതിപ്പിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ മറ്റൊരു കാര്യം, പാവകൾ, ഡോള്. ഇന്ന് കുട്ടികൾക്ക് വലിയ പ്രാധാന്യമുള്ളതാ. ഇന്ന് പല പാവകളിലും, പല പാവയുടെ രൂപങ്ങളിലും ഇതുപോലെയുള്ള രൂപങ്ങൾ അവർ ആലേഖനം ചെയ്യുന്നു. ഇതിനാൽ സംഭവിക്കുന്നത് ആ സ്പിരിറ്റ് അവരിലേക്ക് കടന്നു വരികയാണ്. സാത്താന്യ ശക്തി പെരുകയാണ്. ഒരു നിമിഷം നമുക്കെല്ലാവർക്കും ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കളും യേശുവിന്റെ നാമ പാതാള ഗോപുരങ്ങളെ ജയിച്ചതാ. സാത്താന്റെ ശക്തി നമ്മെ ജയിക്കുക. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ട് ഒരു മിനിറ്റ് സമയം നാം സ്തോത്രം ചെയ്യാൻ പോകുക. സ്തോത്രത്തിന്റെ ശക്തിയിൽ എരിഹോ വീഴണം. ഇന്ന് രാത്രി സ്തോത്രത്തിന്റെ ശബ്ദം ഉയരുമ്പോൾ ഇവിടെ ഒരു ദൈവശക്തി ഉണ്ടാകണം. കഴിഞ്ഞ രാത്രിയിൽ ദൈവാത്മാവിന്റെ ഒരു കാര്യം ഓർപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇതോട് വ്യക്തമായി പറയുന്നത്. കഴിഞ്ഞ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവിനോട് ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. മന്ത്രവാദവും ആഭിചാരവും ഈ ദേശത്തിന്മേൽ ക്രിയ ചെയ്യുന്ന ചില മന്ത്രവാദത്തിന്റെ ശക്തികൾ ഉണ്ട് എന്ന് ദൈവാത്മാവിനോട് പറഞ്ഞു. ഇന്ന് രാത്രി വിശ്വാസമുള്ള ദൈവമക്കൾ പ്രാർത്ഥിച്ചാൽ മന്ത്രവാദത്തിന്റെ ശക്തി തകർന്നു വീഴും. ഈ ശബ്ദം ചെല്ലുന്നിടത്ത് മന്ത്രവാദത്താൽ കഴിയുന്ന ബലഹീനപ്പെട്ടവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി അത്ഭുതം ചെയ്യുന്ന യേശു ഇറങ്ങി വരണം. ഒരാൾ പോലും ഇപ്പോൾ വെറുതെ ഇരിക്കരുത്. കരങ്ങൾ ഉയർത്തി, ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ, സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ആരും മൗനമായിരിക്കണ്ട. ശക്തിയോടെ സ്തോത്രം ചെയ്യൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ, എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. Praise the Lord, praise the Lord, praise the Lord, praise the Lord. Hallelujah, hallelujah. Praise the Lord, praise the Lord. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ശത്രു നമ്മെ ജയിക്കും. നിങ്ങളുടെ വീടുകൾ പ്രാർത്ഥനാ വീടുകളാകട്ടെ. പിശാച് നമ്മെ ജയിക്കുന്ന വീടുകളാകരുത്. യേശു മുഖാന്തരം നമുക്ക് ജയമുണ്ട്. വിശ്വാസമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
ഇന്ന് രാത്രിയിൽ സാത്താന്റെ മേൽ യേശു മുഖാന്തരം ദൈവം നമുക്ക് ജയം തന്നിരിക്കുക. വീണ്ടും നമുക്ക് ദൈവവചനത്തിലൂടെ അല്പം കൂടെ ചിന്തിക്കുക. എന്താണ് ഇന്ന് ലോകത്തിലെ മനുഷ്യനെ സാത്താൻ പിടിച്ചു കെട്ടുന്ന മറ്റൊരവസ്ഥ? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ലോകം ഗെയിം കളി എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുക. എല്ലാവർക്കും ഗെയിം വേണം. ഈ അടുത്ത സമയത്ത് ഞാനൊരു വീട്ടിൽ ചെന്നപ്പോ ഒരു 65-70 വയസ്സുള്ള ഒരു വല്യപ്പൻ, കണ്ണുപോലും കാണാൻ വയ്യ, വലിയൊരു കണ്ണാടിയൊക്കെ വെറ്റി ചെയ്തിരുന്നു മൊബൈലിനകത്ത് ഇങ്ങനെ കുത്തുക. ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എന്ന് പറയാം, അപ്പൂപ്പം ഗെയിം കളിക്കുക. ഇന്ന് വല്യപ്പന്മാർക്കും ഗെയിം കളി, വല്യമ്മമാർക്കും ഗെയിം കളി, കൊച്ചുപിള്ളാർക്കും ഗെയിം കളി. എല്ലാവരും ഇന്നൊരു ഗെയിമില്ല. ജീവിതം ഒരു ഗെയിമാക്കി പോകുന്ന അവസ്ഥ. ഭീകരമായ ഒരു സംഭവം നിങ്ങളുടെ മുമ്പാകെ ഞാൻ വെക്കാം. ചാർട്ടിലേക്ക് വന്നാട്ടെ. ഈ ഭാഗത്തേക്ക് നിങ്ങൾ നോക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, പോക്കിമോൻ ഗോ എന്ന് പറയുന്ന ഒരു ഗെയിമിന്റെ എംബ്ലമാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. പോക്കിമോൻ ഗോ എന്നാണ് അതിന്റെ പേര്. ആ എഴുത്തുകൾ ചെയ്തിരിക്കുന്നത് തന്നെ ഒരു പ്രത്യേക അവസ്ഥയിലാണ്. സമയമുണ്ടെങ്കിൽ ഞാൻ പിന്നീട് അതൊക്കെ പറയാം. ദൈവത്തിന് സ്തോത്രം. എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ, ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ അഡിക്റ്റ് ആയിരിക്കുന്ന ഒരു ഗെയിമാണ് പോക്കിമോൻ ഗോ എന്ന് പറയുന്നത്. പോക്കിമോൻ എന്ന് പറഞ്ഞാൽ അത് ജാപ്പനീസ് വേർഡാണ്. അതിന്റെ അർത്ഥം മോൺസ്റ്റർ, ഒരു ഭീകര സത്വം, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പിശാചിനൊക്കെ കൊടുക്കുന്ന പേര് മോൺസ്റ്റർ. അതാണ് ആ വാക്കിന്റെ അർത്ഥം. പോക്കിമോൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അതാ. ദൈവത്തിന് സ്തോത്രം. ഈ ഗെയിം ഡൗൺലോഡ് ചെയ്താൽ, ഈ അടുത്ത സമയത്ത് ഞാൻ അതിനെക്കുറിച്ചുള്ള ആർട്ടിക്കിൾ വായിച്ചപ്പോൾ, ഒരു വീക്കിൽ, ഒരാഴ്ചയിൽ ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ഇന്ന് വരെയുള്ള കണക്കിൽ പോക്കിമോൻ ഗോയാണ്. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും അത് ഡൗൺലോഡ് ചെയ്യുക. എന്താണ് ഈ ഗെയിമിന്റെ പ്രത്യേകത എന്നറിയാമോ? ഈ ഗെയിം നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഡൗൺലോഡ് ചെയ്താൽ, ദൈവത്തിന് സ്തോത്രം, ചെയ്തു കഴിഞ്ഞാൽ ആ ഡൗൺലോഡ് ചെയ്യുന്ന വ്യക്തി അതിലേക്ക് നോക്കി. ഇന്നത്തെ ലോകത്തിലെ ആളുകൾ വ്യായാമമില്ല, എപ്പോഴും വിശ്രമിച്ച് മുറിക്കാതിരിക്കുക, ഇവരെ പുറത്തിറക്കാൻ വേണ്ടിയാണെന്നാണ് ഈ ഗെയിമിനെ കുറിച്ച് പറയുന്നത്. ഈ ഗെയിം ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ സ്മാർട്ട് ഫോണിൽ വെച്ചാൽ അത് നിങ്ങൾ ഓണാക്കി GPRS വഴി മാത്രമേ ഇത് ഡൗൺലോഡ് ചെയ്ത് വർക്ക് ചെയ്യുകയുള്ളൂ. ഇതുവഴി നിങ്ങൾ അങ്ങോട്ട് അത് വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ, നിങ്ങൾ വീട് വിട്ടിറങ്ങി ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 1 കിലോമീറ്റർ അല്ലെങ്കിൽ 100 മീറ്റർ നടന്നു കഴിയുമ്പോൾ ഒരു മോൺസ്റ്ററിനെ നിങ്ങൾക്ക് പിടിക്കാം. പിടിക്കുന്ന ആ മോൺസ്റ്റർ നിങ്ങൾക്കൊരു ഗോൾഡ് കോയിൻ ആയിരിക്കാം, അല്ലെങ്കിൽ പോയിന്റ് ആയിരിക്കാം, എന്തെങ്കിലും. എനിക്ക് അതിനെ കൃത്യമായി അറിയില്ല. അറിയാവുന്ന വിവരം ഞാൻ പറയുക. അതിനെ നിങ്ങൾക്കും നേടാം. അപ്രകാരം ചിലപ്പോൾ ഒരു ദിവസം 1 മീറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ 10 മീറ്റർ ആയിരിക്കും, ചിലപ്പോൾ 10 കിലോമീറ്റർ ആയിരിക്കും. എവിടെ വേണേലും ആരുടെയും മുഖത്ത് നോക്കണ്ട, ഇതിനകത്ത് നോക്കി അങ്ങ് നടന്നാൽ മതി. നമ്മുടെ പോകുന്ന റോഡ് കാണാം, പോകുന്ന വഴി കാണാം. ഇപ്പോൾ വാഹനങ്ങളിലെല്ലാം GPRS വെച്ചല്ലേ യാത്ര ചെയ്യുന്നത്. അതുപോലെ ദൈവത്തിന് സ്തോത്രം, ഈ പ്രവൃത്തി ഒരുവൻ ചെയ്യുവാൻ ആരംഭിച്ചാൽ അവന്റെ അവസ്ഥ പിന്നീട് മറ്റൊരു നിലയിലായിരിക്കും. ഇതിനെക്കുറിച്ച് പഠിക്കുന്ന മഹാന്മാരൊക്കെ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ദൈവത്തിന് സ്തോത്രം, ഒരു മനുഷ്യനെ ഏത് നിലയിലേക്ക് മാറ്റുവാനും കഴിയാവുന്ന ഒരു അവസ്ഥ ഞാൻ പറഞ്ഞു. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഒരു മനുഷ്യനെ ഫിസിക്കൽ വേൾഡിൽ നിന്ന് വെർച്വൽ വേൾഡിലേക്ക് എന്ന് പറഞ്ഞാൽ ഭൗതിക ലോകത്ത് നിന്ന് ഭാവനാലോകത്തേക്ക് മാറ്റുന്ന ഒരു പ്രത്യേക ഗെയിമാണിത്. ഞാൻ ദൈവമക്കളോട് താഴ്മയോടെ പറയുക, ആരുടെയെങ്കിലും ഫോണിൽ ഇതുണ്ടെങ്കിൽ ദയവായി നിങ്ങളത് ഡിലീറ്റ് ചെയ്ത് കളയണം. നിങ്ങൾ ആരും അത് ചെയ്യരുത് എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക. ഇത് ചെയ്താലുള്ള കുഴപ്പമെന്നറിയാമോ? ഒരാളെ എവിടെ വേണമെങ്കിലും ഈ ഗെയിമിന് കൊണ്ടെത്തിക്കുക. കമ്പ്യൂട്ടർ ശൃംഖല വളർന്നു വരുമ്പോൾ ആ കമ്പ്യൂട്ടർ ഇന്റർനെറ്റിൽ മറ്റു ഹാക്കർമാർ കയറി ഏത് സോഫ്റ്റ്വെയറും മോഷ്ടിക്കുവാൻ ബുദ്ധിയുള്ള മഹാന്മാർ ലോകത്തിലുണ്ട്. ഇറങ്ങിയാൽ ഒരു 10 ദിവസത്തിനുള്ളിൽ അതിന് വേറൊരു പാസ്വേഡ് ഉണ്ടാക്കി അത് പൊളിച്ചുകൊണ്ട് പോകൂ. അതാണ് ഇന്നത്തെ ലോകത്തിൽ നടക്കുന്നത്. ഇപ്പോൾ ഇത് നല്ലതെന്ന് തോന്നിയാലും നടക്കാത്ത ഒരാള് ഇത് കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ, ഈ കളി തുടങ്ങി കഴിഞ്ഞാൽ പതിയെ നടക്കും. 100 മീറ്റർ ആകുമ്പോൾ 1 പോയിന്റ്, വലിയ സന്തോഷം. പിന്നെ അടുത്ത പോയിന്റ് കാണുന്ന ഒരു സ്ഥലം ഉണ്ടാവും, അവിടെ വരെ നമ്മളങ്ങ് നടന്നാൽ മതി. ഇത് നോക്കി അങ്ങ് പോയാൽ എത്തേണ്ടിടത്ത് എത്തൂ. ദൈവത്തിന് സ്തോത്രം. ഈ അടുത്ത സമയത്ത് അമേരിക്കയില്, ദൈവത്തിന് സ്തോത്രം, ഒരു ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു യൗവനക്കാരൻ കഥ തുറന്നകത്തേക്ക് കയറി വന്നു. എല്ലാവരും അത്ഭുതപ്പെട്ടു, എന്താ സംഭവം? എല്ലാവരും ചോദിച്ചു പറയും, ഇവൻ പോക്കിമോൻ ഗെയിം കളിച്ചുകൊണ്ട് വന്നതാ. വന്ന് ഈ ഹോളിനകത്തൊരു മോൺസ്റ്റർ ഉണ്ടായിരുന്നു പോലും. അതിനെ പിടിക്കാൻ വേണ്ടി വന്ന ആരാധനാ ഹോളിൽ കയറി. മറ്റൊരു യവനക്കാരൻ ഫ്ലോറിഡ എന്ന് പറയുന്ന സ്ഥലത്ത് പോക്കിമോൻ ഗോ കളിച്ച് പോയി ചെന്നത് ഒരു കൊലപാതകം നടന്ന സ്ഥലത്ത് ഒരു ഡെഡ് ബോഡിയുടെ അടുക്കൽ ചെന്നു. അവൻ മോൺസ്റ്ററിനെ എടുത്തു, താഴോട്ട് നോക്കിയപ്പോൾ ഡെഡ് ബോഡി കിടക്കും. പേടിച്ചുപോയി, വല്ലാതെ അവൻ ഭയപ്പെട്ടു. ഇത് കൊണ്ടെത്തിക്കുന്നത് മനുഷ്യനെ വല്ലാത്ത തലങ്ങൾ. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഈ സ്ഥലത്ത് ഒരു മനുഷ്യൻ നിന്ന് കളിക്കാൻ തുടങ്ങും. കട്ടപ്പന ജംഗ്ഷനിൽ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അവിടെ ഒരു മോൺസ്റ്ററിനെ കാണും. ഇവൻ ഇങ്ങനെ കളിച്ച് അപ്പാർട്ട്മെന്റിനകത്തേക്ക് കയറും, പോയിന്റ് കിട്ടും. അതിനകത്ത് എന്താണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ.
ഇന്നത്തെ ഒരു റിപ്പോർട്ട് ഞാൻ വായിച്ചത്, ദൈവത്തിന് സ്തോത്രം, ഏറ്റവും അധികം കൂടുതൽ ഉപയോഗിക്കുന്ന പെൺകുട്ടികളാണ്. അവരിത് കളിക്കാൻ തുടങ്ങിയാൽ കളിച്ച് യാത്ര ചെയ്ത് ചെന്ന് ഒരു ബിൽഡിങ്ങിനകത്തേക്ക് കയറും. ബിൽഡിങ്ങിന്റെ കഥവടഞ്ഞാൽ പിന്നെ അതിനകത്ത് എന്ത് സംഭവിക്കുന്ന അറിഞ്ഞുകൂടാ. തീവ്രവാദികൾ ഇത് ഉപയോഗിച്ചാൽ ഒരു മനുഷ്യനെ എവിടെയും കൊണ്ടെത്തിക്കാം. നിങ്ങളുടെ കയ്യിലുള്ള പോക്കിമോൻ ഗോ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് ശത്രുവിന്റെ പിടിയിലായിരിക്കും. വളരെ ശ്രദ്ധിച്ചുകൊള്ളണം. ജാഗ്രതയോടെ ജീവിച്ചില്ലയോ ശത്രു നിങ്ങളെ വിഴുങ്ങിക്കളയുമെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. വല്ലാത്തൊരു അന്ധകാരം നിറഞ്ഞ അവസ്ഥയിലാണ് നാം മുൻപോട്ട് പോകുന്നത്. പാപം നിറഞ്ഞ വഴിയിൽ ജീവിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ മുൻപോട്ട് പോകാതെ വളരെ ശ്രദ്ധാപൂർവം യാത്ര ചെയ്യണമേ ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. വീണ്ടും നാം തിരുവെഴുത്തിലേക്ക് വന്നാൽ അന്തിമകാലത്തിലേക്ക് വരുമ്പോൾ നടക്കേണ്ട മറ്റൊരു സംഭവം കൂടെ പറഞ്ഞ് ഇന്ന് രാത്രിയിൽ എന്റെ വാക്ക് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അത് മറ്റൊന്നല്ല, മത്തായി സുവിശേഷം 24 അധ്യായം 32 വാക്യം പെട്ടെന്നൊന്ന് വായിച്ചിട്ട്. മത്തായി 24:32 വാക്യം. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പ് ഇളതായി തളിർക്കുമ്പോൾ വേനൽ അടുത്തുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. യേശു പറഞ്ഞ ഈ അത്തി ഇസ്രായേൽ എന്ന രാഷ്ട്രമാണ്. ഈ രാഷ്ട്രത്തെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പ് ഇളതായി തളിർക്കുമ്പോൾ വേനലെടുത്തു. ഇസ്രായേൽ എന്ന രാഷ്ട്രം പുനഃസ്ഥാപിക്കപ്പെടും എന്നുള്ള ഒരു പ്രവചനമായിരുന്നു അത്. വളരെ വ്യക്തമായി നാം നോക്കുമ്പോൾ തിരുവെഴുത്തിലേക്ക് നോക്കിയാൽ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന്റെ ചരിത്രം നാം പഠിച്ചാൽ, ദൈവത്തിന് സ്തോത്രം, ലോകമുണ്ടായത് തുടങ്ങി ഇന്ന് വരെയും ഇതുപോലെ പീഡിപ്പിക്കപ്പെട്ട ഒരു ജാതി മറ്റൊന്നില്ല. ഇത്രയധികം ചിതറിക്കപ്പെട്ട ഒരു സമൂഹം വേറൊന്നില്ല പ്രിയരെ. ദൈവത്തിന് സ്തോത്രം. ലോകത്തെ വേൾഡ് ഹിസ്റ്ററി പഠിച്ചു നോക്ക്, രാജ്യങ്ങളുടെ ചരിത്രം പഠിച്ചേ, ഇതുപോലെ ശിഥിലീകരിക്കപ്പെട്ട ഒരു ജാതി മറ്റൊന്നില്ല എന്ന് ചരിത്രം നമ്മെ ഓർപ്പിക്കുക. എന്താണ് ഇതിന്റെ കാരണം? മത്തായി 27:25 വായിച്ചാൽ അവിടെ പറയുന്നത് എന്തെന്നറിയാമോ? അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വരട്ടെ. അതവർ ചോദിച്ചു വാങ്ങിയതാ. യേശുവിനെ ക്രൂശിച്ചപ്പോൾ അവർ പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വരട്ടെ എന്ന് പറയുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി വേളയിൽ ആ സംഭവം കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഒന്ന് വയ്ക്കട്ടെ. ഇസ്രായേൽ രാഷ്ട്രത്തെ കുറിച്ച് പഠിച്ചാൽ ഏതാണ്ട് AD 70 അവരുടെ ദേവാലയം നശിപ്പിക്കപ്പെടുന്നത്. AD 70 അവരുടെ ദേവാലയം നശിപ്പിക്കപ്പെട്ടു. ചാറ്റിന്റെ ഈ ഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ യഹൂദന്റെ നശിപ്പിക്കപ്പെട്ട ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങളാണ് ഇവിടെ കാണുന്നത്. അതിന്റെ താഴേക്ക് നാം നോക്കിയാൽ അവരുടെ വിലാപമതിൽ എന്നറിയപ്പെടുന്ന ഒരു മതിലിന്റെ ഭാഗം അവർ വന്ന് തലമുട്ടി അതിൽ പ്രാർത്ഥിക്കുകയാണ്. അവർ ദൈവത്തോട്, സർവശക്തനായ ദൈവമേ, ഞങ്ങൾക്കൊരാലയം ഒരുക്കി തരണമേ. തലമുട്ടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ശിഥിലീകരിക്കപ്പെട്ടു പോയ ദേവാലയവും അതിന്റെ മതിലിന്റെ ചിത്രങ്ങളാണ്. ബൈബിൾ പഠിച്ചാലും ഇത് വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇവർ തിരിച്ചു വരുമെന്ന് യേശു പറഞ്ഞു. അതാണ് അവന്റെ തളിർപ്പെന്ന് പറയുന്നത്. അവർ തിരിച്ചു വരുമോ? വരും. വന്നു. എന്താണ് തെളിവെന്ന് ചോദിച്ചാൽ, സമയം കുറവായതുകൊണ്ട് ഞാൻ വേഗം പറഞ്ഞു പോകാം. എല്ലാം വിശദീകരിച്ച് പറയുവാൻ സമയമില്ല. 1917 ഒന്നാം ലോകമഹായുദ്ധം നടന്നു. രണ്ടാം ലോകമഹായുദ്ധം 1939 ആരംഭിച്ചു. ഈ രണ്ട് ലോകമഹായുദ്ധങ്ങളുടെയും ഫലം എന്തായിരുന്നു? ലോകത്തോട് ചോദിക്ക്, ലോകരാജ്യങ്ങളോട് ചോദിക്ക്, അവരെല്ലാം പറയും കോടിക്കണക്കിന് രൂപ നഷ്ടം, ലക്ഷക്കണക്കിന് മനുഷ്യർ നഷ്ടപ്പെട്ടു. ഇസ്രായേലിനോട് ചോദിക്കുക, എന്തുണ്ടായി ഈ യുദ്ധങ്ങളാൽ നിങ്ങൾക്കുള്ള നേട്ടം? അവർ പറയും, ഒന്നാം ലോകമഹായുദ്ധത്താൽ ഞങ്ങൾക്ക് മടങ്ങി വരുവാനുള്ള അനുവാദം കിട്ടി. രണ്ടാം ലോകമഹായുദ്ധത്താൽ സ്വന്തമായ ഒരു രാഷ്ട്രം ഞങ്ങൾക്ക് കിട്ടി. 1948 മെയ് മാസം 14 ഇസ്രായേൽ എന്ന രാജ്യം സ്ഥാപിക്കപ്പെട്ടു. ഡേവിഡ് ബെൻഗൂറിയോൻ എന്ന് പറയുന്ന അവരുടെ ആദ്യത്തെ പ്രധാനമന്ത്രി, ദൈവത്തിന് സ്തോത്രം, ആ സംഭവം നടക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് BC 750 ദൈവത്തിന് സ്തോത്രം, പ്രവാചകനായ ആമോസ് പ്രവചിച്ച ഒരു ഭാഗം അദ്ദേഹം പറഞ്ഞു. ആമോസ് 9:15 ആ വാക്യം ഇസ്രായേൽ റേഡിയോയിലൂടെ അവർ നിരന്തരമായി വിളിച്ചു പറഞ്ഞു, ഞാൻ അവരെ നടും, അവരെ ആരും പറിച്ചു കളയുകയില്ല, ആരും അവരെ തള്ളിക്കളയുകയില്ല എന്ന് അവർ ഡേവിഡ് ബെൻഗൂറിയോൻ ആ പ്രവാചകന്റെ വാക്കുകൾ എടുത്ത് ഉദ്ധരിപ്പാനിടയായി തീർന്നു. ഇന്ന് രാത്രി വേളയിൽ യേശു പറഞ്ഞ വാക്ക് നിങ്ങളോട് പറയട്ടെ. യേശു പറഞ്ഞു, ഇസ്രായേൽ എന്ന രാജ്യം പുനഃസ്ഥാപിക്കപ്പെടും. ഈ രാജ്യത്തെക്കുറിച്ച് നാം ചിന്തിച്ചാൽ ഇവിടെ ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ മാപ്പാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ മഞ്ഞ ഭാഗം മാത്രമാണ് ഇസ്രായേൽ എന്ന രാജ്യം. കേരളത്തിന്റെ ഏതാണ്ട് പകുതിയിലധികം മാത്രം വലിപ്പമുള്ള ഒരു ചെറിയ രാജ്യം, ലോകരാജ്യങ്ങൾ മുഴുവൻ ഭയപ്പെടുന്ന ഒരു ചെറിയ രാജ്യം. ഇതിന്റെ വലിപ്പം ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ നിങ്ങളോട് പറയാം. ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ മൊത്തം വിസ്തീർണം ഏതാണ്ട് 20,770 സ്ക്വയർ കിലോമീറ്ററാണ്. ഇനി അത് മനസ്സിലാക്കുവാൻ നമ്മുടെ കേരളത്തിന്റെ വിസ്തീർണം ഒന്ന് നോക്കിയാൽ ഏതാണ്ട് 38,563 സ്ക്വയർ കിലോമീറ്ററാണ് കേരളം. അപ്പോൾ കേരളത്തെക്കാളും ചെറിയ ഒരു രാജ്യം. അത് സ്ഥാപിക്കപ്പെടുമെന്നുള്ള പ്രവചനമായിരുന്നു. അത് സംഭവിക്കുകയുണ്ടായി. യേശുവിന്റെ മടങ്ങിവരവ് അടുക്കുമ്പോൾ ഇത് സ്ഥാപിക്കപ്പെടും
സ്ഥാപിക്കപ്പെട്ട ശക്തിയോടെ അതിന്റെ ഉച്ചസ്ഥായിലെത്തും എന്ന് പ്രവചനങ്ങൾ വളരെ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുകയാ. ഇത് വളരെ വ്യക്തമായി നടന്നുകൊണ്ടിരിക്കുന്നു. ആധുനിക ലോകത്തിലേക്ക് നാം നോക്കുമ്പോൾ ഇന്നത്തെ ലോകത്തിൽ യെരൂശലേമിന്റെ അവസ്ഥ എന്താണ്? റോമാലേഖനം 11:12 വായിക്കുമ്പോൾ തിരുവെഴുത്ത് പറയുന്നു, അവരുടെ യഥാസ്ഥാപനം എത്ര അധികമായിരുന്നു. അവർ ചിതറിക്കപ്പെടുമെന്ന് ബൈബിൾ പറഞ്ഞു, ചിതറിക്കപ്പെട്ടു. അവർ യഥാസ്ഥാനപ്പെടുമെന്ന് ബൈബിൾ പറഞ്ഞു, അത് അതുപോലെ സ്ഥാപിക്കപ്പെട്ടു. 1948 മെയ് മാസം 14 തീയതിയാണ് ഇങ്ങനെ ഒരു രാജ്യം സ്ഥാപിക്കപ്പെട്ട് അവർക്ക് കിട്ടിയത്. ഇംഗ്ലണ്ടിലെ ഭരണകർത്താവായിരുന്ന ബാൽഫോർ ഡിക്ലറേഷനിലൂടെ അവർക്ക് രാജ്യത്തെ പുനഃസ്ഥാപിച്ചു കൊടുക്കുകയുണ്ടായി. മാത്രമല്ല ഇന്നത്തെ അവരുടെ അവസ്ഥ, അവർ മടങ്ങി വരുമെന്നുള്ളത് പ്രവചനമായിരുന്നു. ആവർത്തന പുസ്തകം 30:3, യെശയ്യാ പ്രവചനം 43:5-6 വാക്യങ്ങൾ. ഈ വാക്യങ്ങളൊക്കെ വായിച്ചാൽ പ്രവാചകൻ പറയുന്നു, ഞാൻ കിഴക്കുനിന്ന് അവരെ വരുത്തു, പടിഞ്ഞാറുന്നവരെ ശേഖരിക്കൂ, വടക്കിനോട് തരിക എന്ന് പറയും, തെക്കിനോട് തടഞ്ഞു വയ്ക്കരുതേ എന്ന് പറഞ്ഞ് ലോകത്തിന്റെ 4 ദിക്കുകളിൽ നിന്നും അവരെ കൂട്ടിച്ചേർക്കുമെന്ന് പറഞ്ഞ പ്രവചനം നിവർത്തിക്കപ്പെടുവാൻ തുടങ്ങി. മാത്രമല്ല അവർ അത് നിവർത്തിക്കപ്പെട്ട നിമിത്തം എന്താണ് സംഭവിക്കുന്നത്? അവന്റെ ദേവാലയത്തെ പണിയാൻ തുടങ്ങുകയാണ്. യെരൂശലേം ദേവാലയം എന്ന് പറയുന്ന ആലയം അവർ പണിയുവാൻ ഒരുങ്ങുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം, അത് അവരുടെ വാഗ്ദത്തമായിരുന്നു. അന്ന് തകർന്നുപോയ ഈ ദേവാലയം അവർ വീണ്ടും പുനഃസ്ഥാപിപ്പാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അവർ യെരൂശലേമിൽ ഒരു ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. റബി റിച്ച്മാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ഒരു ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ച് ഏറ്റവും അടുത്ത് 2015 ആണ്ടില് അവർ പുതിയ ദേവാലയത്തിന്റെ പ്ലാൻ അവർ പ്രസിദ്ധീകരിച്ചു. ഈ ഭാഗത്ത് നിങ്ങൾ കാണുവാൻ കഴിയും. പുതിയൊരു ദേവാലയം ഉണ്ടാക്കുവാനുള്ള വ്യക്തമായ കമ്പ്യൂട്ടർ പ്ലാൻ അവർ ഉണ്ടാക്കിയെടുത്തു. മാത്രമല്ല ദേവാലയം ഉണ്ടാക്കിയാൽ അതിനകത്ത് സ്ഥാപിക്കേണ്ട ഉപകരണങ്ങൾ, ചാർട്ടിന്റെ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു നിലവിളക്ക് നമുക്കിവിടെ കാണുവാൻ കഴിയും. ഒന്നാമത്തെ ആലയത്തിൽ സ്ഥാപിക്കപ്പെട്ട 1 താലന്ത് തങ്കം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 45 കിലോ തൂക്കം വരുന്ന സ്വർണത്താൽ, തനി തങ്കത്താൽ ഉണ്ടാക്കപ്പെടേണ്ട ഒരു നിലവിളക്ക്, 45 കിലോ തൂക്കം വരുന്ന ഒരു തങ്കക്കട്ടിയിൽ നിന്ന് ഒരു നിലവിളക്ക് അവർ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. മാത്രമല്ല അതിന് അതിപരിശുദ്ധ സ്ഥലത്ത് വയ്ക്കേണ്ടതായ ഒരു നിയമപ്പെട്ടകം, പൊന്നിനാൽ പൊതിയപ്പെട്ട ഒരു നിയമപ്പെട്ടവും കെരൂബുകളും ഇന്ന് പഴയ നിയമകാലത്ത് മോശയ്ക്ക് കൊടുത്ത പ്രമാണം പോലെ അവർ മനോഹരമായി ഉണ്ടാക്കിയെടുത്തു വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ നാം കാണുമ്പോൾ എത്ര സത്യങ്ങളാണ്, എത്ര ശക്തിയോടെ ആ രാജ്യം തിരികെ വന്നു എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല 2015 മാർച്ച് മാസം 23 തീയതി അവർ ഒരു യാഗപീഠം അതിനുവേണ്ടി മനോഹരമായി ഉണ്ടാക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. നിയമപ്പെട്ടകത്തെ ഉണ്ടാക്കി. ഇനി സംഖ്യാപുസ്തകം 19:5 വാക്യം വായിക്കുമ്പോൾ അതിൽ ഒരു ചുമന്ന പശുക്കിടാവിനെ യാഗം കഴിച്ച് ഭസ്മമാക്കി ദേവാലയ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കണമെന്നുള്ള പഴയ നിയമ പ്രമാണപ്രകാരം ഇസ്രായേലിൽ 2000 വർഷങ്ങൾ ഇല്ലാതിരുന്ന ഒരു ചുമന്ന പശുക്കിടാവിനെ അവർ ഉണ്ടാക്കിയെടുത്തു. ദൈവത്തിന് സ്തോത്രം. ചാർട്ടിന്റെ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു ചുമന്ന പശുക്കിടാവിനെ ഉണ്ടാക്കിയെടുത്ത് അതിന്റെ ജനറേഷൻ അവരിങ്ങനെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. 2000 വർഷങ്ങൾ അവരുടെ ഇടയിൽ ഇല്ലാതിരുന്ന ഇതിനെ അവർ ഉണ്ടാക്കിയെടുത്തു. എന്തിനെന്നറിയാമോ? ദേവാലയം ഉണ്ടാക്കിയാൽ അതിനെ ഭസ്മമാക്കി അതിനെ ശുദ്ധീകരിക്കാനുള്ള ക്രമീകരണങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. 2014 ജനുവരി മാസം 29 തീയതിയാണ് ഇങ്ങനെ ഒരു റെഡ് കൗ ഉണ്ടായത്. ദൈവത്തിന് സ്തോത്രം. ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ ആയിരിക്കുന്ന റബി റിച്ച്മാൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ നേതൃത്വത്തിൽ ഈ പശു ഇപ്പോൾ അമേരിക്കയിലെ ഒരു ഫാം ലാൻഡിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരതിനെ സൂക്ഷ്മ നിരീക്ഷണം നടത്തുകയാണ്. അതിന്റെ ഒരു രോമത്തിന് പോലും കളർ വ്യത്യാസം ഉണ്ടാകരുത് എന്നാഗ്രഹിച്ച് അവർ അതിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, സാഹചര്യങ്ങൾ ഒന്നൊന്നായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. യേശുവിന്റെ വരവ് സമീപമായി. മാത്രമല്ല ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായം 20 വാക്യം പെട്ടെന്നൊന്ന് വായിക്കണം. ലൂക്കോസ് 21 അധ്യായം 20 വാക്യം. സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളേണം. ചാർട്ടിന്റെ ഈ ഭാഗത്തേക്ക് നിങ്ങളൊന്ന് വന്നാട്ടെ. ഇസ്രായേലിന്റെ ഒരു ചെറിയ പടം ഇവിടെ കണ്ട. ഈ പടം എന്ന് പറയുന്നത് ഈ റെഡ് കളറിലുള്ളതാ. ഒരു കുഞ്ഞു പടം അവിടെ കാണുക. എന്നാൽ അതിന്റെ ചുറ്റിലുമുള്ള രാജ്യങ്ങൾ ഇറാൻ, ഇറാഖ്, സൗദി അറേബ്യ, ഈജിപ്റ്റ്, തുർക്കി, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ അതിന്റെ ചുറ്റിലും നിൽക്കുകയാണ്. ഈ രാജ്യങ്ങളൊക്കെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന്
ലക്ഷക്കണക്കിന് സൈനികരെ ഇസ്രായേലിന്റെ അതിർത്തികളിൽ വിന്യസിച്ചു. ഈ മെഡിറ്ററേനിയൻ കടലിൽ അതേ മുങ്ങിക്കപ്പലുകൾ അമേരിക്കയുടെയും റഷ്യയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഒക്കെ യുദ്ധക്കപ്പലുകളിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സൈനികർ വന്ന് ഇസ്രായേലിന്റെ ചുറ്റിലും നിൽക്കുകയാ. എല്ലാവരും ഭയപ്പെടുന്നു, എന്ത് സംഭവിക്കുമെന്നറിയില്ല. ലോകരാജ്യങ്ങളോട് ഇസ്രായേൽ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്, ആരും കൊടുപ്പാൻ തയ്യാറല്ല. ഇവിടെയാണ് നാം ഇപ്പോൾ വായിച്ച വാക്യത്തിന്റെ പ്രസക്തി. ലൂക്കോസ് 21:20 സൈന്യങ്ങൾ ഏതാണ്ട് 30-ൽ പരം ആർമികൾ ഇസ്രായേലിനെ ചുറ്റിക്കിടക്കുന്നു. ഇന്നത്തെ അവസ്ഥയാ പറയുന്നത്. യേശു പറഞ്ഞു, സൈന്യങ്ങൾ യെരൂശലേമിനെ ചുറ്റി നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളണം, അതിന്റെ ശൂന്യാവസ്ഥ അടുത്തു. അന്തിമകാലത്തിലേക്ക് നാം വന്നെത്തി നിൽക്കുകയാണ്. അവസാന കാലയളവിലേക്ക് നാം വന്നെത്തി നിൽക്കുകയാണ് പ്രിയരെ. അന്തിമ സമയത്തേക്ക് വന്നു നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. യേശു വരുന്ന നാളുകളിലേക്ക് വരുമ്പോൾ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവെടുത്ത നാളുകളിൽ, യേശു തമ്പുരാന്റെ വരവിനോട് സമീപിക്കുമ്പോൾ രാജ്യങ്ങൾ ശക്തിപ്പെടുമെന്നു, ഇസ്രായേൽ പ്രബലമാകുമെന്നു, സാത്താന്റെ ശക്തി വർദ്ധിക്കുമെന്നു, ലോകരാജ്യങ്ങൾ തകർച്ച ഉണ്ടാകുമെന്നും പറയുമ്പോൾ തിരുവെടുത്ത് ഒരു സത്യം കൂടെ നമ്മോട് പറയുന്നു. 1 പത്രോസ് 4:7 എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കും. ഈ കാര്യങ്ങൾ കേട്ട് നമ്മൾ ആരും പേടിക്കുകയല്ല. നമുക്കൊരു സത്യം അറിയാം, യേശു വരാറായി. നാം എന്താണ് ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കണം. കണ്ണുകളെ മൂടിയാട്ട് അല്പസമയം നാം പ്രാർത്ഥിക്കാൻ പോകുക. 1 മിനിറ്റ് സമയം പ്രാർത്ഥനയോടെ. ആരും ദയവായി മൗനമായിരിക്കരുത്. യേശു വരുന്ന അവസാന നാളുകളിൽ എത്തി നിൽക്കുക. എന്നെ കേൾക്കുന്ന പ്രിയരെ, പിശാച് ശക്തിയോടെ പ്രവർത്തിക്കുന്നു. ലോകരാജ്യങ്ങളിൽ അതിന്റെ ലക്ഷണങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. അന്തിമ നാളുകളിലേക്ക് എത്തി നിൽക്കുന്ന ദൈവസഭ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ എന്താണ് ചെയ്യുന്നത്? പ്രാർത്ഥനയിൽ നിരതരായിരിക്കണം. ഇന്ന് പല വീടുകളിലും പ്രാർത്ഥനയില്ല. ആ വീടുകളിൽ സാത്താൻ കയറി വരികയാ. അവസാനകാല സാത്താൻ മനുഷ്യരെ വേട്ടയാടുന്നു. എപ്രകാരം വിടുതൽ പ്രാപിക്കുക? നിന്റെ വീടൊരു പ്രയർ വീടായി, ഒരു ജപ വീടായി, പ്രാർത്ഥനാ വീടായി മാറട്ടെ സഹോദരങ്ങളെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വിശ്വാസ ഭവനങ്ങൾ, നമ്മുടെ വിശ്വാസികളുടെ ഭവനങ്ങൾ പ്രാർത്ഥിക്കുന്ന ഭവനങ്ങളാകട്ടെ. പ്രാർത്ഥിക്കുന്ന ഭവനങ്ങളുള്ള ദേശത്ത് സാത്താൻ പ്രവർത്തിക്കുകയില്ല. മുൻപ് മഹത്വത്തിൽ പ്രവേശിച്ച പാസ്റ്റർ ജോയൽ ദാസ് അവറുകൾ മുൻപ് ഈ സ്ഥലത്തിരുന്ന് ശുശ്രൂഷ ചെയ്തിട്ടുണ്ടല്ലോ. അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞു തോർക്കുന്നു. ബാംഗ്ലൂർ കൺവെൻഷൻ അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹം ഇരുന്ന് ലോക്കലിലേക്ക് ഒരാഴ്ച കഴിഞ്ഞ് മടങ്ങി വന്നു. മടങ്ങി വന്നപ്പോൾ ആ തെരുക്കളിൽ എല്ലായിടത്തും പ്രശ്നങ്ങൾ, എല്ലായിടത്തും പ്രയാസങ്ങൾ. അവരെല്ലാവരും കൂടെ ചേർന്ന് വിശ്വാസഭവനത്തിൽ വന്നു. പാസ്റ്ററെ, നിങ്ങൾ ഇവിടുന്ന് പോയ ദിവസം തുടങ്ങി ഞങ്ങളുടെ വീടുകളിൽ പ്രശ്നങ്ങളാ, അതുകൊണ്ട് ഞങ്ങളുടെ വീടുകൾ വന്നൊന്ന് പ്രാർത്ഥിക്കണം. പാസ്റ്റർ ജോയൽ ദാസ് കൂടെ ഉണ്ടായിരുന്ന സഹോദരിമാരും ആ തിരിവുകളിൽ, സ്ട്രീറ്റുകളിൽ എല്ലായിടത്തും പോയി വീടുകൾ കയറിയിറങ്ങി പ്രാർത്ഥിച്ചു. അവിടെ സമാധാനമുണ്ടായി. എന്തേ കാരണം? പ്രാർത്ഥിക്കുന്നവര് മാറ്റപ്പെട്ട അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. കട്ടപ്പനയുടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വിളിക്കപ്പെട്ടവരാ. കുമളിയുടെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പാൻ വിളിക്കപ്പെട്ടവരാണ്. ഇടുക്കി ജില്ലയുടെ സമാധാനത്തിന് പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ടവരാ. കേരളത്തിന്റെയും ഇന്ത്യയുടെയും സമാധാനത്തിന് പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ടവരാണെന്ന്. കണ്ണുകളെ മൂടിയാട്ടെ 1 മിനിറ്റ് പ്രാർത്ഥിക്കേണ്ട സമയം. ദയവായി ആരും മൗനമായിരിക്കരുത്. ആത്മാവിൽ നിറഞ്ഞൊരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. നമ്മുടെ യേശു വരാറായി. അന്ത്യ സമയത്തിലേക്ക് എത്തി നിൽക്കുകയാ. 1 നിമിഷം ആത്മാവിൽ നിറഞ്ഞ് ദൈവമക്കൾ പ്രാർത്ഥിച്ച് ശത്രുവിനോട് പോരാടുവീൻ. അഭിഷേകമുള്ളവർ ആത്മാവിൽ നിറഞ്ഞ് ശത്രുവിനോട് പോരാടുവീൻ. ശത്രുവിന്റെ ശക്തികൾ തകരട്ടെ. ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുവീൻ. ആരും ദയവായി മൗനമായിരിക്കരുത്. കസാരയിൽ ഇരിക്കുകയാണെന്ന് വിചാരിച്ച് ആരും മൗനമായിരിക്കേണ്ട. ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ട്, അഭിഷേകത്തോടെ പ്രാർത്ഥിച്ചാട്ട്. ശത്രു തോറ്റുപോകണം. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? പിശാച് തോറ്റുപോകണം വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട്? 1 നിമിഷം കർത്താവിന്റെ വേലക്കാരും ദൈവമക്കൾ ചേർന്ന് ശക്തിയോടെ ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. ആത്മാവ് പ്രവർത്തിക്കുന്ന സ്വാതന്ത്ര്യമുണ്ട്. പരിശുദ്ധാത്മാവ് ഉള്ളിടത്ത് അത്ഭുതങ്ങൾ സംഭവിക്കും. ഇന്ന് രാത്രി പാതാള ഗോപുരങ്ങൾ തകരട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ അന്ധകാരത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരെ, നിങ്ങളുടെ മുൻപിൽ ശത്രു വീഴാൻ പോകുകയാ. പ്രാർത്ഥിച്ചാട്ട്, ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ട്, അഭിഷേകത്തിൽ പ്രാർത്ഥിച്ചാട്ട്, അന്യഭാഷയിൽ സംസാരിച്ച് ശത്രുവിന്റെ തലയെ തകർക്കുവീൻ. അഭിഷേകത്തോടെ, ദൈവശക്തിയോടെ എല്ലാവരും 1 നിമിഷം പ്രാർത്ഥിക്കണം. ദയവായി ആരും മൗനമായിരിക്കരുത്. ആത്മാവിൽ നിറഞ്ഞ് പോരാടുവേ. ശത്രുവിനെ ശാസിക്കുവേ. ദൈവം നിങ്ങൾക്ക് അഭിഷേകം തന്നിട്ടുണ്ട്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവോ. ദൈവം നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഇന്ന് രാത്രി അഭിഷേകത്തോടെ പറയുവേ. നിങ്ങൾക്ക് അധികാരത്തിന്റെ വാക്കുകളുണ്ട്. ഇന്ന് രാത്രി ധൈര്യമായി പറഞ്ഞുകൊള്ളൂ. ശത്രു വിട്ട് ഓടിപ്പോകട്ടെ. യവനക്കാർ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുവേ. കർത്താവിന്റെ വേലക്കാർ ദൈവത്തെ സ്തുതിച്ചാട്ട്, അഭിഷേകത്തോടെ ശത്രുവിനെ ശാസിച്ചാട്ടെ. ഇന്ന് രാത്രിയില് യേശുവിന്റെ നാമം ഉയരുമ്പോൾ ശത്രുവിന്റെ നാമം ഛിദിരമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ.
ആർത്തുഘോഷിക്കാം, ആനന്ദിച്ചിടാം, ആത്മശക്തിയിൽ നമ്മെ കാത്തു സൂക്ഷിക്കാം. ആമേൻ. എല്ലാവരും ചേർന്ന് അഭിഷേകത്തോടെ പാടിയാട്ടെ. ആത്മശക്തിയിൽ നമ്മെ കാത്തു സൂക്ഷിക്കാം, തേജസ്സിലമ്പരേ മേഘാരൂഢനായാൽ മമനാള് വേഗം വരും. തേജസ്സിലമ്പരേ മേഘാരൂഢനായാൽ മമൻ വേഗം വരും. ഓ അന്ധകാര ശക്തിയോടെ എതിർത്തു നിന്നിടാ, അന്യമായതൊക്കെയും ത്യജിച്ചിടാ. അന്ധകാര ശക്തിയോട് അഭിഷേകത്തോടെ ദൈവമക്കൾ പാടുമ്പോ, ആത്മാവിൽ നിറയുമ്പോ ശത്രു നിന്നെ കണ്ണു മുമ്പിൽ വീഴും. ജീവനെ പകർച്ചിടാം, ായൊരുങ്ങിടാ, ജീവിതം പുതുക്കിടാം, ജീവനെ പകർച്ചിടാം, ായൊരുങ്ങിടാം. ആമേൻ. ആർത്തുഘോഷിക്കാം, ആനന്ദിച്ചിടാം, ആത്മശക്തിയിൽ നമ്മെ കാത്തു സൂക്ഷിക്കാം. ആർത്തുഘോഷിക്കോ, ആനന്ദിച്ചിടാം, ആത്മശക്തിയിൽ നമ്മെ കാത്തു സൂക്ഷിക്കാം. തേജസ്സിലമ്പരേ മേഘാരൂഢനായ ആത്മമന വേഗം വരോ. തേജസ്സിലമ്പരേ അഭിഷേകത്തോടെ വേഗം വരോ. ആർത്തുഘോഷിക്കാം, ആനന്ദിച്ചിടാം, ആത്മശക്തി